അരോമ ടി വിയുടെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിന്റെ തന്നെ തിരുനാമത്തിലെ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം നമ്മൾ ക്ഷണം സ്വീകരിച്ച് ജോയിൻ ചെയ്തിരിക്കുന്ന കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ലിസി സെബാസ്റ്റ്യനാണ്. തൻ്റെ ജീവിതാനുഭവങ്ങൾ നമുക്ക് അവർക്ക് ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണുകയും കേൾക്കുകയും ചെയ്യാൻ. തീർച്ചയായിട്ടും ഓരോ പ്രേക്ഷകർക്കും അത് വലിയ അനുഗ്രഹത്തിനും ദൈവനാമ മഹത്വത്തിനും കാരണമായി തീരട്ടെ. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ ദാസി സിസ്റ്റർ ലിസി സെബാസ്റ്റ്യനെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നതിന് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ്. കർത്താവിൻ്റെ ദാസി. പ്രൈസ് ലോർഡ്. ഈ അരോമ ടി വിയിലേക്ക് എന്നെ ക്ഷണിച്ച കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ഡാനിയൽ ജോണിന് കർത്താവിന് ദൈവനാമത്തിൽ നന്ദിയും സ്നേഹവും അറിയിക്കുന്നു. കൂടാതെ ഇങ്ങനെ ഒരു സാക്ഷ്യം പറയുവാൻ സ്വർഗത്തിലെ വലിയവനായ കർത്താവ് എന്റെ ജീവിതത്തിൽ ഒരുക്കി തന്ന ദൈവത്തിന്റെ ദയയ്ക്കായി സ്തോത്രം. ഞാൻ മാവേലിക്കര ഒളിന്തി എന്ന് പറയുന്ന ദേശത്ത് കർത്താവിന്റെ വേലയോട് ബന്ധത്തിലായിരിക്കുന്നു. ഞാൻ ജനിച്ച അടൂർ എന്ന് പറയുന്ന സ്ഥലം പാറക്കൂട്ടത്തിലാണ്. എനിക്ക് കർത്താവ് ഞങ്ങൾ 8 മക്കളാണ്. അതിൽ 2 പേര് ജനനത്തിൽ തന്നെ മരിച്ചു. മാതാപിതാക്കള് ഒരു കത്തോലിക്ക സമുദായത്തിൽ ജനിച്ചു വളർന്നു. കത്തോലിക്ക സമുദായം എന്ന് പറയുമ്പോൾ മാതാപിതാക്കൾ വളരെ ഭക്തിയോടും ആ സഭയുടെ എല്ലാ കാര്യങ്ങളിലും മുൻപന്തി എടുക്കുന്ന ഒരു അനുഗ്രഹിക്കപ്പെട്ട മാതാപിതാക്കൾക്കൊപ്പം ദൈവസന്നിധിയിൽ എനിക്ക് ദൈവം ഒരു ജനനം തന്നു. എന്റെ ജനനവും ബാല്യകാലവും പാറക്കോട്ടം എന്ന് പറയുന്ന സ്ഥലത്തായിരുന്നു. മാതാപിതാക്കൾ ചെറുപ്പത്തിൽ തന്നെ മതാനുഷ്ഠാനങ്ങളായ എല്ലാ കാര്യങ്ങളിലും വളരെ ഭക്തിപൂർവവും അനുസരണത്തിലും ഞങ്ങളെ 6 മക്കളെ വളർത്തുവാൻ വലിയവനായ ദൈവം സഹായിച്ചു. എനിക്ക് 5 സഹോദരങ്ങളാണ്. ഞങ്ങൾ 6 മക്കളിൽ 8 മക്കളായിരുന്നു. 2 പേർ ചെറുപ്രായത്തിൽ തന്നെ മരിച്ചു. ബാക്കി 6 സഹോദരങ്ങൾ. അതിൽ ഞാനാണ് 6ാമത്തേത്. ഞങ്ങളുടെ കുടുംബം എന്ന് പറയുമ്പോൾ എൻ്റെ പിതാവിന് 4 സഹോദരന്മാരും ഒരു സിസ്റ്ററുമാണ്. എല്ലാ കുടുംബങ്ങളിലും ഇഷ്ടാനുസരണമായിട്ട് വൈദികരുടെ ഒരു ഫാമിലിയാണ്. അവിടെ യേശു ക്രിസ്തുവിന്റെ മഹിമയെക്കുറിച്ചോ യേശു ക്രിസ്തുവിനെ കുറിച്ചോ ഒന്നും തന്നെ അറിയാത്ത ഒരു കാലയളവ്. എങ്കിൽ എൻ്റെ പ്രിയ പിതാവ് എന്നും ഈ ന്യൂ ടെസ്റ്റ്മെന്റ് ആണ് വായിച്ച് ഞങ്ങളെ ഈവനിങ് സമയം കേൾപ്പിക്കുന്നത്. ഞങ്ങളുടെ കുടുംബത്തിൽ പ്രാർത്ഥന എന്ന് പറയുമ്പോൾ കറക്റ്റ് 6 മണിയാവുമ്പോൾ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെച്ച ആദ്യത്തെ പ്രാർത്ഥനയാണ്. അത് കഴിഞ്ഞ് ഡിന്നറിന് മുൻപായിട്ട് എല്ലാ സഹോദരങ്ങളെയും വിളിച്ച് ഇരുത്തി എൻ്റെ പ്രിയ പിതാവ് ആ മത അനുഷ്ഠാന പ്രകാരമുള്ള പുസ്തകങ്ങളൊക്കെ വായിച്ച് കരിസ്മാറ്റിക് പ്രയറാണ് നടത്തുന്നത്. എൻ്റെ മാതാവിനെയും പിതാവിനെയും ഒരിക്കലും മറക്കാൻ കഴിയുകയില്ല. എൻ്റെ അമ്മ ഓർത്തഡോക്സ് കുടുംബത്തിലാണ് ജനിച്ചു വളർന്നത്. ഇന്നത്തെ പെന്തക്കോസ്ത് കൂട്ടായ്മയുടെ എല്ലാ പാട്ടുകളും എപ്പോഴും എൻ്റെ അമ്മ പാടി നടക്കും. എല്ലാം പ്രത്യാശയുടെ പാട്ടാണ്. അതെനിക്ക് ഇപ്പോഴും നല്ല ഓർമ്മയാണ്. ഉണ്ടെനിക്കായ ഒരു മോക്ഷ വീട്, എന്തതിശയമേ, ഇങ്ങനെയുള്ള എല്ലാ പാട്ടുകളും എല്ലാം എൻ്റെ പിതാവാണെങ്കിലും ആ ചെറുപ്രായത്തിൽ തന്നെ എല്ലാ കരിസ്മാറ്റിക് പാട്ടുകളാണ്. ഒരിക്കലും മറക്കാനാകാത്ത അവസരങ്ങളായിരുന്നു ബാല്യകാലം. എൻ്റെ സഹോദരന്മാര് ആ സമയത്ത് തന്നെ 2 പേര് ബഹറിന് കടന്നുപോയി. അവർക്ക് രോഗമായിട്ടുള്ള വിഷയങ്ങളിൽ അവർ രണ്ടും ദൈവസന്നിധിയിൽ കർത്താവിന് സാക്ഷിയാകുവാനിടയായി തീർന്നു. എൻ്റെ ഏറ്റവും ഇളയ നാത്തൂൻ മർത്തോമക്കാരിയായിരുന്നു. അവർ ബെന്തക്കോസില് ആയിരുന്നു. ആ സമയത്താണ് എൻ്റെ ഇളയ സഹോദരൻ കല്യാണം കഴിക്കുന്നത്. ബെന്തക്കോസിൽ നിന്ന് കത്തോലിക്ക സഭയിലേക്ക് ആ പ്രിയ നാത്തൂൻ ചേരുവാനും അങ്ങനെ ബെന്തക്കോസിന്റെ ഒരു വിത്ത് അതിന് മുൻകാലങ്ങളിലും ഞങ്ങളുടെ ഭവനത്തിൽ വീഴുവാനും ദൈവം സഹായിച്ചു. അങ്ങനെ 2 സഹോദരന്മാർ ബെന്തക്കോസിൽ വന്നു. അടുത്തത് 3ാമതായിട്ട് വരുന്നത് ഞാനാണ്. ഞാൻ കടന്നു വന്നതോടുകൂടി ഭയങ്കര എതിർപ്പുകൾ എൻ്റെ പിതാക്കന്മാരുടെ കുടുംബത്തിൽ നിന്നും കടന്നു വരുവാനിടയായി. അത് ഞാൻ ബെന്തക്കോസിൽ കടന്നു വരാൻ ഒരു കാരണമുണ്ടായത് എൻ്റെ സഹോദരന്മാരാരും ദേശത്തില്ല. ഞങ്ങൾക്ക് 1 ഏക്കർ 20 സെന്റ് സ്ഥലമാണ് കർത്താവ് തന്നത്. ആ 1 ഏക്കർ 20 സെന്റ് സ്ഥലത്തിൽ ഓൾറെഡി ഒരു വശത്തൂടെ നല്ല ഒരു റോഡ് ഞങ്ങളുടെ അയ്യത്തൂടെ തന്നെ പോയി. അത് കഴിഞ്ഞ് 2 സൈഡിലൂടെ പിന്നെ റോഡായി. അങ്ങനെ 1 ഏക്കർ 20 സെന്റിൽ ആ 20 സെന്റ് സ്ഥലം അങ്ങനെ റോഡെല്ലാം കൂടെ മുറിച്ചു കടന്നു. ഞങ്ങൾ വലിയ ഭാരത്തോടെ ആയിരുന്നു. എൻ്റെ പിതാവിന്റെ അനുജന്മാര് പറഞ്ഞു, അച്ചാച്ചന് ഇഷ്ടം പോലെ വസ്തുക്കളുണ്ടല്ലോ, കൂടാതെ കുറച്ച് സ്ഥലം വേറെയുണ്ട്,
അച്ചാച്ചന്റെ മക്കളൊക്കെ ഗൾഫിലാണ്, അവർക്കൊന്നിനും കുറവില്ല, അതുകൊണ്ട് അച്ചാച്ചന്റെ വസ്തു എടുത്തു എന്ന് പറഞ്ഞ് സഹോദരങ്ങളെല്ലാം ഞങ്ങളെ ഒറ്റപ്പെടുത്തിയ ഒരു കാലയളവായിരുന്നു. എന്നാൽ എന്റെ പിതാവ് വളരെ സ്നേഹത്തോടാണ് സഹോദരങ്ങളോടൊക്കെ ഇടപെട്ടതും അവരെ വളർത്തിയതും. എന്റെ പിതാവായിരുന്നു ജ്യേഷ്ഠനെങ്കിൽ ഇവരെല്ലാം ആ കാലയളവ് വരെ എന്റെ പിതാവിനെ ഒത്തിരി ബഹുമാനിക്കുകയും ആദരിക്കുകയും എന്റെ പിതാവ് ഒരു കാരണവരായിട്ട് കുടുംബത്തിൽ കാര്യങ്ങൾ നടത്തുകയും ചെയ്യുന്ന വ്യക്തിയായിരുന്നു. ഞങ്ങൾ ഇങ്ങനെ വളരെ ഭാരത്തോടെ, അപ്പോഴത്തേക്ക് എനിക്ക് 10th ഒക്കെ കഴിഞ്ഞു. പ്രീ ഡിഗ്രിക്ക് ഞാൻ പ്രൈസലോട് കയറുവാൻ സ്വർഗത്തിലെ ദൈവം പ്രീ ഡിഗ്രി പഠിക്കുവാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുന്ന സമയമായിരുന്നു. പെട്ടെന്ന് ഒരു കർത്താവിന്റെ ദാസൻ ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, നമ്മുടെ അടൂര് നെല്ലുമുകളിലുള്ള ഒരു കർത്തൃദാസനാണ് ഞങ്ങളുടെ ഭവനത്തിൽ കടന്നു വന്നിട്ട് പറഞ്ഞു, അച്ചായ കൊച്ചമ്മേ, നാളെ ഒരു സുവിശേഷ മഹായോഗമുണ്ട്, നിങ്ങൾ അന്ന് കടന്നു വരണമെന്ന്. ഞങ്ങൾ എന്ത് ചെയ്തു? പള്ളിയിലൊക്കെ വലിയ മുഖ്യാസനവും വലിയ ഇതായിട്ട് മതപരമായിട്ട് ഭയങ്കര രീതി കൂടെ കഴിഞ്ഞു പോകുന്ന ഒരു കാലയളവായിരുന്നു. കാരണം എല്ലാ കുടുംബങ്ങളിലും വൈദികരുണ്ട്, ഒന്നും ചെയ്യാൻ കഴിയാത്ത സമയം, എല്ലാവരും കൈവിട്ട ഒരു സമയം. എന്റെ പിതാവ് കർത്താവിന്റെ ആ വാക്കനുസരിച്ച്, ആ കർത്തൃദാസന്റെ വാക്കനുസരിച്ച് ശരി നമുക്ക് പോകാമെന്ന് വിചാരിച്ചു. ഞങ്ങൾ 3 പേരുടെ ആ ക്ഷണം സ്വീകരിച്ച്, അനുസരണം ബലിയേക്കാൾ ശ്രേഷ്ഠമെന്ന് പറഞ്ഞതുപോലെ ആ കർത്താവിന്റെ ദാസൻ വിളിച്ചതനുസരിച്ച് ഞങ്ങൾ ആ മീറ്റിങ്ങിൽ പങ്കെടുക്കുവാൻ കടന്നുപോയി. ആദ്യ ദിവസങ്ങൾ അവിടെ കൺവെൻഷൻ നടന്നു. യേശുവിനെ കുറിച്ച് എന്താണ് പറഞ്ഞതെന്നൊന്നും അറിയത്തില്ല. ബൈബിളൊക്കെ വായിക്കുമെങ്കിലും അതിന്റെ അകത്തുള്ള ആഴങ്ങളിലേക്ക് ഇറങ്ങുവാനോ അതിന്റെ അർത്ഥങ്ങളോ ഒന്നും അറിയില്ല. യേശുവാണ് രക്ഷകനെന്ന് അറിയില്ല. യേശുവിനോട് പ്രാർത്ഥിക്കും, മാതാവിനോടും പ്രാർത്ഥിക്കും. അങ്ങനെ ഒരു കാലയളവായിരുന്നു ഞങ്ങളുടെ കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. അവിടെ നിന്ന് ആ കർത്തൃദാസൻ പറഞ്ഞു, പിറ്റേ ദിവസം നിങ്ങൾ കൺവെൻഷന് പറഞ്ഞേ. ഞങ്ങളുടെ അവിടുന്ന് കൺവെൻഷന് കടന്നു പോകുന്നത് 5 കിലോമീറ്റർ ദൂരമാണ് ഈ ആലയത്തിൽ കടന്നു പോകുന്നത്. വളരെ ബുദ്ധിമുട്ട്, കാരണം 1989 വളരെ അതിലെ കൂടെ കടന്നു പോകാൻ വളരെ 86, 87, 88 കാലയളവിൽ കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങൾ. കാരണം റബ്ബറും തോട്ടവും കാട് മേടുകള്, ക്ഷുദ്രജീവികളെ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ. ഞങ്ങളുടെ കയ്യിൽ ഒരു വലിയ ടോർച്ചുണ്ട്. അന്ന് വാഹന സൗകര്യങ്ങളൊന്നും അധികമായിട്ടുള്ള സമയമല്ല. 87, 88 കാലയളവിൽ ഒരു വലിയ ടോർച്ചുണ്ട്. എന്റെ പിതാവ് എന്ത് ചെയ്യും? ഒരു ആളിന്റെ വലിപ്പത്തിൽ ഒരു വലിയ ചൂട്ടുകറ്റ, അങ്ങനെ 2 ചൂട്ടുകറ്റയും ഈ ടോർച്ചും കൊണ്ടാണ് ഈ 5 കിലോമീറ്റർ കർത്താവിന്റെ സുവിശേഷം കേൾക്കുവാൻ എന്റെ മാതാപിതാക്കളും ഞാനിവിടെ കടന്നു പോകുന്നത്. ഇത് ഞങ്ങളുടെ കുടുംബങ്ങളിൽ എന്റെ പിതാവിന്റെ അനിയന്മാർക്ക് ആർക്കും അറിയുകയില്ല. ഞങ്ങൾ കടന്നുപോയി. 2ാം ദിവസം, 3ാം ദിവസവും കടന്നുപോയി. 3ാം ദിവസം പകൽ സമയം 4 മണിക്ക് എനിക്ക് ഇന്നും നല്ല ഓർമ്മയുണ്ട്. അവിടുന്ന് കർത്താവിന്റെ ദാസൻ പറഞ്ഞു, അച്ചായ കൊച്ചമ്മേ, മോളെ നാളെ ഒരു ജോഡി ഡ്രസ്സ് കൂടെ കൊണ്ടുവരണം. ഞങ്ങൾക്കറിയില്ല എക്സാക്ട്ലി ഈ ഡ്രസ്സ് എന്തിനാന്ന് കൊണ്ടുപോകുന്നതൊന്നും ഞങ്ങൾക്ക് അറിയില്ല. ഇപ്പോഴതൊക്കെ ഓർക്കുമ്പോൾ കർത്താവ് ഞങ്ങളെ കണ്ടതോർത്ത് ഞങ്ങൾ ദൈവത്തിൽ എത്ര നന്ദിയുള്ളവരാണ്. ഞങ്ങൾ ഈ ഡ്രസ്സ് കൊണ്ടുപോയി. ഞങ്ങൾക്കൊരു ബൈബിൾ ക്ലാസ് എടുക്കുന്നില്ല, വിശുദ്ധി എന്താ, വേർപാടെന്താ, ഒന്നും തന്നെ ഒരു ക്ലാസ്സുകൾ എടുക്കുന്നില്ല. അറിവില്ലായ്മയുടെ സമയത്ത് പോയി സ്നാനപ്പെട്ടു, അനുസരിച്ചു. ആ അനുസരണമാണ് ഇന്നും ഞങ്ങളുടെ ജീവിതത്തിൽ വലിയവനായ കർത്താവ് ഇത്രത്തോളം ഞങ്ങളെ നടത്തിയത്. ഞാനും എന്റെ പിതാവും എന്റെ മാതാവും ദൈവസന്നിധിയിൽ ജലസ്നാനമേറ്റു. യാതൊരുവിധ ക്ലാസ്സുകളോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല. പിന്നെയും ഞങ്ങൾ ഈ ബെന്തക്കോസ്റ്റ് ചർച്ചിൽ ആരാധനയ്ക്കായി കടന്നു പോകുന്നുവെങ്കിലും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, നിങ്ങൾ ഇവിടെ പോകരുത്, അവിടെ പോകരുത്, ഇതേ ചെയ്യും, ഒന്നും ഞങ്ങളോട് പറഞ്ഞിട്ടില്ല. സത്യം എന്തെന്ന് അറിയത്തില്ല. അങ്ങനെ എന്റെ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു. ഞാൻ നേഴ്സിംഗിന് കടന്നുപോയി. എനിക്ക് എവിടെ നിൽക്കണം, എങ്ങനെ പോകണമെന്ന് അറിയുന്നില്ല. നേഴ്സിംഗ് കഴിഞ്ഞ സമയത്താണ്. വന്ന സമയത്ത് എനിക്ക് വിവാഹാലോചന വന്നു. വിവാഹാലോചന വന്നപ്പോൾ എനിക്ക് അന്നേരം പരിശുദ്ധാത്മാവിന്റെ ഹൃദയത്തിൽ പറയുന്നു, അയ്യോ നീ സ്നാനപ്പെട്ടതല്ലേ, പിന്നെ എങ്ങനെ നീ ഈ വിവാഹത്തിന് എഗ്രിയാകും? ഒന്നും പറയുന്നില്ല. പരിശുദ്ധാത്മാവാണ് സംസാരിക്കുന്നതെന്നൊന്നും അറിയത്തില്ല. അങ്ങനെ എന്റെ കൂടെ ഒരു വാത്സല്യ അമ്മാമയുണ്ടായിരുന്നു. അമ്മാമ്മയുടെ പേര് തങ്കമ്മ എന്നാണ്. കർത്താവിന്റെ ദാസൻ സണ്ണി, അദ്ദേഹം എക്സ് മിലിറ്ററി ആയിരുന്നു. കർത്താവിന്റെ വേല ചെയ്യുന്ന ഒരു കുടുംബം. ആ തങ്കമ്മാമി എന്ന് പറയുന്ന അമ്മാമ കർത്തൃദാസന്റെ ഭാര്യ എന്നോട് പറഞ്ഞു, മോളെ ഇത് ദൈവഹിതമാ, കർത്താവിന് നിന്നെ ആ ദേശത്ത് വലിയവ ചെയ്തെടുക്കാനുണ്ട്. അത് അനുസരിച്ചു. വിവാഹാലോചന വന്നപ്പം എന്റെ ഹസ്ബൻഡിന്റെ മാതാപിതാക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ്. അവർക്ക് ഈ വിവാഹം മതി, മറ്റൊന്നും അവർക്ക് വേണ്ട. അന്നേരം എന്റെ മാതാപിതാക്കളും ഇതിന് അനുകൂലമല്ലായിരുന്നു, അവരും എതിര് നിന്നു. പക്ഷേ എന്റെ സഹോദരൻ
ഇരുവരും ഗൾഫിലായിരുന്നു. അവര് പറഞ്ഞു, അപ്പച്ച സ്നാനപ്പെട്ടതാണെങ്കിലും കർത്താവിന് എന്തോ ഒരു വലിയ പദ്ധതി നമ്മുടെ കുഞ്ഞിനെ കൊണ്ടുണ്ട്, അതുകൊണ്ട് ദൈവഹിത പ്രകാരം ഇതിന് സമ്മതിക്കാൻ പറഞ്ഞു. അങ്ങനെ എന്റെ സഹോദരന്മാര് പറഞ്ഞു, എന്റെ വിവാഹം കഴിഞ്ഞു, കത്തോലിക്ക സഭയിലാണ് എന്നെ കല്യാണം കഴിച്ചു കൊണ്ടുപോയത് ആരംഭത്തിലൊക്കെ. അങ്ങനെ എന്റെ ഭവനത്തിൽ നിന്ന് വേർപെട്ടു. എങ്കിലും എനിക്ക് ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട് ദൈവസന്നിധിയിൽ. അന്ന് ഞങ്ങളുടെ വീട്ടിൽ കല്യാണമൊക്കെ കഴിഞ്ഞ സമയത്ത് പെന്തക്കോസ്തുകാരുടെ ഒരു പ്രാർത്ഥന വെച്ചപ്പോ എന്റെ മൂത്ത സഹോദരന്റെ മോൻ അച്ഛനുണ്ട്, വേറെ മൂത്ത ഒരു മോനും ഇളയ ഒരു മോനും, ഒരു 3 മക്കളാണ്. അവരെന്നോട് പറഞ്ഞു, അവര് ഞങ്ങൾ അകത്തിരുന്ന് പ്രാർത്ഥന വെച്ചപ്പോ അവിടെ ഒരു കർത്തൃദാസ് അവിടെ ദൈവാലോചന പറഞ്ഞ ഒരു ദൈവാലോചനയാണ്. ഞാൻ ഈ മകളെ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോയി കൃത്യമായി അവളോട് ഇടപെടും. പക്ഷേ അത് പറഞ്ഞപ്പം വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം മരുഭൂമി എന്താ, ഗൾഫ് എന്തുവാ, ഒന്നും അറിയാത്ത ഈ ഒരു കാലയളവ്, ഒന്നിനെ കുറിച്ചും അറിയാത്ത ഒരു കാലം ഞാൻ ഇന്നും അത് ഓർക്കുന്നുണ്ട്. ആ പറഞ്ഞ ആ പ്രിയ മകൾ ആരാണെന്ന് പോലും എനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. നിന്നെ ഞാൻ വശീകരിച്ച് മരുഭൂമിയിൽ കൊണ്ടുപോകും, നിന്നോട് കൃത്യമായി ഞാൻ സംസാരിക്കും. അതിങ്ങനെ പറഞ്ഞേ, പ്രിയ പിതാവേ, ഇവിടുത്തെ ഇളയ മകളോടാണ് ഈ ദൈവാലോചന എന്ന് പറഞ്ഞു. അപ്പോൾ ഈ പ്രാർത്ഥന കടന്നു വരുന്ന എല്ലാ ജനത്തും എന്റെ മാതാപിതാക്കൾ ഫുഡ് കൊടുക്കും. അത് ഞങ്ങളുടെ വീട്ടിലെ ഒരു ശീലമാണ്. എന്റെ പിതാവ് നല്ല ഒരു കൃഷിക്കാരനായിരുന്നു, ഒരു നല്ല വൈദ്യനായിരുന്നു, ഒരു നല്ല ബിസിനസ്സുകാരനായിരുന്നു. അതിലുപരിയായി കർത്താവുമായിട്ട് നല്ല ആഴത്തിലുള്ള ഒരു ബന്ധമുണ്ടായിരുന്നു. ഞങ്ങളെ നന്നായി ഞങ്ങളുടെ പ്രിയ പിതാവും മാതാവും ചെറുപ്രായം തൊട്ട് മറ്റുള്ളവരുടെ സാധനങ്ങൾ മോഷ്ടിക്കരുത്, മറ്റുള്ളവരെ ആഗ്രഹിക്കരുത്, വിശേഷ ദിവസങ്ങൾ വരുമ്പം ബന്ധുക്കൾ വീട്ടിൽ പോകരുത്, നമ്മുടെ വീട്ടിൽ ഭക്ഷണമില്ലെങ്കിലും മറ്റൊരു വീട്ടിൽ, ഇങ്ങനൊക്കെ നല്ല ക്ലാസ്സുകൾ എടുത്ത് എന്റെ മാതാപിതാക്കള് ഞങ്ങളെ വളർത്തി. അത് എന്റെ മാതാവ് എപ്പോഴും എനിക്കൊരു ഭയങ്കര മാതൃകയാണ്. എന്റെ മാതാവ് പറയും, കുഞ്ഞുങ്ങളെ അയല് വീട്ടിൽ പോകരുത്, അയല് വീട്ടിൽ ആരോടും സംസാരിക്കണം, മറ്റൊരു മനുഷ്യരുടെ കാര്യം അങ്ങോട്ടും ഇങ്ങോട്ടും പറയരുത്. ഇത് ഒരു 4-5 വയസ്സ് തൊട്ടേ കേട്ട് വളരുന്ന ഒരു വ്യക്തിയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ ആരാധന നടക്കുക, അന്നേരം ഞങ്ങളുടെ വീട്ടിൽ ഈ ഭക്ഷണങ്ങൾ 10-100 പേരുണ്ട്. ഇവർക്ക് ഭക്ഷണം ഒരുക്കുന്നത് എന്റെ മാതാവും. അന്നത്തെ കാലത്ത് 87-88 കഴിഞ്ഞു. ഞാൻ പ്രീ ഡിഗ്രി ഒക്കെ കഴിഞ്ഞു, നേഴ്സിംഗ് ഒക്കെ കഴിഞ്ഞു, കല്യാണം കഴിഞ്ഞുള്ള സമയത്തെ കാര്യം പറയും. അന്നേരം എന്റെ നാത്തൂനും, എനിക്ക് 93-ലാണ് കല്യാണം കഴിഞ്ഞ അടുത്ത സമയത്തായി പ്രാർത്ഥന നടക്കുന്നത്. അന്നേരം എന്റെ നാത്തൂനും ആങ്ങളെയും കുഞ്ഞുങ്ങളും എല്ലാവരും ഉണ്ട്. കാരണം എന്റെ പിതാവിന് ഭയങ്കര സ്നേഹമാണ്, മൂത്ത മകനാണ്. അവരാ ഇന്ന് വരെ രക്ഷയിലേക്ക് വരാത്തത്. എന്റെ ആങ്ങളെയും എന്റെ ഹസ്ബൻഡും എന്ന് വെച്ചാൽ കർത്താവിന്റെ ദാസനും ഈ ആൺകുഞ്ഞുങ്ങൾ 3 പേരൂടെ വെളിയിലാണ്. എന്റെ നാത്തൂനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ട്. എന്റെ ഒരു അമ്മയെ പോലെയാണ്. വളരെ സ്നേഹത്തോടും വളരെ ലാളനയോടും നല്ല ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്ന ഒരു സഹോദരിയാണ്. എന്റെ അമ്മയോട് കൂടെ എല്ലാ കാര്യത്തിലും ഞങ്ങളെ ഒരു കുഞ്ഞിനെ പോലെ സഹോദരി ഇപ്പോഴും ഞങ്ങളെ കാണുന്നത്. ഇവര് ഭക്ഷണം വെക്കുന്നു, കാരണം അന്നത്തെ കാലത്ത് ഈ നാടൻ ഫുഡാണല്ലോ ഏറ്റവും കൂടുതൽ കൊടുക്കുന്നത്. അകത്ത് നിന്ന് ഭക്ഷണം വെക്കുന്നു. പ്രാർത്ഥനയ്ക്ക് ആൾക്കാർ വന്നപ്പോ എന്റെ നാത്തൂൻ മാത്രം, സിസ്റ്ററിലോ മാത്രം കിച്ചണിലുണ്ട്. ഞാനും എന്റെ പിതാവും എന്റെ മാതാവും ഞങ്ങൾ പ്രാർത്ഥനയിലിരുന്നു. കർത്തൃദാസൻ വചനം ഘോഷിച്ചുകൊണ്ടിരുന്നു. എന്റെ ഹസ്ബൻഡ് പാസ്റ്ററാണ്. അദ്ദേഹം എന്ത് ചെയ്തു, അദ്ദേഹവും എന്റെ ആങ്ങളെയും കൂടി ഈ പ്രാർത്ഥനയ്ക്ക് ഇരുന്നവരുടെ ചെരുപ്പുകളെല്ലാം എടുത്ത് ഞങ്ങളുടെ വസ്തുവിൽ തെങ്ങിന്റെ മണ്ടയിലും ചീനി കപ്പയിലും അവിടെ ഇവിടെ എല്ലാം ദൂര സ്ഥലങ്ങളിൽ അദ്ദേഹവും ഇവർ 2 പേരൂടെ എറിഞ്ഞു, മക്കളൂടെ കൂടി. ഇവർക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ല. ബന്ധക്കോസുകാരെന്ന് വെച്ചാൽ കലിപ്പ, ഇവർക്ക് എപ്പോഴും കളിയാക്കും. പിന്നെ എപ്പോഴും ബന്ധക്കോസുകാരെ കളിയാക്കും. സ്തോത്രമല്ല, ഇവര് സ്തോത്രം എന്ന് പറഞ്ഞാണ് ഇവരെല്ലാം കളിയാക്കുന്നത്. ഈ ബന്ധക്കോസിൽ ചേർന്ന ഒരു പ്രശ്നം മാത്രമേ ഞങ്ങളുടെ പിതാക്കന്മാർക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലുള്ളൂ. കാരണം ഒരുപാട് വൈദികരുണ്ട്. ഈ മാവേലിക്കരയിലും ബത്തേരിയിലും പിന്നെ കോട്ടയത്തും അവിടെ ഇവിടെയൊക്കെ ഇരിക്കുന്ന റൂമിലും ഒക്കെ ഉള്ള ഒരുപാട് സഹോദരങ്ങൾ, എന്റെ ആങ്ങളമാരുടെ മക്കൾ ഒക്കെ ഒരു വൈദിക കുടുംബമല്ലേ. അന്നേരം ഇവർക്ക് ഭയങ്കര ആക്ഷേപം. ഞങ്ങളുടെ മൂത്ത സഹോദരനല്ലേ ഞങ്ങളെ ഇതായിട്ട് പോയേക്കുന്നതെന്ന് പറഞ്ഞ് എടുത്തെറിഞ്ഞു. അന്നത്തെ കാലത്ത് എന്റെ വീട്ടില് കരണ്ട് പരിമിതം. അതിന് എന്റെ പിതാവ് എന്ത് ചെയ്തു, വലിയൊരു വിളക്കെടുത്ത് കത്തിച്ച് ചെരുപ്പ് നോക്കുക. അവിടെ എല്ലാം ആരുടെയും ചെരുപ്പ് കിട്ടുന്നില്ല. അങ്ങനെ ഒരു വലിയ പ്രതികൂലം അന്നേ ഈ ഭവനത്തിൽ ഉണ്ടായിരുന്നു.
അവസാനം എന്റെ മൂത്ത ആങ്ങളയുടെ ആ വിളക്ക് കൊണ്ട് എന്റെ മൂത്ത സഹോദരന്റെ ചെള്ളയ്ക്ക് തന്നെ ഒരൊറ്റ കുത്തു കൊടുത്തിട്ട് പറഞ്ഞു, നീ ഇതിനെല്ലാം കണക്ക് കൊടുക്കേണ്ട ഒരു സമയം വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എന്ത് ചെയ്തു? വളരെ വേദനയോടെ, വഴക്കൊന്നും വിട്ടില്ല. ദൈവമക്കള് സാധുക്കള് അവരെല്ലാം പിരിഞ്ഞുപോയി. സമയങ്ങൾ കഴിഞ്ഞില്ല. സത്യം പറയാൻ വളരെ വേദനയാണ്. എന്റെ മൂത്ത ആങ്ങളയുടെ ഇച്ചേരി പറഞ്ഞ ഈ കുഞ്ഞ് ഒത്തിരി സാക്ഷ്യം പറയാൻ അതിനകത്തുണ്ട്. ഈ ലോകത്ത് നിന്ന് അവൻ മാറ്റപ്പെട്ടതല്ല. അവൻ നിന്ന ഒരു മഠത്തിൽ നിന്നും അവനെ കൊല്ലുകയായിരുന്നു സമയത്ത് ഞാൻ പറഞ്ഞു, നമുക്ക് വേണേ FIR തയ്യാറാക്കാം. അന്നേരം അവന്റെ അനിയൻ കുഞ്ഞ് ഇതുപോലൊക്കെ അച്ഛനായി പഠിക്കാൻ പോയി. അന്നേരം ഉടനെ എന്റെ പിതാവ് പറഞ്ഞു, എന്റെ ഈ ബ്രദർ പറഞ്ഞു, ബ്രദറിനെ കൊണ്ട് അവരെന്ത് ചെയ്തു? കുഞ്ഞിന്റെ മരണം അറിഞ്ഞു ഉടനെ പോയി അങ്ങ് ഒപ്പിടിപ്പിച്ച്, ഞങ്ങൾക്കൊരു പ്രശ്നവും ഇല്ല ഈ കുഞ്ഞ് മരിച്ചതിലെന്ന് പറഞ്ഞിട്ട്. എന്നേക്കാൾ 7 വയസ്സ് എളുപ്പമാണ് ഈ കുഞ്ഞ്, അവൻ മരിച്ചത് ഒരു വിഷയമില്ലെന്ന് പറഞ്ഞിട്ട് ഒപ്പിടിപ്പിച്ച് ഇവർ അങ്ങ് സോൾവ് ചെയ്തു. ഈ ചെങ്ങന്നൂരാണ് നടന്നത്. ഞാൻ ആ മഠത്തിന്റെ പേരൊന്നും പറയുന്നില്ല, കാരണം എത്രയോ നല്ല കന്യാസ്ത്രീകളും എത്രയോ നല്ല വൈദികരുമുണ്ട്. നമ്മൾ അതുകൊണ്ട് ഞാൻ അവരെ കുറ്റം പറയുന്നില്ല. ആ പൊന്നുമോൻ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് അവന്റെ സഹോദരൻ അച്ഛനായി, പ്രശ്നങ്ങൾക്കൊന്നും പോയില്ല. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ സഹോദരന് ഇപ്പം ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടു. അങ്ങനെ ഞാൻ എന്റെ പ്രിയപ്പെട്ട ഹസ്ബൻഡിനോട്, കർത്തൃദാസനോട് പറഞ്ഞു, ഇത് ദൈവകോപം തന്നെയാണ്. കർത്താവ് നിങ്ങളെ വിളിച്ച് വേർതിരിച്ചുകൊണ്ടാണ് ഈ ഒരു അനർത്ഥം നമ്മുടെ കുടുംബത്തിൽ വരാഞ്ഞത്. ദൈവം അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ കർത്തൃദാസനെ കണ്ടുകൊണ്ടാണ്. ആ ടോപ്പിക്ക് അവിടെ നിർത്തുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്കൊരു മകനുണ്ടായി. മോന്റെ പേര് ക്രിസ്ത്യൻ എന്നാണ്. അടിക്കടി ഞങ്ങളുടെ ജീവിതത്തിൽ പ്രതികൂലങ്ങളായി. അവിടുന്ന് എനിക്ക് അപ്പോഴേ എന്റെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടാൻ തുടങ്ങി. ദൈവവചനം പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ എനിക്ക് ആരുമില്ല. കാരണം എന്റെ ബ്രദേഴ്സ് ആ കുടുംബങ്ങളെല്ലാം ഗൾഫ് കൺട്രികളിലാണ്. കുടുംബത്ത് ആരുമില്ല ഒരു ആശ്വാസ വാക്കുകൾ പറയാൻ. അവിടുന്ന് എന്നെ കല്യാണം കഴിച്ചുകൊണ്ട് വന്ന സ്ഥലത്ത് എന്റെ ഹസ്ബൻഡ് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. അദ്ദേഹം ദൈവത്തെ കണ്ടിട്ടില്ല. ഈ ദേശത്തെല്ലാം പാട്ടായി. സെബാസ്റ്റ്യൻ കല്യാണം കഴിച്ച ബന്ധക്കോസുകാരിയാണ്. അങ്ങനെ ഇഷ്ടം പോലെ അപവാദങ്ങളും ആക്ഷേപങ്ങളും നിന്ദകളും തുപ്പുകളും ഈ ദേശത്ത് നിന്ന് എനിക്ക് കിട്ടുവാനിടയായി. അവിടുന്ന് എന്നെ പിടിച്ച് വലിച്ച് കത്തോലിക്ക പള്ളി കൊണ്ടുപോകും. ഇവിടുന്ന് 100 മീറ്ററേ ഉള്ളൂ ഈ കത്തോലിക്ക പള്ളി. ഞങ്ങളിപ്പം ഈ കർത്താവിന്റെ ഈ സാക്ഷ്യം പറയുന്ന സ്ഥലത്ത് നിന്ന് 100 മീറ്ററേ ഉള്ളൂ കത്തോലിക്ക പള്ളി. എന്നെ വലിച്ചു പിടിച്ചു കൊണ്ടുപോകും. ഞാൻ ഏറ്റവും പുറകിൽ ചെന്ന് അവിടെ ഇരുന്ന് ഇവര് കുരിശു വരയ്ക്കുമ്പോൾ ഞാൻ കുരിശു വരയ്ക്കാനോ ഈ കൃപാന കൈക്കൊള്ളുവാനോ ഒന്നും ഞാൻ പോകത്തില്ല. ആത്മാവിനോട് വ്യക്തമായ ആ സമയങ്ങളിൽ തന്നെ എന്നോട് ഇടപെടാൻ തുടങ്ങി. ചില ദിവസങ്ങളൊന്നും ഞാൻ പോകത്തില്ല. അവിടുന്ന് ഈ കല്യാണം കഴിഞ്ഞ് വന്നപ്പോഴേ അവിടെയുള്ള ഒരു സിസ്റ്റർ, ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല, ആ സിസ്റ്റർ എന്നോട് പറഞ്ഞു, ബന്ധക്കോസുകാരുടെ ബൈബിള് മോളെ ചുട്ടരിച്ച് കളയണം. ബന്ധക്കോസുകാരുടെ ബൈബിള് ചുട്ടരിച്ച് കളയണം. അത് വചനമല്ല. എന്നാലും എനിക്കും വചനത്തിൽ കൂടെ ആഴത്തിലൊന്നും അറിയത്തില്ല. മറുപടി കൊടുക്കാൻ ഞാൻ വളരെ വേദനയോടെ ദൈവസന്നിധിയിലായി ഞാൻ ഭവനത്തിൽ വന്നു. പിന്നെ ഞാൻ ഈ പള്ളിയിലോട്ട് പോകാൻ ഭയങ്കര മടിയായിരിക്കും. ഞാൻ പള്ളിയിൽ പോകാത്ത സമയം ഇദ്ദേഹം എന്ത് കൊടുക്കും, ഈ കന്യാസ്ത്രീകളും അച്ഛന്മാരും എല്ലാം കൂടി ഇദ്ദേഹത്തെ ഇളക്കി വിടും. സെബാസ്റ്റ്യൻ, നീയാണ് കല്യാണം കഴിച്ചത്, അവളല്ല നിന്നെ കെട്ടിയത്. നീ ഒരു കാര്യം ചെയ്യാം, അവളെ പള്ളി വലിച്ചു കെട്ടിക്കൊണ്ട് വരണം, അല്ലെ നല്ല ഉപദ്രവിച്ചേക്കാൻ പറഞ്ഞു. ഇദ്ദേഹം എന്ത് ചെയ്യും, ഞാൻ കിച്ചണിൽ ജോലിയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കും. വലിയ ഒരു വടിയൊക്കെ ആയിട്ടാ വരുന്നത്. വടി മറച്ചു വെച്ചിട്ട് എന്നെ തലകന വിലകി അടിച്ചിട്ടുണ്ട്. അടിയൊക്കെ ഞാൻ ഒരക്ഷരവും മിണ്ടാറില്ല. അതൊക്കെ ദൈവനാമം മഹത്വത്തിൽ കർത്താവിന്റെ ജീവിതത്തിൽ തീർത്തു. അത് കഴിഞ്ഞ് ഫാമിലി ആയിട്ട് എന്നെ അമ്പാലയിൽ കൊണ്ടുപോയി. അമ്പാലയിൽ ഞാൻ ജോലി ചെയ്തു. അവിടെ ഞങ്ങൾക്ക് നാട്ടിൽ വെച്ചൊരു മോനെ തന്നു. അമ്പാലയിൽ ഞാൻ ജോലിക്ക് പോയി, ഇദ്ദേഹവും ജോലിക്ക് പോയി. ഏകദേശം 4 വർഷത്തോളം അമ്പാലയിൽ നിന്ന സമയത്താണ് എനിക്ക് പെൺകുഞ്ഞുണ്ടായപ്പോൾ ഡെലിവറി സമയത്ത് ഇഞ്ഞു വന്നു, നാട്ടിൽ വന്നപ്പോ ഇദ്ദേഹത്തിന് സിക്കിമി പോസ്റ്റിംഗ് ഞാൻ. പിന്നെയും വേഗത്തിൽ ഒരു പ്രതികൂലം ഞങ്ങളുടെ കുടുംബത്തിൽ ഞാൻ ജനിച്ചു വളർന്ന വീട്ടിലുണ്ടായി. വീണ്ടും ഇവര് ഈ റോഡ് തന്നെ വീണ്ടും ഞങ്ങളുടെ സ്ഥലം മാത്രം എടുത്ത് റോഡ് വെട്ടി ഞങ്ങളെ തകർക്കണം. കാരണം അവർക്ക് ഇഷ്ടം പോലെ ഉണ്ട്, നമുക്ക് ഇഷ്ടമുള്ള റോഡ് വെട്ടാമെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത 2 സൈഡിൽ കൂടി ഇവര് റോഡ് വെട്ടാൻ എല്ലാം തയ്യാറാക്കി. അപ്പോൾ ഞാൻ കുഞ്ഞ് ജനിച്ചതേ ഉള്ളൂ. ഞാൻ വിചാരിച്ചു, ദൈവമേ, പിതാക്കന്മാര് കണ്ട വസ്തു ഇങ്ങനെ കൊടുക്കാൻ പാടില്ലല്ലോ. എന്റെ മൂത്ത സഹോദരിയുണ്ട്, എന്റെ വാർദ്ധക്യത്തിലായിരിക്കുന്ന അമ്മയുണ്ട്, ഞാനും എന്റെ കുഞ്ഞും സഹോദരിയുടെ 2 കുഞ്ഞ്, ഞങ്ങൾ ഇത്രയും പേരാ വീട്ടിൽ താമസിക്കുക. ഞങ്ങളുടെ വീട്ടിൽ ആണുങ്ങൾ ആരുമില്ല. കാരണം ഈ ചേച്ചിയുടെ ഹസ്ബൻഡും
ഗൾഫിലാണ്, സഹോദരന്മാരെല്ലാം ഗൾഫില്. ഒരു സഹോദരൻ നാട്ടിലുണ്ട്, ഈ അച്ഛന്റെ പിതാവ് നാട്ടിലുണ്ട്. അദ്ദേഹം ഞങ്ങൾ അവിടെ നിന്ന് 1 കിലോമീറ്ററോളം ദൂരെയാണ് താമസിക്കുന്നത്. ഞങ്ങളുടെ വീടിന്റെ അടുത്തുള്ള ഒരു വ്യക്തിയാണ് ഞങ്ങൾക്ക് ഏറ്റവും ഭാരമായിരിക്കുന്നത്. ഇദ്ദേഹം വന്ന് BJP-യിൽ അന്ന് ഇദ്ദേഹം പാർട്ടി മാറി മാറി ഇപ്പോൾ BJP-യിലാണ്. ഞങ്ങൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഞാൻ കൊണ്ട് കേസ് കൊടുത്തു. കാരണം പാർട്ടിക്കാരും നമുക്ക് അനുകൂലമില്ല. CPM, കോൺഗ്രസും BJP ഇവരാരും നമുക്ക് അനുകൂലമില്ല. ഇവരെല്ലാം നമുക്ക് എതിരാണ്. ഈ റോഡ് വെട്ടാനെല്ലാം തയ്യാറെടുത്തു. പെട്ടെന്ന് എൻ്റെ കൂടെ പഠിച്ച ഒരു സഹോദരന്റെ പോയി കണ്ടു. ദൈവമായിട്ട് ഞങ്ങളെ അയച്ചു. അവിടെയും പോകണമെങ്കിൽ രാത്രി 1 മണിക്ക് എനിക്ക് ആ വീട്ടിൽ പോകാനൊക്കും. അതും പോകുന്നത് വളരെ ദുർഘടമേറിയ, ആൾക്കാർ താമസമില്ലാത്ത ഒരു 2-3 കിലോമീറ്റർ ഉള്ളത് 2.5 കിലോമീറ്റർ റബ്ബറും തോട്ടത്തിൽ കൂടെ പോകുന്നത്. കാരണം ഞങ്ങൾക്ക് 4 വശവും ആ സമയത്ത് ശത്രുക്കളായി. ഞങ്ങളെ എങ്ങനെയും തകർക്കണം, ഞങ്ങളെ കൊല്ലണം. അന്ന് പാസ്റ്റർ സിക്കിമിലാണ്. ഒന്നും ഒക്കാത്ത ഒരു സമയം എന്റെ സഹോദരനെ ദൂരത്തുനിന്ന് വിളിക്കും. അദ്ദേഹം വരും. ഈ റബ്ബറും തോട്ടത്തിലൂടെ ഞാനും ഇദ്ദേഹവും കൂടെ. ഈ RSS ആണ്, ഞാൻ മെൻഷൻ ചെയ്യുന്നില്ല പേര്. കാരണം നമുക്ക് ഉപകാരം ചെയ്തവരെ ഒരിക്കലും നമ്മൾ ഉപദ്രവിക്കുന്നത് ശരിയല്ലല്ലോ. ഈ സഹോദരൻ എന്ത് ചെയ്യും, RSSന്റെ BJP-യുടെ മുന്നിൽ നിന്നിട്ട് എന്നെ എടോ എന്നാണ് വിളിക്കുന്നത്. കൂടെ പഠിച്ച ഇതായതുകൊണ്ട് എടോ ഞങ്ങൾ കൂടെ ഉണ്ട്, ഇയാൾ വിഷമിക്കേണ്ട എന്ന് പറഞ്ഞു. ഇദ്ദേഹം തന്നെ, എനിക്കറിയില്ല എനിക്ക് ഈ കഴിവൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്ന്. ഇദ്ദേഹമാണ് ഈ എന്നോട് പറഞ്ഞത്. ആപ്ലിക്കേഷൻ സ്റ്റേഷനിൽ കൊടുക്കാനുള്ള മാറ്ററൊക്കെ ഇദ്ദേഹം പറയും, ഞാൻ എഴുതും. അങ്ങനെ ഞങ്ങൾ അടൂർ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവന്ന് ഒന്ന് കേസ് കൊടുത്തത് അന്നത്തെ സർക്കിൾ ഇൻസ്പെക്ടറിന്റെ ഞങ്ങൾക്കെതിരെ നിൽക്കുന്ന ആ വ്യക്തിയുടെ പേര് തങ്കപ്പൻ എന്നാണ്. അദ്ദേഹത്തിന്റെ പേര് മാത്രം വെച്ചു. പിന്നെ ഞങ്ങളുടെ ജീവനും സ്വത്തിനും സർക്കിൾ ഇൻസ്പെക്ടറാണ് അതിന്റെ ഫുള്ള് റെസ്പോൺസിബിലിറ്റി എന്ന് വിഷയം വെച്ചു. ഒരു കേസ് അവിടെയും കൊടുത്തു. ആ കൂടെ തന്നെ ഞങ്ങൾ ഹൈക്കോടതിയിൽ പോയി. ദൈവകൃപയാൽ ആ കേസ് ഞങ്ങൾക്ക് അനുകൂലമായി വരുന്ന റിട്ട് കൈ കിട്ടി. അജീനാന്തകാലം റോഡ് വെട്ടരുന്നുള്ള റിട്ട് കൈ കിട്ടി. അപ്പോഴത്തേക്ക് ഞങ്ങളുടെ ഓപ്പോസിറ്റ് പാർട്ടി എന്ത് ചെയ്തു, റോഡ് വെട്ടാനുള്ള എല്ലാ സന്നാഹങ്ങളും ഒരുക്കി വെച്ചു. അവിടുന്ന് ഞങ്ങളുടെ വീട്ടിൽ കർത്താവ് ഒരു ദൂതനെ അയച്ചു. ഈ ദൂതൻ ഞങ്ങളുടെ വീട്ടിൽ കൃഷി ചെയ്യുന്ന ആളാണ്. ഇന്ന് അദ്ദേഹം ഉണ്ടോന്ന് എനിക്കറിയില്ല. അദ്ദേഹത്തിന്റെ പേര് അതുകൊണ്ട് മെൻഷൻ ചെയ്യുക. ജോർജ് എന്നാണ്. ജോർജും ലീലയുമാണ് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് വരുന്നത്. എല്ലാ കാര്യങ്ങളും അവരാണ് വീട്ടിൽ ചെയ്യുന്നത്. ഇദ്ദേഹം രാത്രിയിൽ 9 മണിക്ക് വന്ന് എൻ്റെ അമ്മച്ചിയോട് പറഞ്ഞു, കൊച്ചമ്മേ, നാളെ ഇവിടെ റോഡ് വെട്ടുക, നിങ്ങൾ പോയതെല്ലാം വൃഥായായി പോകും. രാത്രിയിൽ 9 മണിക്ക്. അപ്പൊ തന്നെ ഞാനും എൻ്റെ ചേച്ചിയും എൻ്റെ ബ്രദറിനെ വിളിക്കാൻ, ബ്രദറിന്റെ വീട്ടിൽ പോണേ 1 കിലോമീറ്റർ മേളുണ്ട്. എൻ്റെ ബ്രദറിനെ വിളിക്കാനെ കൊണ്ട് ഞങ്ങൾ അവിടുന്ന് കടന്നുപോയി. ചേച്ചി വന്ന വഴിക്ക് വീട്ടിൽ വിട്ടിട്ട് ഞാനും എൻ്റെ ബ്രദറും കൂടെ പോയി. അന്നേരം ഇദ്ദേഹം പറഞ്ഞു, വെളുപ്പിനെ 5 മണിക്ക്, പിറ്റേന്ന് സൺഡേ ആണ്, വെളുപ്പിനെ 5 മണിക്ക് തന്നെ പോലീസ് സ്റ്റേഷനിൽ പോയി സർക്കിളിന് പേപ്പർ കൊടുത്ത് വിവരം അറിയിക്കണം, അല്ലേ പിന്നെ നമ്മൾ ചെയ്തത് ഫലമില്ലാതായി പോകും. അന്ന് ഓട്ടോയൊക്കെ വളരെ റെയറാണ്. ബസ് കയറണമെങ്കിൽ 4 കിലോമീറ്റർ പഴകുളത്ത് പോകണം, അല്ലെ 3 കിലോമീറ്ററോളം നെല്ലിമുകളിൽ പോകണം. നമുക്ക് അന്ന് ഫോൺ ഫെസിലിറ്റീസ് ഒന്നും ഇല്ലാത്ത സമയമാണ്. ഞാൻ ഈ വെളുപ്പിനെ തന്നെ ഒരു 5 മണി ആയപ്പോൾ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വാസത്തോടെ ഭയമില്ലാതെ നെല്ലിമുകൾ വരെ നടന്നു പോയി. അവിടുന്ന് ബസ് കയറി അടൂർ ചെന്നപ്പം ഇദ്ദേഹം എന്നോട് പറയുകയാണ്, ഈ സർക്കിൾ ഇൻസ്പെക്ടർ പറയുകയാണ്, അയ്യോ എന്നെ വിളിക്കുന്ന പട്ടാളം എന്നാ. പട്ടാളമേ, ഞാൻ എന്ത് ചെയ്യാനാ, എനിക്ക് ഒന്നും ചെയ്യാൻ ഒക്കത്തില്ല. ഇന്ന് പോലീസുകാരെല്ലാം അവിടെ എന്തോ ഈ ഇതൊക്കെ നടക്കുന്ന സമയമാണ്, ഇലക്ഷൻ നടക്കുന്ന സമയം, ആരുമില്ല. SI പോലും എങ്ങോട്ട് പോയെന്ന് അറിയുന്നില്ല, ആരുമില്ല, എന്ത് ചെയ്യും? ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് അറിയത്തില്ല, സാറിന്റെ പേരല്ലേ ഒന്ന്. ഞങ്ങൾ സാറിനെ കൂടി ഇതിൽ മെൻഷൻ ചെയ്തുകൊണ്ട് സാറിന്റെ തൊപ്പി ഒരിക്കലും തെറിക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. കാരണം നമ്മൾ അറിയിക്കാനുള്ളത് ഞാൻ അറിയിച്ചു, സാർ എന്താണെന്ന് വെച്ചാൽ ചെയ്യാം. ഞാൻ വീട്ടിൽ വന്നില്ല. അതിനു മുൻപ് വലിയ ഈ ഒരു 2 വണ്ടി പോലീസ്, ഞാൻ വീട്ടിൽ വന്നില്ല, വീട്ടിൽ വരുന്നതിന് മുൻപ് 2 വണ്ടി പോലീസ് ഞങ്ങളുടെ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് എന്നോട് അതിലുള്ള പോലീസുകാർ ഒത്തിരി നല്ലവരുണ്ട്. സർക്കിൾ ഇൻസ്പെക്ടർ, SIമാരൊക്കെ ഒത്തിരി നല്ലവരുണ്ട്. നീതിക്ക് വേണ്ടി ഇന്നും നിൽക്കുന്നവരുണ്ടെന്നുള്ള കാര്യം നമ്മൾ മറന്നു പോകരുത്. ഇവരും ചെയ്ത് എന്നോട് പറഞ്ഞു. അന്നേരം ഈ കുഞ്ഞിനും 2 മാസമായ കുഞ്ഞിനെ ഞാൻ കയ്യിൽ, അന്നേരം പ്രതിയായിട്ട് എന്നെ അല്ല കേസിന് കൊടുക്കാൻ വെച്ചിരിക്കുന്നത്. എനിക്ക് ഗൾഫിന് പോകാനുള്ള എല്ലാ കാര്യങ്ങളും ഒത്തിരിക്കുക. ഏത് നിമിഷവും ഞാൻ പോകും. കേസ് ഉണ്ടായി പാനൊക്കത്തില്ലല്ലോ. എനിക്ക് ഇന്റർവ്യൂവും ടെസ്റ്റും എല്ലാം കഴിഞ്ഞ് ഞാൻ പാസ്സായി.
ഏത് നിമിഷവും വിസ വരും, ആ ഇതിൽ നിൽക്കുക. അന്നേരം എന്റെ കുഞ്ഞിന് 2 മാസമായതേ ഉള്ളൂ. അന്നേരം അതിലൊരു SI സാർ എന്നോട് പറയുക, കുഞ്ഞങ്ങ് അകത്തു പോകും. കാരണം ഇവക്ക് എന്ന് വെച്ചാൽ ഈ തങ്കപ്പന്റെ ഭാര്യയ്ക്ക് അവൻ അവിടെ ഇല്ല, അവൻ റോഡ് വെട്ടാൻ ആളിനെ വിളിച്ചോണ്ട് പോയിക്കുക. അന്നേരം ഇവരുടെ വീട്ടിൽ ഒരു 100-100 പേരുണ്ട്, ഭയങ്കര സദ്യ ഒരുക്കുക റോഡ് വെട്ടുന്നവർക്ക് വേണ്ടി. അന്നേരം ഈ ഹൈക്കോടതി നിന്ന് റിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അത് പിന്നെ ഈ സർക്കിളിനൊക്കെ വലിയ വിഷയങ്ങളാണ്. അവിടുന്ന് പെട്ടെന്ന് ഞാൻ അകത്തോട്ട് പോയപ്പം ഈ തങ്കപ്പന്റെ വൈഫ് എന്നെ അങ്ങ് അലച്ച് പ്രാകുക, ഇവൾ ഒരുത്തി കാരണമാ ഇവിടെ പറ്റാത്തതെന്ന് പറഞ്ഞു. പിന്നെ പറയുന്നൊന്നും എനിക്ക് ദൈവനാമത്തിൽ പറയാനൊക്കത്തില്ല. എന്തായാലും കൊള്ളാം, ആ പുള്ളിക്കാരോട് പറയുന്ന അവരെ പോലീസുകാരുടെ സൗണ്ട് അല്ലേ ഉറക്കെ പറയുന്നു, ഈ റോഡ് വെട്ടിയിട്ടുണ്ടെങ്കിൽ നിന്റെ കെട്ടിയൻ സൂര്യോദയം കാണത്തില്ല. ആ സമയത്ത് തന്നെ എന്റെ ഹസ്ബൻഡ് ആർമിയിൽ നിന്ന് തന്നെ ഹൈക്കോടതിക്ക് കേസ് കൊടുക്കുകയും, അന്നേരം എല്ലാ രീതിയിൽ കൂടെയും സർവശക്തനായ ദൈവം 1000 നമുക്ക് എതിരെ നിന്നാലും 10,000 എതിരെ നിന്നാലും സ്വർഗം നമുക്ക് അനുകൂലമെന്ന് വ്യക്തമായി കാണുവാൻ കഴിഞ്ഞു. കാരണം നിലവിളിക്ക് മറഞ്ഞിരിക്കുന്ന ദൈവമല്ല. കാരണം അന്ന് ഉപവസിക്കുവാനും പ്രാർത്ഥിക്കാനും ഒക്കെ സ്റ്റാർട്ട് ചെയ്തെങ്കിലും വചനത്തിൽ അത്രത്തോളം എനിക്ക് അറിയത്തില്ലായിരുന്നു. ഇതെല്ലാം കഴിഞ്ഞു. അതിന്റെ 1 മാസം കൂടെ കഴിഞ്ഞപ്പം ഞാൻ ഈ പോലീസ് സ്റ്റേഷനിൽ പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ മുള്ളുവേലി ഇടണം. അങ്ങനെ എല്ലാം മുള്ളുവേലി ഇട്ട് ബന്ദോബസ്താക്കിയപ്പോഴത്തേക്ക് എനിക്ക് വിസയുടെ കാര്യങ്ങളൊക്കെ വന്നു. ഈ കേസിൽ വെച്ചിരിക്കുന്ന എന്റെ അമ്മച്ചിയാണ്. എന്റെ അമ്മച്ചിക്ക് അന്ന് ഒരു 75 വയസ്സുണ്ട് എന്റെ അമ്മച്ചിക്ക്. കാരണം എന്റെ പിതാവ് ലോകത്തു നിന്ന് മാറ്റപ്പെട്ടു. എന്റെ പിതാവ് ഒത്തിരി വേദനയോടാണ് ഈ വിഷയത്തിൽ പോയത്. പെട്ടെന്ന് ഒരു 75 വയസ്സൊക്കെ ആയപ്പോഴത്തേക്ക് പിതാവ് മാറ്റപ്പെട്ടു. അത് കഴിഞ്ഞ് എന്റെ അമ്മച്ചിക്ക് 76 വയസ്സായി. എന്തായാലും അത് കർത്താവ് നീതിയോടെ എല്ലാ കാര്യത്തിലും ജീവിതത്തിൽ നീതിയോടെ നിന്നു. അനവധി പ്രതികൂലങ്ങൾ, പ്രശ്നങ്ങൾ ആഞ്ഞടിച്ചു. അതിന് നേരം ആ സമയത്താണ് എന്റെ പ്രിയപ്പെട്ടവന് ഇവിടെ എല്ലാം നമുക്ക് റെഡിയായപ്പോഴാണ് വന്നത്. BJP-ക്കാരൻ ഇദ്ദേഹത്തെ അടിക്കാനെ കൊണ്ട് ഇദ്ദേഹം വന്നെന്നറിഞ്ഞു. ഇദ്ദേഹം ഒരു രാത്രി 2 മണിക്കാണ് നമ്മുടെ വീട്ടിൽ വന്നു. അന്ന് 1 മണി 2 മണിക്ക് വന്ന് ഏതോ ട്രെയിനാണ് വന്നത്. ഇദ്ദേഹത്തിന്റെ കൂട്ടുകാരനും ഉണ്ട്. ഇദ്ദേഹം കഥവ് തുറക്കുന്നത് പറയും, ഞങ്ങൾക്ക് പേടിയാ. കാരണം അന്ന് നമ്മുടെ വീടിന് കല്ലേറും, രാത്രി നമ്മുടെ വീടിന്റെ 4 ചുറ്റും ആൾക്കാർ പോകുകയും എടുക്കുകയും അങ്ങനൊക്കെ വലിയ വലിയ പ്രശ്നങ്ങൾ. ഞങ്ങൾ സന്ധ്യ കഴിഞ്ഞാൽ വെളിയിലോട്ട് ഇറങ്ങത്തേ ഇല്ല. സന്ധ്യ കഴിഞ്ഞാൽ ലൈറ്റ് ഓഫ് ചെയ്യുക, വീട്ടിൽ കിടക്കും. ഇതാണ് ഞങ്ങളുടെ പരിപാടി. കാരണം വെളിയിൽ ഇറങ്ങാനൊക്കത്തില്ല. അതുപോലെ ഭീഷണിയാണ് ഏത് നിമിഷവും നമ്മുടെ തലം. പിന്നെ സർവശക്തനായ ദൈവമാണ് ആകെ ഒരു ബലം. അവിടുന്ന് എന്റെ പ്രിയപ്പെട്ടവൻ 2 മണിക്ക് വന്ന് ഞാൻ പറഞ്ഞു, ഉറങ്ങല്ലേ, പെട്ടെന്ന് പെറ്റീഷൻ തയ്യാറാക്കാൻ. ഈ ബലമൊക്കെ എവിടുന്ന്? കർത്താവാണ് എനിക്ക് തന്നത്. എനിക്ക് അതിനുള്ളൊന്നും, കാരണം ഞങ്ങൾ പോലീസും കേസും ഒന്നും ഞങ്ങൾക്ക് അറിയത്തില്ല. അങ്ങനെയുള്ള ഒരു കുടുംബവുമല്ല. അങ്ങനെ അടിയോ പിടിയോ എന്റെ പിതാക്കന്മാരാരും ഞങ്ങളുടെ വീട്ടിൽ മദ്യപാനികളിൽ, എന്റെ പിതാക്കന്മാരാട്ട് അവരുടെ കുഞ്ഞുങ്ങളാട്ട് ആരും കുടിയന്മാരില്ല. എല്ലാം നല്ല ദൈവഭക്തിയിലും ദൈവകൃപയിലും നടക്കുന്നവരാണ്. അതുകൊണ്ട് സഹോദരന്മാർ ഒത്തൊരുമിച്ച് വസിക്കുന്ന ഇത്ര മനോഹരമെന്ന് ദൈവവചനം പറയുന്ന പോലെ ഒരു നല്ല കുടുംബത്തിൽ ജനിച്ച് നല്ല കുടുംബത്തിൽ വളരാൻ സ്വർഗ്ഗ ദൈവം ഇടയാക്കിയ കാലയളവിൽ അവിടുന്ന് പെട്ടെന്ന് തന്നെ ഇദ്ദേഹത്തെ ഉറക്കിയില്ല, ചായയൊക്കെ ഇട്ട് കൊടുത്തിട്ട് പറഞ്ഞു, നമുക്ക് വെളുപ്പിനെ പോണം. ഇദ്ദേഹം വന്നെന്ന് രാവിലെ ഞങ്ങൾ പോയി. എങ്ങനെയോ ഇവര് ന്യൂസ് അറിഞ്ഞു. ഒരു 10-20 ബുള്ളറ്റ് ഉള്ള BJP-ക്കാരെല്ലാം ഞങ്ങളുടെ വീടങ്ങ് വളഞ്ഞു ഇദ്ദേഹത്തെ ശരിയാക്കാനുമാണ്. അവിടുന്ന് ഞങ്ങൾ അവിടെ ചെന്നു. വെളുപ്പിനെ തന്നെ 5 മണിക്ക് തന്നെ സർക്കിളിന്റെ വീട്ടിൽ ചെല്ലുമായിരുന്നു. ഞങ്ങൾ പിന്നെ സ്റ്റേഷനിലല്ല, വീട്ടിൽ ചെന്ന് കണ്ടു, കാര്യങ്ങൾ പറഞ്ഞു. നേരം ഇദ്ദേഹത്തോടെ പറഞ്ഞു, അയ്യോ പട്ടാളക്കാർ ഇങ്ങനെ ഭയപ്പെടണോ? നേരം എന്റെ പ്രിയപ്പെട്ടവൻ പറഞ്ഞു, അയ്യോ പട്ടാളക്കാർ ഭയപ്പെടുന്ന അല്ല സാറേ, നമ്മുടെ കയ്യിൽ അനുകൂലമായിട്ട് എല്ലാ രേഖകളും ഉണ്ട്. പക്ഷെ ഒരടി കിട്ടിയ പട്ടാളമോ സർക്കിളോ പോലീസോ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. പ്രതികൂലം വരുന്നതിന് മുമ്പ് നമ്മൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കണമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോഴത്തേക്ക് അടുത്ത ഒരു വണ്ടി പോലീസ് വന്നിട്ട് തങ്കപ്പനോട് പറഞ്ഞു, തങ്കപ്പ നീ കളിക്കുന്നത് ആരോടെന്ന് നിനക്കറിയാമെങ്കിൽ നീ കളിക്കത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ വലിയ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. എല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്കൊരിക്കലും കുടുംബമായിട്ട് എനിക്ക് ഒത്തിരി ധനികയാകണമെന്ന് ആഗ്രഹമില്ല, ഒത്തിരി പണം വേണമെന്ന് ആഗ്രഹമില്ല. എവിടെ പോയാലും ഞങ്ങൾ കുടുംബം ഒന്നിച്ച് കുഞ്ഞുങ്ങളുമായി പോകണമെന്ന് വലിയ ആഗ്രഹത്തോടെ അങ്ങനെ ഇരുന്ന സമയത്ത് ഞാൻ ഗൾഫിലേക്ക് കടന്നുപോയി. കർത്താവിന്റെ ദാസൻ പട്ടാങ്കോട്, പെട്ടെന്ന് അദ്ദേഹത്തിന് പട്ടാങ്കോടേക്ക് പിന്നെ ഇത് ട്രാൻസ്ഫർ ആയി വന്നു. അത് കഴിഞ്ഞ് ഞാൻ ഗൾഫിൽ പോയി. ഗൾഫിൽ ഏകദേശം 4 വർഷം തികഞ്ഞില്ല. 4 വർഷം ഗൾഫിൽ ജോലിക്ക് പോയി. 4 വർഷം തികഞ്ഞില്ല. അതിനു മുമ്പ് ഞാൻ ദൈവത്തോടെ പ്രാർത്ഥിച്ച ഒരു കാര്യമുണ്ട്. കർത്താവേ, ജോഷുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കും. എന്നാലും ഞാൻ ഗൾഫിൽ ചെന്ന ആരംഭ ഘട്ടത്തിൽ പരിശുദ്ധാത്മാവിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് കാര്യങ്ങൾ പഠിപ്പിക്കാൻ തുടങ്ങി.
പഠിപ്പിക്കാൻ തുടങ്ങിയെന്ന് വെച്ചാൽ അപ്പോഴത്തേക്ക് എനിക്കറിയില്ല, കർത്താവ് ഭയങ്കര കൃപ തന്നു. ഞാൻ പോയി, എനിക്ക് തിയേറ്ററിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ ചെന്ന് തിയേറ്ററിൽ ഒരു ബൈബിൾ ഉണ്ട്. ഞാനിന്ന് ഹോസ്റ്റലിലാണ്. അന്നേരം എന്റെ പ്രിയപ്പെട്ടവനൊന്നും ദൈവസന്നിധി വന്നിട്ടില്ല. എനിക്ക് ഹൃദയത്തിന് ഭയങ്കര ഭയം. ആദ്യം ഞാൻ അവിടെ ചെന്ന്, എനിക്ക് ആദ്യമായിട്ട് നാട്ടിൽ വെച്ച് ഞാൻ പെന്തക്കോസ്ത് പള്ളിയിൽ അങ്ങനെ പോകാറില്ല. അവിടെ ചെന്നപ്പോ എനിക്ക് ആ ഒരു ചർച്ച കിട്ടി. ആരാധനയ്ക്ക് പെന്തക്കോസ്തുകാരും ഉണ്ട്, മർത്തോമക്കാരും ഉണ്ട്, പിന്നെ ഹിന്ദുക്കളും ഉണ്ട്, എല്ലാവരും ഉണ്ട്. അങ്ങനെ അടങ്ങുന്ന ഒരു ചർച്ച. അന്നേരം ഞാൻ പറഞ്ഞു, എനിക്ക് ഈ ചർച്ചയിൽ പോകാൻ ഒട്ടും ഇഷ്ടമില്ല. എനിക്ക് വേർപെട്ട ആരാധന വല്ലോടവും ഉണ്ട്. പെന്തക്കോസ്ത് ചർച്ച ഉണ്ടോ എന്ന് ചോദിച്ചു. അവിടുന്ന് ഞാൻ പെന്തക്കോസ്തുകാരെ, ഈ മാലയും കമ്മലും ഇടാത്തവരെയൊക്കെ തപ്പിപ്പിടിച്ച് ഞാൻ സഹോദരിയോട് ചോദിച്ചു. ഞാൻ പോയത് യമൻ എന്ന് പറയുന്ന രാജ്യത്താണ്. ഞാൻ ജോലി ചെയ്തത് അൽത്തോറ ഹോസ്പിറ്റലിലാണ്. കാല് കുത്തിയ ദിവസം മുതലുള്ള പ്രതികൂലം, ഞാൻ അവിടുന്ന് വരുന്ന ദിവസം വരെ എനിക്ക് പ്രതികൂലമായിരുന്നു. ലമിസ്രൈമിന്റെ ഇരുമ്പുളക്കകത്തിട്ട് കഷ്ടത അനുഭവിച്ചതുപോലുള്ള കഷ്ടമായിരുന്നു. അപ്പോഴൊക്കെയും ദൈവാത്മാവ് എന്നോട് സംസാരിക്കും, മോളെ, ഇത് നിനക്കേറെ, നിന്നിൽ ഫലമുണ്ട്, അതുകൊണ്ടാണ് ഈ ഏറ് കിട്ടുന്നത്. എന്റെ കാര്യം എന്ന് വെച്ചാൽ ഞാനും ചെയ്യും. വ്യവസ്ഥയില്ലാതെ നടക്കുന്ന സഹോദരന്മാരെ കർഷം ചെയ്യാം, വ്യവസ്ഥയില്ലാത്ത സഹോദരിമാരെ കർഷം ചെയ്യും. ഇതെന്റെ ജീവിതത്തിൽ വളരെ പ്രതികൂലമായി അടിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ കടന്നു ചെന്നു. ഞാനൊരു ഹോസ്റ്റല്, എനിക്ക് VIP ഹോസ്റ്റലാണ് അവിടെ കിട്ടിയത്. എന്റെ കൂടെ ഒരു കൂട്ടുകാരിയുണ്ട്, മീന എന്ന് പറയുന്ന ഒരു സഹോദരി ഉണ്ടായിരുന്നു. പുള്ളിക്കാരി ഇംഗ്ലീഷ് വർഷിപ്പിനാണ് പോകുന്നത്. തമിഴ്നാട്ടിലാണ് അവര് ബോൺ ആൻഡ് ബോർഡ്. അവര് ഇംഗ്ലീഷ് വർഷിപ്പിന് പോകും, ഞാൻ മലയാളം വർഷിപ്പിന് പോകും. അങ്ങനെ ആരംഭഘട്ടത്തിൽ എനിക്ക് നന്നായി ദൈവസന്നിധിയിൽ വളരാൻ സ്റ്റാർട്ട് ചെയ്തത് യമനി വെച്ചാണ്. അങ്ങനെ അല്പമായ സ്വർണമൊക്കെ ഞാൻ ഉപയോഗിക്കും. ഞാൻ സ്വർണ്ണം ഊരിട്ടില്ല, കാരണം അതിനും എനിക്ക് അടിയിടിയും കിട്ടും, പേടിയ. ഒരു കുഞ്ഞൊരു മാലയും ഒരു കുഞ്ഞു കമ്മലും ഒക്കെ മാത്രമേ വീടും. അങ്ങനെ ആരംഭ വർഷത്തിൽ തന്നെ ചർച്ചിൽ ചെല്ലാൻ തുടങ്ങി. ഒത്തിരി തിക്ത അനുഭവങ്ങൾ എന്റെ ജീവിതത്തിൽ ചർച്ചിൽ നിന്നൊക്കെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഏത് ചർച്ചാണെന്ന് ഒന്നും മെൻഷൻ ചെയ്യുന്നില്ല, കാരണം ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ ആദ്യ ഒരു വർഷം ഞാൻ കർത്താവിന്റെ സന്നിധിയിൽ പോയി. ഞാൻ ഒരുപാട് ആത്മാക്കളെ നേടിയ ചർച്ചിൽ പോയി. എന്ന് വെച്ചാൽ 10,500 ബെഡോളം ഉണ്ട്. ഞാൻ പോരുന്ന സമയത്ത് ഏറ്റവും വലിയ ഹോസ്പിറ്റലാണ് അൽത്തോറ മോഡേൺ ജനറൽ ഹോസ്പിറ്റൽ. ഞാൻ ചെന്ന ആദ്യം ICUലാണ് എനിക്ക് ജോലി കിട്ടിയത്. ICUന്ന് പെട്ടെന്ന് എനിക്ക് ജനറൽ OTയിലോട്ട് മാറ്റി. അവിടുന്ന് പെട്ടെന്ന് എനിക്ക് യൂറോളജി എന്ന് പറയുമ്പോൾ ട്രാൻസ്പ്ലാന്റ് ആണ് അവിടെ മെയിൻ, എനിക്ക് അവിടെ കിട്ടി. അത് ദൈവത്തിന്റെ ഒരു കൃപയായിരുന്നു. ഈ ട്രാൻസ്പ്ലാന്റേഷൻ സെന്ററിൽ എനിക്ക് കേസിന് കയറാത്ത സമയമൊക്കെ ബൈബിൾ വായിക്കാൻ, കേസിന് കയറുന്ന സമയം ആത്മീക ഗീതങ്ങൾ പാടുവാനും അവിടെ പ്രാർത്ഥിക്കുവാനും, കണ്ണുനീരോടെ വിതയ്ക്കുന്നവൻ ആർപ്പോടെ കൊയ്യും എന്ന് പറഞ്ഞ പോലെ മാസ്ക് വെക്കും. കണ്ണുനീര് മാത്രമാണ് ആ ജോലി ചെയ്യുന്ന സമയത്ത് എന്റെ കണ്ണിൽ കൂടി ഒഴുകുന്നത്. കാരണം ദൈവത്തിന്റെ പ്രവൃത്തികൾ, ഞാൻ ഏതവസ്ഥയിൽ നിന്ന് ഏതവസ്ഥയിലോട്ട് കർത്താവ് എന്നെ കൊണ്ടുപോയി, ഇതൊക്കെ ഓർത്ത് പ്രാർത്ഥിക്കും. ഞാൻ എന്റെ ജീവിതത്തിൽ ഒരു വലിയ ടൈം ടേബിൾ വെച്ചു. രാവിലെ ഇത്ര മണിക്ക് എണ്ണിക്കണം, പ്രാർത്ഥിക്കണം, ഡ്യൂട്ടിക്ക് പോകണം, അത് കഴിഞ്ഞ് വന്ന് ഇത്ര മണിക്കൂർ റെസ്റ്റ് എടുക്കണം, ഇത്ര മിനിറ്റ് റെസ്റ്റ് എടുക്കണം, ഹോസ്റ്റൽ വിസിറ്റിന് പോകണം, അത് കഴിഞ്ഞിട്ട് ഹോസ്റ്റലിൽ ലേഡീസ് മീറ്റിംഗ് വെക്കണം, അത് കഴിഞ്ഞിട്ട് വീണ്ടും കടന്നു വന്നിട്ട് വീണ്ടും പ്രാർത്ഥിക്കും. പിന്നെ രാത്രി 2 മണിയുടെ യാമങ്ങളിൽ കർത്താവ് എന്നെ തട്ടിയുള്ള, ഞങ്ങൾ 2 പേര് കിടക്കുന്ന ഒരു റൂം ആയതുകൊണ്ട് 2 പേര് കിടക്കുന്ന ഒരു കൊച്ചു റൂം, 2 സിംഗിൾ ബെഡും, അതിനിപ്പുറത്ത് ഒരു കുഞ്ഞടുക്കള കിച്ചൺ, അതിൽ 2 ഹീറ്റർ വെക്കാം, ഗ്യാസ് വെക്കാനുള്ള സ്ഥലമില്ല. ഹീറ്ററാണ് ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു ഗ്യാസ് വേണമെങ്കിൽ വെക്കാം, അല്ലെങ്കിൽ ഹീറ്റർ വെക്കാം. അത് കഴിഞ്ഞ് അതിനോട് ചേർന്ന് ഒരു യൂറോപ്യൻ ക്ലോസറ്റ്, ഒരു കുഞ്ഞ് നമ്മുടെ ബാത്റൂം ടോയ്ലറ്റും ആയിരുന്നു. എന്നിട്ട് രാത്രിയുടെ യാമത്തിൽ എന്റെ പ്രാർത്ഥന ഈ സഹോദരി കേൾക്കുമെന്ന് വിചാരിച്ച് ഡോറും അടയ്ക്കും. ഞാനിഞ്ഞ് ബാത്റൂമിൽ കയറും. ആ ക്ലോസറ്റിന്റെ മുകളായിരുന്നു ദൈവവും ഞാനുമായിട്ട് ബന്ധപ്പെടാനുള്ള ഏറ്റവും വലിയൊരു സാഹചര്യം. കാരണം അവിടെ ഇരുന്ന് കരയുന്നെന്ന് വെച്ചാൽ, ഞാൻ കടന്നു പോകുന്ന ചർച്ചിൽ 10-20 സഹോദരിമാരുടെ ഹസ്ബൻഡുമാർ ദൈവത്തെ അറിഞ്ഞിട്ടില്ല. ഇവരുടെ എല്ലാം പേര് ഞാൻ എഴുതി വെക്കും. എന്നാലും എനിക്കറിയില്ലേ, എനിക്ക് അപ്പോഴൊന്നും തോന്നിച്ചില്ല എന്റെ പ്രിയപ്പെട്ടവന്റെ പേര് എഴുതി വെച്ച് പ്രാർത്ഥിക്കണം. എന്നാലും ഇവര് ഈ ലേഡീസ് മീറ്റ് ഞങ്ങൾക്ക് കൂടുമ്പോൾ ഇവര് പറയുന്നത് ഇങ്ങനെ, എന്റെ കേട്ട് ഹസ്ബൻഡിന്റെ കാലൊടിഞ്ഞാലും വേണ്ടിയില്ല, ആക്സിഡന്റ് വന്നാലും വേണ്ടിയില്ല, രോഗിയായി വന്നാലും വേണ്ടിയില്ല, അവര് ദൈവത്തെ കാണണം. ഇവരുടെ നിയമം അങ്ങനെ, ഇവരുടെ നിബന്ധനകൾ അങ്ങനെ. അന്നേരം ഞാൻ പറഞ്ഞു, കർത്താവേ,
ഒരിക്കലും എനിക്ക് അങ്ങനെ തരരുത്. എന്റെ ദൈവമേ, എന്റെ പ്രിയപ്പെട്ടവനെ സ്നേഹത്തോടെ വീണ്ടെടുക്കണം. എന്റെ പ്രാർത്ഥനയിൽ അവർക്കും വേണ്ടി, അവർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കും. പിന്നെ എപ്പോഴും എന്റെ ആഗ്രഹം എന്റെ കുഞ്ഞുങ്ങളും എന്റെ പ്രിയപ്പെട്ടവരും ഞങ്ങൾ ഒന്നിച്ച് ദൈവത്തെ സേവിക്കണം. അങ്ങനെ ഞാൻ പോയിക്കൊണ്ടിരുന്ന പെന്തക്കോസ്ത് ആലയത്തിൽ അനേക കുഞ്ഞുങ്ങളെ എന്ത് ചെയ്യും, എന്റെ പോക്കറ്റിൽ നിന്ന് തന്നെ പൈസ എടുത്ത് അവരെ എല്ലാം ആലയത്തിൽ കൊണ്ടുപോകും. അങ്ങനെ ഒത്തിരി പേരെ രക്ഷയിലേക്ക് കൊണ്ടുവരുവാനും ഇവർക്കൊക്കെ വേണ്ടി നിരന്തരം ഉപവസിക്കുവാനും. അതിനൊക്കെ മുൻപ് ഞാൻ ഈ ഭക്ഷണത്തിന് എനിക്ക് ചില നിബന്ധനകൾ ഉണ്ടായിരുന്നു. കാരണം ഇപ്പം ഇന്ത്യയിൽ ഒരു 1.5 വർഷം ഞാൻ 18 മാസം കഴിയുമ്പോൾ എല്ലാ പ്രാവശ്യവും വെക്കേഷൻ പോകും. അന്നേരം എന്റെ ആഗ്രഹം ബോംബെ എയർപോർട്ടിൽ ഇറങ്ങുമ്പോൾ ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കണം, ഇന്നത് കഴിക്കണം. പക്ഷെ ഈ കർത്താവിന്റെ ജീവിതത്തിൽ വന്നതോടുകൂടി ഈ ഭക്ഷണത്തിന് സദൃശവാക്യത്തിൽ പറഞ്ഞ പോലെ എന്റെ തൊണ്ടയ്ക്ക് കർത്താവ് കത്തി വെച്ചു. ഏറ്റവും കൂടുതൽ ഉപവാസവും പ്രാർത്ഥനയും. എത്ര ഉപവാസവും പ്രാർത്ഥനയും ഏറുന്നു അത്രയും നിന്ദകൾ, ഞാൻ അറിയാത്ത കാര്യങ്ങൾ, ഞാൻ ചെയ്യാത്ത കാര്യങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ അടിക്കടി അങ്ങോട്ട് ആഞ്ഞടിക്കാൻ തുടങ്ങി. എനിക്ക് ഭയങ്കര സന്തോഷമായി. കർത്താവ് എന്നിലൊരു ഫലം പുറപ്പെടുന്നതുകൊണ്ടാണ്. പക്ഷെ അപ്പോഴുണ്ടല്ലോ അനേക രോഗികൾക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുന്നു, അവരൊക്കെ സൗഖ്യമാകുന്നു. പിന്നെ ഒരു സഹോദരിയുടെ മേല് രാത്രിയിൽ എന്റെ ഹോസ്റ്റലിന്റെ അടുത്ത് കിടക്കും. അവള് രാത്രിയിൽ ഒരു 2 മണിയായപ്പോ എന്നെ കൊട്ടി വിളിച്ചു. ജയ എന്നാ പുള്ളിക്കാരിയുടെ പേര്, നമ്മുടെ കോട്ടയം കൊങ്ങാണ്ടൂരുള്ളത്. ഇവള് പറഞ്ഞു, ലിസി ഓടിവാ ഓടിവാ, എന്റെ കൊങ്ങയ്ക്ക് ആരോ ഇങ്ങനെ ഞെക്കി പിടിച്ച് എന്റെ മണ്ടയ്ക്ക് അങ്ങ് ഭാരം, ഒരു 100 കിലോയുടെ വെയിറ്റ് എനിക്ക് വേണ്ടി ഓടിപ്പോ പ്രാർത്ഥിക്കുന്നവർ. എനിക്കൊന്നും അറിയത്തില്ല, എനിക്ക് എന്താ ഒന്നും അറിയത്തില്ല. ഞാൻ ഈ സഹോദരിയുടെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, യേശു കർത്താവിന്റെ നാമത്തിൽ ഇവളെ അലട്ടുന്ന ദുരാത്മാവെ വിട്ടു, അല്ലാതെ ഒന്നും പറഞ്ഞില്ല. എന്നിട്ട് ഞാൻ ഇവളുടെ കൂടെ അതിന്റെ അടുത്ത് തന്നെ ഈ സഹോദരി സുഖമായി കിടന്നുറങ്ങി. ചില ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഇവളെന്നോട് പറഞ്ഞു, ലിസി ഇപ്പൊ എന്നെ അത് രാത്രി ഭാരപ്പെടുത്തത്തില്ല. ഹോസ്റ്റൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന അനുഭവങ്ങൾ, അത് കഴിഞ്ഞിട്ട് വലിയ വലിയ ദൈവപ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങി. അങ്ങനെ ഞാനൊരു ദിവസം ഹോസ്റ്റലിൽ നിന്ന് ഇങ്ങനെ രാത്രി ചിലപ്പം 12 മണിയൊക്കെ ആവും വരുമ്പോൾ. കാരണം ഗൾഫിൽ ഈ യമനിലൊക്കെ എപ്പോഴും വണ്ടികളാണ്. ഞാനിവിടെ ഹോസ്റ്റലിൽ അനേക സഹോദരിമാർക്ക് ആശ്വാസമായിട്ട് ഒരുപാട് പ്രതികൂലങ്ങളിൽ കടന്നു വരുന്നവരായതുകൊണ്ട് ഇവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ഇവരുടെ തലമുറകൾക്ക് വേണ്ടി, കുടുംബങ്ങൾക്ക് വേണ്ടി, ഇവരുടെ മടങ്ങി വരവിന് വേണ്ടി പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെ ഒരു വലിയ ചിലപ്പോൾ ചില രാത്രികളിൽ നൈറ്റ് മീറ്റിംഗ് ഉണ്ട്, ആ ഹോസ്റ്റലിൽ തന്നെ കടന്നുറങ്ങും. ഇങ്ങനെയൊക്കെ ആകുമ്പോൾ ഇവർക്ക് പലവിധമായ ആരോപണങ്ങളും എന്റെ നേരെ ഉന്നയിച്ചിട്ടുണ്ട്. എനിക്ക് അതിലൊന്നും ഭാരം തോന്നിയിട്ടില്ല. കാരണം എനിക്ക് ഒത്തിരി ആ സമയത്ത് ബൈബിൾ ശരിക്കും വായിക്കാൻ തുടങ്ങി. എല്ലാ തിന്മയും നിന്നെ കുറിച്ച് കളവായി പറയുകയും ചെയ്യുമ്പോൾ നീ ഭാഗ്യവാൻ, നിനക്ക് സ്വർഗത്തിൽ പ്രതിഫലമുണ്ട്. അന്നേരം അന്ന് എന്റെ പ്രത്യാശ, സ്വർഗത്തിൽ എനിക്കൊരു പ്രതിഫലമുണ്ട് എന്ന് ഞാൻ ദൈവസന്നിധിയിൽ ദൈവം മുൻപാകെ ഇങ്ങനെ ഞാനായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ ആദ്യത്തെ വെക്കേഷന് നാട്ടിൽ വരിക. എന്റെ സഹോദരിയുടെ വീട്ടിൽ ഞാൻ പോയി. എന്റെ പ്രിയപ്പെട്ടവനന്ന് എന്റെ കുഞ്ഞിനന്ന് ഞാൻ പോകുമ്പോൾ ഇളയ മോക്ക് എനിക്ക് 8 മാസം 6 മാസം ഒക്കെ ഉള്ളൂ. ആ സമയത്താണ് വെക്കേഷന് കടന്നു വന്ന സമയത്ത് എന്റെ കുഞ്ഞിന് ഇച്ചിരി പ്രായമായി. 18 മാസം കഴിഞ്ഞപ്പോൾ കുഞ്ഞ് 2 വയസ്സായിട്ടില്ല. ആ സമയത്ത് ഞാൻ എന്റെ സഹോദരിയുടെ വീട്ടിൽ പോകുമ്പോൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്നോട് പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യ, നീ സഹോദരിയുടെ വീട്ടിൽ പോക്കോ, ഞാൻ നാളെ വരാമെന്ന് പറഞ്ഞു. അന്നേരം നല്ല തീക്ഷ്ണത എനിക്ക്, നീ ഒരു കാലയളവാണ് വരാമെന്ന് പറഞ്ഞു. ഞാനങ്ങ് പോയി സഹോദരിയുടെ വീട്ടില്. അന്നേരം സഹോദരി എന്ത് ചെയ്തു, കാടുകളും ഈ കൂടലൊക്കെ സൈഡ്, അതിരങ്കൽ എന്ന് പറയുന്ന സ്ഥലമാണ്. അവിടെ ഈ ആടും ഇവർക്ക് ഒത്തിരി ഇതുകൊണ്ട്, കാരണം എല്ലാം മലയേറിയ. അന്നേരം ഈ സഹോദരി എന്നോട് പറഞ്ഞു, ഞാൻ പെട്ടെന്ന് ഒരു പിടി തൂപ്പൊടിക്കട്ട്, നീ കുഞ്ഞുങ്ങൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു. സഹോദരിക്ക് ഒരു മോളുണ്ട് കേട്ടോ. സഹോദരിയെ വിശ്വാസത്തിൽ കൊണ്ടുവരാൻ കർത്താവിനെ സഹായിച്ചു. സഹോദരിക്ക് ഒരു മോളുണ്ട്. അന്ന് സഹോദരി വിശ്വാസത്തിൽ വന്നിട്ടില്ല. സഹോദരിക്ക് ഒരു മോളുണ്ട്. ഞാൻ പറയും, കുഞ്ഞുങ്ങൾ 3 പേരോടെ കളിക്കട്ടെ, ഞാനും സഹോദരി കൂടെ വരാമെന്ന് പറഞ്ഞു. ചേച്ചി കൂടെ വരാം എന്ന് പറഞ്ഞു. ഞങ്ങൾ രണ്ടുകൂടെ അങ്ങോട്ട് പോകും. പരിശുദ്ധമായ എന്റെ ഹൃദയത്തിൽ പറയുന്നു, മോളെ പോകരുത്, പാമ്പുണ്ട്, മോളെ പോകരുത്, പാമ്പുണ്ട്. ഞാൻ അന്നേരം പറയാം, കർത്താവെ നല്ല വെളിച്ചമുണ്ട്, ഈ തൊട്ടാവാടി മുള്ളിൽ എവിടെ ഈ പാമ്പ് വരുന്നത്? ഞാൻ ഇങ്ങനെ പറഞ്ഞു. കാരണം എനിക്ക് തന്ന ഇത് ഞാൻ അത്രയും കാരണം ദൈവമായിട്ട് ഉള്ള ബന്ധം 18 മാസമാണ്. കാരണം ഞാൻ യമനിൽ പോയ ദൈവമായിട്ട് ആഴത്തിൽ ബന്ധം പുലർത്താനും ആഴമായി വളരുവാനും ഇടയായി. കാരണം അങ്ങനെ ഒരു തിടിലെന്ന് പറയും, ഞങ്ങളുടെ നാട്ടിൽ അടൂർ സൈഡ് തിടിലെന്ന് പറയും, ചിലര് കയ്യാലെന്ന് പറയും. എനിക്കറിയില്ല ഓരോ ദേശത്തും എന്തുവാ. എന്നാലും ഒരു കാലെടുത്ത് അപ്പുറത്തോട്ട് കയറണം. ഞാൻ എന്ത് ചെയ്തു, പെട്ടെന്ന് എന്റെ കാല് ഇങ്ങനെ അങ്ങോട്ട് വെക്കുമ്പോഴത്തേക്ക് അവിടെ പൊനവോ ദ്വാരം ഉണ്ടെന്നൊന്നും അറിയത്തില്ല. എടുത്തു വെക്കുമ്പോഴത്തേക്ക് എന്നെ ഏതോ ഒന്ന് കടിച്ചു.
ഞാൻ നോക്കിയിട്ട് ഒന്നും കാണുന്നില്ല. എനിക്ക് ഭയങ്കര അരപ്പ്, എന്റെ കാലിൽ അരപ്പെന്ന് വെച്ചാൽ എനിക്ക് അൺസഹിക്കപ്പെടെ, എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല. എന്റെ സഹോദരിയോട് പറഞ്ഞു, കുഞ്ഞ്, ഞങ്ങള് ചേച്ചിന്ന് വിളിക്കാൻ, എന്റെ നേരെ മൂത്ത, ഞങ്ങള് ഭയങ്കര സ്നേഹമാണ്. കുഞ്ഞ്, എന്റെ കാലിൽ എന്തോ കടിച്ച, എന്തോ ചെയ്യും. അന്നേരം എന്നോട് പറഞ്ഞു, കുഞ്ഞെ പുഴുവുണ്ട് മോനെ, പുഴുവായിരിക്കും, എനിക്ക് സഹിക്കാൻ, അപ്പൊ എനിക്ക് തല കറങ്ങുന്ന പോലെ, എനിക്കറിയില്ല, എന്റെ ശരീരം തളർന്നു വരുന്ന പോലെ ഒക്കെ അങ്ങ് തോന്നുക. അന്നേരം ഈ സഹോദരി പറഞ്ഞു, ശരി, അവിടെ എല്ലാം നിർത്തി വീട്ടിൽ വന്ന് കുരുമുളക് തന്ന് തിന്നെ. കുരുമുളക് തിന്നിട്ട് കുരുമുളകാണോ വായിൽ കിടക്കുന്ന എന്തുവാണെന്ന് ഒന്നും അറിയുന്നില്ല. പെട്ടെന്ന് പച്ചമഞ്ഞളും തുളസിയും കൂടെ അരച്ചിട്ടിട്ട് പറഞ്ഞു, ഇവര് ജീപ്പ് വിളിച്ച്, സൈഡെല്ലാം ജീപ്പ് വിളിച്ച് വിഷകാരിയുടെ അടുത്ത്. അന്നേരം ഈ 3 കുഞ്ഞുങ്ങളെ മാത്രം വീട്ടിൽ ഇരിക്കും. അന്നേരം മോന്, എനിക്ക് തോന്നിക്കുന്നു മോന് 5 വയസ്സൊന്നും ആയിട്ടില്ല. എല്ലാം കൊച്ചു കുഞ്ഞുങ്ങളാ. മോനെക്കാളും 2-3 വയസ്സ് മൂത്തതാ ഈ ചേച്ചിയുടെ മോള്. ഇവര് 3 പേരും തന്നെ വീട്ടിലായിട്ട് ചേട്ടനും ചേച്ചിയും എന്നെയും കൊണ്ട് ഒരു ജീപ്പിന് കറങ്ങും. 2 വിഷകാരിയുടെ അടുത്ത് ചെന്നിട്ട് എനിക്ക് ഒന്നും പറയാൻ പറ്റും. പക്ഷെ എന്റെ ഹൃദയത്തിൽ ഭയങ്കര ആത്മാവിന്റെ പ്രവൃത്തി നടക്കും. അന്നേരം എന്റെ ചേച്ചി ഓലവാലെ കരയും. അയ്യോ, അവൻ വരുമ്പോ ഞാൻ എന്ത് പറയും? കാരണം ഇവർക്ക് അതേ ഒരവസ്ഥയിലേക്ക് ഞാൻ പോവുക. 3ാമത്തെ വിഷകാരി ഈ കൂടലിനടുത്തുള്ള ഒരിടത്ത്. അന്നേരം ഒരു 10-25 കിലോമീറ്റർ ജീപ്പ് താണ്ടി പോവുക. ഞാൻ നേരം പെട്ടെന്ന് എന്റെ വായി തന്ന ഒരു പാട്ട്, എന്നെ ഒരു നാള് കൈവിടല്ല, എനിക്ക് ഇന്ന് ഈ ഭൂമിയിൽ ആരും ഇല്ല. സത്യം പറയുന്നു, സമയത്ത് എനിക്ക് ദൈവമല്ലാതെ ആരുമില്ല. കാരണം എന്റെ പ്രിയപ്പെട്ടവൻ രക്ഷയിലേക്ക് വന്നിട്ടില്ല. പിന്നെ 2 പറക്കാൻ പറ്റാത്ത വെറും പൊടിക്കുഞ്ഞുങ്ങൾ. ആ വിഷകാരിയുടെ അടുത്ത് ചെന്നു. ഇദ്ദേഹം 1 മരുന്ന് തന്നു, 2 ഗുളിക തന്നു, 3 ഗുളിക തന്നു. ഏകദേശം രാത്രി 10 മണി തൊട്ട് കുത്തിയിരുന്ന് അന്ന് പാമ്പ് കടിച്ചാൽ ഉറങ്ങരുതെന്നാ പറയുന്നത്. ആഹാരം തരുവോ, വെള്ളം തരുവോ? ഇദ്ദേഹം ഓരോ മരുന്ന് തരുമ്പോഴും എന്റെ കാല് കയറി അങ്ങ് ചീർക്കുക. എനിക്ക് ഉറക്കം വരുന്നില്ല. എന്തോ കാലെല്ലാം കൂടെ വല്ലാതെ ഒരു മരവിച്ച്, എന്തോ ഒരു കോമായിലോട്ട് പോകുന്ന പോലെ. എന്ന് വെച്ചാൽ അകത്തടങ്ങൽ, ആത്മാവ് ബലം തരും. എന്റെ ചേച്ചിയോട് ഞാൻ പറയും, എടി, ആക്സിഡന്റ് കുഞ്ഞ് എത്ര പേര് മരിക്കുന്നു പോകുന്ന പോക്ക്. ആ കുഞ്ഞുങ്ങളെ ആരാ നോക്കുന്നത്? ഞാൻ എന്റെ ചേച്ചിയെ ബലപ്പെടുത്തുക. മാതാപിതാക്കളില്ലാത്ത എത്രയോ കുഞ്ഞുങ്ങൾ വളരുന്നു. യേശുവിന്റെ ഹീനം അതാണെങ്കിൽ അങ്ങനെ നടക്കട്ടെ, എന്തായാലും കൊള്ളാം. അവസാനം 7 മണിയായപ്പോ ഈ വൈദ്യം പറയും, എങ്ങനെയോ അന്ന് ലാൻഡ് ഫോൺ, ഞങ്ങളുടെ അവിടുന്ന് ലാൻഡ് ഫോണില്ല. അന്ന് എല്ലാ വീടുകളിലും ഫോണില്ലാത്ത സമയം. ലാൻഡ് ഫോൺ വിളിച്ചു പറയുന്നത് ഈ മഠത്തിലോട്ടാ, ഈ കന്യാസ്ത്രീകളുടെ മുമ്പിലോട്ട്. എന്നോട് ബൈബിള് കത്തിക്കാൻ പറഞ്ഞ കന്യാസ്ത്രീകളുടെ അടുത്തോട്ടാ ഈ ഫോൺ ചെല്ലുന്നത്. എന്റെ ചേച്ചി വിളിച്ചു പറഞ്ഞു, എന്റെ ഹസ്ബൻഡിനെ വീട്ടിൽ വിളിക്കുന്ന ഓമന പേര് അനിയനെന്ന്. അനിയൻ കുഞ്ഞ് അനിയോ എന്നാ വിളിക്കുന്നത്. എന്റെ ചേച്ചി പറഞ്ഞു, അനിയനോട് പറയണം പെട്ടെന്ന് ഇവിടെ വരാൻ പറയാം എന്ന് പറഞ്ഞു. അത്ര മാത്രമേ പറഞ്ഞുള്ളൂ. ഞാൻ അനിയന്റെ ചേച്ചിയാ വിളിക്കുന്നത്, വേഗത്തിൽ കൂടലി വരാൻ പറഞ്ഞാൽ മതി, പുള്ളിക്കാരൻ അറിയാമെന്ന് പറഞ്ഞു. അങ്ങനെ ഇദ്ദേഹം ഇവിടുന്ന് ഇറങ്ങി. 7 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് എന്റെ നില വഷളായി. കാരണം അന്ന് ഈ ആന്റീവനോ ഒന്നും ഉള്ള സമയമല്ല. അവിടുന്ന് ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് ഇനി ഒരു മരുന്നുമില്ല, ലാസ്റ്റ് മരുന്ന് അറ്റ കൈ എന്ന് പറഞ്ഞ പോലെ എനിക്ക് തരും. അദ്ദേഹം പറഞ്ഞു, അറ്റ കൈ തരുമോ, ഇനി ഇവിടെ തരാനില്ല, ഇത് ഏറ്റില്ലെങ്കിൽ ഇവിടുന്ന് എവിടാന്ന് വെച്ചാ കൊണ്ടുപോക്കണം. അപ്പോഴത്തേക്ക് എത്ര മണിയാ? വൈകിട്ട് 5 മണി 6 മണിക്ക് 4 മണിക്ക് കടിച്ച പാമ്പ. നേരത്തോടെ നേരമാകാൻ പോകും. പിറ്റേന്ന് വെളുപ്പിനെ കഴിഞ്ഞു. ഇദ്ദേഹം മരുന്ന് തന്നു. ഒരു ഹാഫ് ആൻ അവർ 1 അവർ കഴിഞ്ഞപ്പോഴത്തേക്ക് എന്റെ ബോഡിയിൽ ഒരു വലിയ മാറ്റം വരാൻ തുടങ്ങി. എന്റെ കാലൊക്കെ ഈ മന്തുകാലിരിക്കുന്ന പോലെ ഇരിക്കുന്നത്. മാറ്റം തന്നു. നേരം ഒരു 10-11 മണിയായപ്പോഴത്തേക്ക് കർത്താവിന്റെ ദാസം വന്നു. അദ്ദേഹം വന്നിട്ട്, അന്നേരം ഈ വൈദ്യൻ ഞാൻ ജാതി പറയത്തിലൊരിക്കൽ കർത്താവിന്റെ സൃഷ്ടിയാണ്. നമ്മളെല്ലാം മനുഷ്യൻ. ഒരു ഹൈന്ദവ സഹോദരനായിരുന്നു. അദ്ദേഹം പ്രാർത്ഥിക്കുന്ന ആളായിരിക്കും. ഈ മരുന്നൊക്കെ കൊടുത്ത് നമുക്കറിയത്തില്ല. ഇദ്ദേഹം എന്റെ ഹസ്ബൻഡിനോട് പറഞ്ഞ ഒരു വാക്ക്, ഈ മോളെ കൊണ്ട് അനേകരെ ഭഗവാനെ കാണിക്കേണ്ടി ഒരാൾ. അദ്ദേഹം പറഞ്ഞ വാക്ക്, ഈ മോളിലൂടെ വലിയ ഭഗവാന് ചെയ്യേണ്ടതായിട്ടുണ്ട്. ചെറുതല്ലേ മോളെ കഴിച്ചത്, അതുപോലുള്ള ഒരു സാധനം ഈ മോക്ക് ദൈവം എന്ന് വെച്ചാൽ അവര് ഭഗവാനാണ്, ഈശ്വരൻ, ആയുസ് എന്നൊക്കെ പറഞ്ഞു ഞങ്ങളെ വിട്ടു. എന്റെ വെക്കേഷൻ എല്ലാം കഴിഞ്ഞു. ഞാൻ സന്തോഷത്തോടെ കടന്നു. അടുത്ത വെക്കേഷന് നാട്ടിൽ വരാൻ എല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുമ്പോൾ ഭയങ്കര പ്രതികൂലങ്ങൾ.
എന്റെ പ്രിയപ്പെട്ടവന് ഒന്ന് അടുത്ത പിന്നെ ഒരു വെക്കേഷൻ വന്നെന്ന് തോന്നുന്നു. പിന്നെ ഒരു വെക്കേഷൻ വരുമ്പോൾ കാർഗിലും ഇന്ത്യയുമായിട്ട് ഭയങ്കര യുദ്ധം. എന്റെ കസിൻ എന്ന് പറയുമ്പോൾ എന്റെ മാവിയുടെ മോനും ബോർവില്ലിലുണ്ട്. എയർപോർട്ടിനടുത്താണല്ലോ ബോർവിൽ. ഞങ്ങള് ഭയങ്കര സ്നേഹമാണ്. ഇവരൊക്കെ ഞങ്ങൾ ഒന്നിച്ച് വളർന്നവരാ. എന്നെക്കാട്ടിലും കുറെ പ്രായം മൂത്തതാണെങ്കിലും എന്റെ ഹസ്ബൻഡ് പറഞ്ഞു, കുഞ്ഞ് എനിക്ക് വരാനൊക്കത്തില്ല ബോംബെയിൽ, ഇവിടെ ചുട്ടിക്ക് പോയ ജവാന്മാരെ വിളിച്ചോണ്ടിരിക്കുക, അവരെനിക്ക് അവധി തരത്തില്ല. ഞാൻ പറഞ്ഞു സാരമില്ല. എനിക്ക് അപ്പോഴത്തേക്കൊക്കെ ഭയങ്കര വിശ്വാസവും ഉപവാസത്തിന്റെ തീഷ്ണത വർദ്ധിക്കാൻ തുടങ്ങി. ഞാൻ പറഞ്ഞു സാരമില്ല, ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. ഞാൻ അവിടുന്ന് ഹോസ്പിറ്റലിന് ഇറങ്ങുന്നതിന് മുൻപ് എന്നെ കുറിച്ചൊരു ഭയങ്കര റിപ്പോർട്ടൊക്കെ തയ്യാറാക്കി എന്നെ ആ ഹോസ്പിറ്റലിൽ നിന്ന് എക്സിറ്റ് അടിച്ച് വിടണമെന്ന ആഗ്രഹത്തോടെ ഒരു ഭൂരിപക്ഷം ആൾക്കാർ ഇങ്ങനെ നിൽക്കും. പക്ഷേ കാരണം ഈ വെക്കേഷൻ ഞാൻ കടന്ന് നാട്ടി വരുന്നത് എന്നേക്കുമായി ഇവൾ ഈ ദേശത്തുനിന്ന് പോകണം. പിശാചി ശക്തിയോടെ എനിക്കെതിരെ എഴുന്നേൽക്കാൻ തുടങ്ങി. അത് ഒരാൾക്ക് നന്മ ചെയ്തത് അവസാനം ന്യായവിധി നീതിയിലേക്ക് സ്വർഗത്തിലെ അപ്പച്ചൻ തിരിച്ചു. എന്നിട്ട് വലിയൊരു റിപ്പോർട്ട് എന്റെ പ്രിയപ്പെട്ടവൻ, നീ ഇമെയില് കാര്യങ്ങളൊന്നും സാധാരണ കമ്പ്യൂട്ടർ സെന്റർ ഒക്കെ ഉണ്ട് തുടങ്ങി ഒരു കാലയളവ് ഇമെയിൽ കൊടുത്തു. കാരണം ഇവർ ഇമെയിൽ കൊടുത്തത് ഒരു കാരണം ഇദ്ദേഹം, ഞാൻ പറഞ്ഞു, കർത്താവിനെ കണ്ടിട്ടില്ല, കർത്താവിനെ അറിഞ്ഞിട്ടില്ല, ഇദ്ദേഹം RC ബാക്ക്ഗ്രൗണ്ട് ആണ്, ഇദ്ദേഹം എപ്പോഴും എന്നെ കളിയാക്കും, പെന്തക്കോസ്തുകാരെ കുറിച്ച് കളിയാക്കും, എല്ലാം അങ്ങനെയൊക്കെ പറയുന്ന ഒരു ഭയങ്കര സാഹചര്യത്തിൽ അവിടുന്ന് ഇദ്ദേഹത്തിന് അവധി കിട്ടത്തില്ല, കസിനെ വിളിച്ചോണ്ട് പോകും എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇദ്ദേഹം ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ നാള് മുതൽ ആത്മാർത്ഥതയോ എന്നെ സ്നേഹിക്കുന്ന ഒരു വ്യക്തി. ഞാൻ അതിന് ദൈവത്തിന് നന്ദി പറഞ്ഞു. പക്ഷെ സഭ സംബന്ധിച്ചുള്ള പ്രശ്നം മാത്രമേ ഉള്ളൂ. ഞാൻ യേശുവിനെ കണ്ട കാര്യമേ ഉള്ളൂ. ഒരു പ്രശ്നങ്ങൾ എന്റെ പ്രിയപ്പെട്ടവൻ എന്നോടില്ല, ഒരു അവിശ്വാസമില്ല. ഇവരിങ്ങനൊക്കെ പറഞ്ഞെങ്കിലും ഒരു അവിശ്വാസമില്ല. പറഞ്ഞവരോട് പറഞ്ഞു എനിക്ക് നന്നായി എന്റെ ഭാര്യയെ കുറിച്ച് അറിയാം. അങ്ങനെ ഞാൻ ബോംബെ വരുന്നതിന് മുമ്പ് ഞാൻ ഒരു 3 ദിവസം ഫുൾ ഫാസ്റ്റിങ് ഞാനിരുന്നു. കർത്താവിനോട് പറഞ്ഞു, ഞാൻ ഈ ഫാസ്റ്റിങ് ബ്രേക്ക് ചെയ്യുന്നതിന് മുമ്പ് എന്റെ യേശുപ്പ. അന്നേരം ഈ പാമ്പ് കടിച്ചപ്പോ ഞാൻ ഒരു സാക്ഷ്യം മറന്നുപോയി പറയാം. പാമ്പ് കടിച്ചത് എന്നോട് പറഞ്ഞു, ദൈവം വ്യക്തമായി എന്നോട് ഡയറക്റ്റ് സംസാരിച്ചു. അതുവരെ ഞാൻ എന്ത് ചെയ്യും, എന്റെ ഒരു സൈഡിൽ ഒരു കൊന്തയുണ്ട്, കൊന്ത കഴുത്തേലിടത്തില്ല, ഒരു സൈഡിൽ മാതാവിന്റെ ഒരു ഫോട്ടോ, മാതാവ് എന്റെ അമ്മയുടെ ദൈവം, അന്തോനീസ് എന്റെ പ്രിയപ്പെട്ടവന്റെ ദൈവം, പിന്നെ എന്റെ അമ്മയുടെ ഒരു ദൈവം കൂടെ ഇത് നമ്മുടെ ഗീവർഗീസ് എന്ന് പറയുന്ന കുതിരപ്പുറത്തിരിക്കുന്ന അദ്ദേഹം. ഇവര് 3 പേരും ദൈവങ്ങളായതുകൊണ്ട് ഇവരുടെ ഓരോ ഫോട്ടോ എന്റെ കയ്യിൽ. ഈ ഫോട്ടോ ഞാൻ എന്ത് ചെയ്തു, അവിടെ വെച്ച് അതിന്റെ മേളിലൊരു കൊന്തയും. കർത്താവ് വ്യക്തമായി പറഞ്ഞു, മോളെ, ഞാനല്ലാതെ അന്യ ദൈവം ഉണ്ടാകരുത്, നീ ഒരു വിഗ്രഹത്തെ നമസ്കരിക്കരുത്, സേവിക്കരുത്. എന്നിട്ട് റോമാലേഖനം 2-ാം അധ്യായത്തിലുണ്ടല്ലോ, ഭൂമിയിലെങ്കിലും മീതെ ആകാശത്തിലെങ്കിലും ജാതം നിന്റെയും പ്രതി. ഞാൻ ആ പാമ്പ് കടിച്ച് വന്നതോടെ ഇതെല്ലാം കൂടെ ഊരിക്കെട്ടി വേസ്റ്റ്. പിന്നെ ഞാൻ ഇതൊന്നും പിന്നെ അന്നും ആരാധനയൊന്നുമില്ല, ഇത് വെറുതെ അങ്ങ് വെച്ചിരിക്കുക, ഒരു ഭംഗിക്ക് വെച്ചേക്കും, അല്ല അതിനോടൊന്നും ആരാധിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നില്ല. അവിടെ നിന്ന് എന്ത് ചെയ്തു, ഈ വെക്കേഷനോട് കൂടി ഞാൻ പറഞ്ഞു, കർത്താവേ, ഞാൻ ഈ ഉപവാസം എഴുന്നേക്കണം, എനിക്ക് കൂട്ടായി തന്ന എന്റെ കൂട്ടുദാസനെ കണ്ടല്ലാതെ ഞാൻ ഈ ഉപവാസം എഴുന്നേൽക്കണേ. ഞാൻ ബോംബെ വന്ന് കസിനെ വിളിക്കാനെ കൊണ്ട്, അന്ന് ഞാൻ പറഞ്ഞില്ലേ മൊബൈലൊന്നും, അന്ന് ഈ എലിവാലം മൊബൈല, മോട്ടോറിലയുടെ എലിവാലം മൊബൈൽ. എന്റെ പ്രിയപ്പെട്ടവന് ഞാനൊരു മൊബൈൽ ഒന്ന് കൊണ്ടുവന്നിട്ടുണ്ട്, ബട്ട് എന്റെ കയ്യിൽ മൊബൈലില്ല. ഞാൻ ടെലിഫോൺ ബൂത്തിൽ കയറി, ഇന്റർനാഷണൽ കോൾ കയറി. എന്റെ പ്രിയപ്പെട്ടവനല്ല, എന്റെ കസിൻ ബ്രദർ, അദ്ദേഹത്തിന്റെ പേര് ജോർജ് എന്നാണ്. അദ്ദേഹത്തിന്റെ സഹോദരന് ഒരു ബിഷപ്പുണ്ട്, അദ്ദേഹത്തിന്റെ മോൻ വൈദികനുണ്ട്, പെങ്ങടെ മോൻ വൈദികൻ. എന്റെ മാവിയ ഒരേ ഒരു മാവിയേ ഉള്ളൂ. മാവിയുടെ വീട്ടിൽ എത്രയാന്ന് എനിക്ക് പോലും എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത വൈദികരാ. പക്ഷെ ഞങ്ങളുമായിട്ട് നല്ല ബന്ധമാണ്. അവർക്കൊക്കെ അറിയാം ഇത് സത്യമാണ്, എന്നെ പെന്തക്കോസ്തുകാരി അവർക്ക് വലിയ സ്നേഹമാണ്. അവിടുന്ന് എന്തായാലും കൊള്ളാം. ഞാൻ പിന്നെ കസിനെ വിളിക്കുമ്പം എന്റെ കസിന്റെ മോൻ എന്ന് പറയുക, ആന്റി 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 അങ്കിള് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞ ഉപവാസത്തിനുള്ള വില ഇന്ന് മനുഷ്യ ഹൃദയങ്ങളിൽ അറിയത്തില്ല. ഞാൻ പൊക്കോണ്ടിരിക്കുന്ന ഒരു ചർച്ചില്
ലാലച്ചൻ ബ്രദർ എന്ന് പറഞ്ഞ ഒരു സഹോദരൻ. ഇതൊക്കെ ഞങ്ങൾ ഉച്ചയ്ക്ക് ചേംബറിലിരിക്കുമ്പോൾ പറയും, ഈ എലിസി സിസ്റ്റർ മാത്രമേ ഉള്ളൂ വെക്കുന്ന വിഷയത്തിനെല്ലാം അങ്ങ് മറുപടി കിട്ടും. ഞാൻ പറഞ്ഞു, കണ്ണ് കടിച്ചിട്ട് കാര്യം. കർത്താവിന്റെ വചനമുണ്ട്, നിഷ്കളങ്കനെ കുറികൾ നേരുള്ളവൻ എവിടെയും നശിച്ചു പോകുകയില്ല. നമ്മൾ നീതിയോടെ നിഷ്കളങ്കതയോടെ ഉപവസിച്ചാൽ നമുക്ക് വേണ്ടി കർത്താവ് മറുപടി തരും. അങ്ങനെ ഭയങ്കര സന്തോഷം, ഭയങ്കര സന്തോഷം. എന്നെ കുറിച്ച് ഭയങ്കര ഒരു റിപ്പോർട്ട് വിട്ട് ഭയങ്കര സന്തോഷം. എന്റെ പ്രിയപ്പെട്ടവൻ, എനിക്ക് വിവരങ്ങൾ അറിയത്തില്ലല്ലോ. ബോംബെ എന്നപ്പം ഇവരുടെ കൂടെയുള്ള ഓസി എന്ന് വെച്ചാൽ അധികാരികളൊക്കെ ഇദ്ദേഹത്തിന് അനുകൂലം. അദ്ദേഹം ഈ സ്പോർട്സിന്റെ അത് അദ്ദേഹത്തിന്റെ അനുഭവസാക്ഷ്യത്തിൽ പറയും കാര്യങ്ങളിലൊക്കെ അവർക്കൊക്കെ അധികാരികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത്ര പേർക്ക് അവധി കൊടുക്കാത്ത സമയത്ത് ഞങ്ങൾ പട്ടാങ്കോടാണ് അവധി കൊടുത്തു. ഇദ്ദേഹം എന്ത് ചെയ്തു, ബോംബെ വന്നു. ബോംബെ വന്നിട്ട് എന്നെയും കൂട്ടി ഇദ്ദേഹം പട്ടാൻകോട് ചെന്നു. അവിടെ ഞങ്ങൾക്ക് നല്ലൊരു ക്വാർട്ടേഴ്സ് കിട്ടി. അപ്പോഴത്തേക്ക് ഈ ക്വാർട്ടേഴ്സ് അത്യാവശ്യമുള്ള സാധനങ്ങളുണ്ട്. ഞാൻ നല്ല കുളിച്ചു. ഈ ജനുവരി ഫെബ്രുവരിക്ക് ഭയങ്കര തണുപ്പ്. ഹിമാചലിന്റെ കീഴിലായിരുന്നു, ഭയങ്കര ഐസ് ഉറയുന്ന സമയം, ഐസിന്റെ ടൈം. അന്നേരം ഞാൻ തൊടുത്തു നല്ല ബ്ലാങ്കറ്റ്. അന്ന് ഈ നല്ല സ്പോഞ്ച് ബ്ലാങ്കറ്റ് ഒന്നും നമ്മുടെ ഇന്ത്യയിൽ ഇല്ല. നല്ല ബ്ലാങ്കറ്റും നല്ലൊരു പുൾട്ടും നല്ലൊരു മേട്രസ്. കാരണം നമുക്ക് തണുപ്പിനെയും ചൂടിനെയും ഒക്കെ അതിജീവിക്കാൻ എല്ലാ ഏകദേശം ഒരു 100-150-200 കിലോ സാധനവുമായിട്ട് ഒത്തിരി ഗോൾഡ്. ഞാൻ ഗോൾഡ് ഉപേക്ഷിച്ചിട്ടില്ല. ഞാൻ പറഞ്ഞു ചെറിയൊരു മാലയിടും. അങ്ങനെയുള്ള ഈ ഇദ്ദേഹത്തിന് അന്നത്തെ സമയത്ത് $150 എന്ന് പറയുമ്പോൾ ഇന്നത്തെ സമയത്ത് എത്ര വിലയുള്ള ഒരു വാച്ച്, ഇദ്ദേഹത്തിന് ഫോൺ, എല്ലാ കാര്യങ്ങളുമായിട്ട് അവിടെ നിന്ന് വരുന്നു. അങ്ങനെ ഒരു ദിവസം ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഞങ്ങൾ വന്നു. ഒരു 2-3 ദിവസം, ഒത്തിരി ദിവസം അവിടെ നിൽക്കാൻ ഞങ്ങൾക്ക് സമയമില്ല. 1 വീക്കിനകം കേരളത്തിൽ തിരിച്ചു വരണം, കുഞ്ഞുങ്ങളെ കാണണം. ഇദ്ദേഹം എന്ത് ചെയ്തു, പെട്ടെന്ന് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, പിന്നെ പോയി എനിക്ക് കുറച്ച് ഡോളർ മാറണം, ഒരു കാരണം കുറച്ച് ഡോളർ മാറാനെ കൊണ്ട് ബാങ്കിൽ പോകണം. അമൃതസർ എന്ന് പറയുന്ന ഇടത്ത്, ഗോൾഡൻ ടെമ്പിളിന്റെ അടുത്ത് ഒരു അന്ന് SBT, ഇന്ന് SBT ബാങ്കിൽ പോയി ഏകദേശം ഒത്തിരി $12,000 മാറി. പിന്നെ കുറച്ച് ഡോളർ ഒരു 10, അന്ന് നമ്മൾ ഈ വെസ്റ്റേൺ യൂണിയനിലും ബാങ്കിലും ഒക്കെ അയക്കാൻ ഭയങ്കര ചാർജ്. ഈ ചാർജ് ആകുമ്പോൾ ഉണ്ടല്ലോ, നമ്മൾ ഈ 1.5 വർഷത്തെ പൈസ അവിടെ കളക്ട് ചെയ്ത് ഒന്നിച്ച് കൈക്കൊണ്ട് അത് കൊണ്ടിരുന്ന വിധങ്ങളൊക്കെ നമ്മൾ ആൽബത്തിലും അവിടെ ഇവിടെ വെച്ചൊക്കെ അന്ന് ഇത്രയൊന്നും ചെക്കിങ് ഒന്നും. അങ്ങനെ കാര്യങ്ങളെ കൊണ്ടുവന്നു, എല്ലാം റെഡിയായി. എന്ത് ചെയ്തു, പോയി അന്നേരം എന്നെ പിടിച്ചു വലിച്ചു, വാ നമുക്ക് ഗോൾഡൻ ടെമ്പിൾ കാണാം. ഞാൻ പറഞ്ഞു, അതിലും നല്ല മനോഹരമായ ഒരു ടെമ്പിൾ കണ്ടു വളരുന്ന ജീവിതമായിരിക്കും. എന്നെ പിടിച്ചു വലിച്ചോണ്ടാകുന്നത്. എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ഒരു വലിയ മൃഗത്തെ പോലെ ഇദ്ദേഹത്തിന്റെ കൂടെ പോയി അത് കണ്ടോ ഇത് കണ്ടോ ചോദിക്കുമ്പോഴൊന്നും ഞാൻ ഇതൊന്നും ഇതില്ല. ഞാൻ ഒത്തിരി വില കൂടി അതുവരെയും അത്ര കോസ്റ്റ്ലിയുള്ള ചുരിദാറുകളൊന്നും എടുത്തിട്ടില്ല. പഞ്ചാബിലൊക്കെ നല്ല ചുരിദാറുകൾ ഇട്ടു, ഒത്തിരി ചുരിദാറുകളും കുഞ്ഞുങ്ങൾക്ക് ഒരുപാട് സാധനം, ഏകദേശം ഒരു 10-25,000 രൂപയുടെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അന്നേരം എന്റെ കൂടെ ജോലി ചെയ്യുന്ന ഒരു അജി ഒരു $200 ഒരു ലെറ്ററും തന്നു. ഇതൊക്കെ എന്റെ കയ്യിൽ ഒത്തിരി കൂട്ടുകാരുടെ സാധനങ്ങളൊക്കെ ഇരിക്കുക. ഇതെല്ലാം കൂടെ അവിടെ ഇരിക്കുന്ന സമയത്ത് ഒരു ദിവസം എല്ലാം വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്നു. ആ ദിവസം കൊണ്ടുവന്നു ഒരു അരമണിക്കൂർ പോലും ആയില്ല. ഞാൻ പറഞ്ഞു, ഇവിടെ ചിക്കനും ഇല്ല, ഫിഷും ഇല്ല, കാരണം മീനോ ചിക്കനോ എന്തെങ്കിലും ഇല്ലാതെ എന്നും മീൻ മസ്റ്റാ, മീനില്ല, ഭക്ഷണം കഴിക്കത്തില്ല ഇദ്ദേഹം. അന്നേരം ഞാൻ പറഞ്ഞു, പോയി വാങ്ങിക്കൊണ്ട് വന്നു. ഞാൻ പാല് മേടിക്കാൻ ഇവിടെ നിൽക്കാന്ന് പറഞ്ഞു. ഇദ്ദേഹം എന്നോട് പറഞ്ഞു, ഇല്ല നീയും വരണം. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരുടെ ഒരു ഹാഫ് ആൻ അവർ എടുത്തില്ല. ഇങ്ങോട്ട് വന്ന വഴിക്ക് ഒരുത്തൻ ഓടി, ഒരു ദൂതം വന്നു യോബിനോട് പറഞ്ഞ ഒരുത്തൻ ഓടി വന്ന് പറയുക, ദിദി നിങ്ങളല്ലേ ഫോറിനിന്ന് വന്നത്, നിങ്ങളുടെ സാധനങ്ങളും ക്വാർട്ടറും മുഴുവനും ആകെ ടോട്ടൽ എടുത്തത് ഒരു 20-30 മിനിറ്റ്, മാക്സിമം 30 മിനിറ്റ്. ഒരു 200 മീറ്റർ ദൂരം ഒരുത്തൻ ഓടി വന്നൊരു ദൂതനെ പോലെ ഒരാൾ വന്ന് പറഞ്ഞു, നിങ്ങളുടെ മുഴുവനും കത്തി നശിച്ചു, നിങ്ങൾക്ക്. അന്നത്തെ സമയത്തൊക്കെ ഈ പട്ടാളക്കാരുടെ ഭാര്യമാരും അവരും ഇവരും ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ പറഞ്ഞ ഭയങ്കര ക്രിമിനൽ കുറ്റമുള്ള ഒരു സമയം. അവിടുന്ന് ഞാൻ പറഞ്ഞു, ഭയങ്കര സന്തോഷം, എനിക്കങ്ങ് ഹാപ്പിയായി. ഹാപ്പി എന്ന് വെച്ചാൽ മറ്റൊന്നുമല്ല, എനിക്കറിയാം ഇതൊരു വീണ്ടെടുപ്പിന്റെ മുന്നോടിയാണ്. ഞാനൊരു ഭയങ്കര സന്തോഷത്തോടെ, അന്നേരം നല്ല തണുപ്പാകുമ്പം കോട്ടും സൂട്ടും ഒക്കെ ഇട്ട് ഇങ്ങനെ വരുന്ന വരം. ഇത് കേട്ടപ്പോഴേ ഇദ്ദേഹത്തിന് പേടി. ഇവിടെ അങ്ങനെ അന്ന് നിയമങ്ങള്, റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉള്ള സമയം. അങ്ങനെ ഈ ഭാര്യമാരൊക്കെ പോകുന്ന ഒരു കുറ്റമായ കാലങ്ങളുണ്ട്. ഇന്നപ്പോ ആർക്ക് വേണേലും. ഇദ്ദേഹം പേടിച്ച് അടച്ചു വരുമ്പോൾ അവിടുത്തെ കംപ്ലീറ്റ് ഓഫീസേഴ്സ്, എനിക്കൊന്നും ഒരു
500 പേര് ആ ക്വാർട്ടറിന് ചുറ്റും തീ കെടുത്തിയിട്ട് ഓരോരുത്തരും വലിച്ച് ഒന്നുമില്ല. ഒരു 3-4 പേരുടെ സാധനം ഞാൻ കൊണ്ടുവന്നു, അത് മാത്രം ഒരു കേടും പറ്റി വെളിക്കോട്ട് ഇങ്ങനെ വലിച്ചു വിടുക. ഞാനന്നേരം അവിടെ ഇന്ന് ഭയങ്കര സന്തോഷത്തോടെ പാട്ട് പാടും. എനിക്ക് അമ്പാലയിലൊക്കെ ജോലി ചെയ്തെങ്കിലും ഹിന്ദി എനിക്ക് അത്ര ഗ്രാമർപരമായിട്ട് അറിയത്തില്ല. അന്നേരം ഒരു കേണലിന്റെ വൈഫ് വന്നിട്ട് എന്നെ ഇങ്ങനെ തട്ടി, എന്റെ തോളിന് തട്ടിയിട്ട് പറയുക, നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി, ഇവർക്ക് എന്തോ മെന്റലി ഇവര് സൈക്കോ ആയി. കാരണം ഞാൻ നിന്ന് ചിരിക്കുന്നേ കണ്ടോണ്ടാ പറയുന്നത്, ഇവരൊരു സൈക്കോ ആയി. എന്നെ കാണുന്നവർക്കൊക്കെ പേടി, എനിക്കല്ല വിഷമം, എന്നെ കാണുന്നവർക്ക് പേടി. അപ്പോഴത്തേക്ക് എന്റെ ഹസ്ബൻഡിന്റെ മുഖഭാവം ഒക്കെ അങ്ങ് മാറി. കാരണം ജീവിതത്തിൽ അന്ന് വരെ കെട്ടാത്ത ഒരു വാച്ച്, ഇത്ര വിലയുള്ള ഒരു വാച്ച്, ഫോണ്, ഇദ്ദേഹത്തിന് ഒത്തിരി ഡ്രസ്സുകൾ, ഒത്തിരി നല്ല കാര്യങ്ങളെല്ലാം, ഇദ്ദേഹത്തിന്റെ കംപ്ലീറ്റ് സിവിൽ ഡ്രസ്സുകൾ, ആർമിയുടെ എല്ലാം ഒന്നും കൊണ്ടുവന്നിട്ട് ബാക്കി എല്ലാം ഉണ്ട്. ഇദ്ദേഹം എന്ത് ചെയ്തു, ഭയങ്കര ഒരു വിഷണനെ പോലെ എനിക്ക് ഇന്നും അതെന്റെ കണ്ണിന് മുൻപിൽ വരും. ഇങ്ങനെ ഭിത്തി ചാരി അവിടെ നിൽക്കുന്നു. ഈ കേണലിന്റെ വൈഫ്, ഓസിയുടെ വൈഫ്, ഒത്തിരി പേര് ഇവര് വന്ന് എന്നെ തട്ടിയപ്പോ ഞാൻ പറഞ്ഞു, ജോ ഭഗവാനെ ദിയ, അത് ദൈവം തന്നു, ദൈവം എടുത്തു. ഹിന്ദി കൂടെ പറഞ്ഞ ദൈവത്തിന്റെ നാമം മഹിമപ്പെടട്ടെ. അവരോട് പറഞ്ഞപ്പം ഇവർക്ക് ഇതൊക്കെ പറഞ്ഞ ഇവർക്ക് അറിയത്തില്ലല്ലോ. എന്തായാലും ഭയങ്കര സന്തോഷമാണ്. എന്റെ 4 വശവും കത്തിയ പാസ്പോർട്ട്, പുറത്ത് അല്പമായ വന്ദനം. എന്റെ അന്ന് SSLC സർട്ടിഫിക്കറ്റ് എവിടാന്നൊന്നും അറിയത്തില്ല. എന്റെ പ്രീ ഡിഗ്രിയുടെ സർട്ടിഫിക്കറ്റ് അറിയാമല്ലോ, പേപ്പർ. പിന്നെ പാസ്പോർട്ട് ഇങ്ങനെ ടിക്കറ്റിന്റെ ഒരു സൈഡ് മാത്രം. അന്നേരം കർത്താവ് വന്നേ എന്റെ ജോലി നിർത്തലാക്കി. എന്റെ ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് മുഴുവനും കത്തി. അന്ന് ഞാൻ 5-6 വർഷമേ ആയുള്ളൂ. യമനിൽ പോയി എന്റെ സകലതും കത്തി നശിച്ചു. കൊണ്ടുവന്ന സാധനങ്ങളെല്ലാം കത്തി. അങ്ങനെ ഈ ന്യൂസ് ചാനൽ പുറത്തു വന്നു. ഒരു പാസ്റ്റർ ഈ ന്യൂസ് ചാനലിൽ കാണി. ഒരു പാസ്റ്റർ അവിടെ വന്ന, ആ പാസ്റ്ററിന്റെ പേരാണ് പാസ്റ്റർ MM ജോൺ, മൺമൂൺ ക്യാൻഡലിന്റെ പാസ്റ്റർ. ഇദ്ദേഹം അവിടെ വന്നിട്ട്, ഇദ്ദേഹത്തിന് അറിയത്തില്ല ഞാൻ ഒരു ബന്ധക്കോസുകാരിയാണെന്ന് അറിയത്തില്ല. ഇദ്ദേഹം അവിടെ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, നാളെ തൊട്ട് ഒരു 3, അന്നേരം ഞങ്ങൾക്കൊന്നുമില്ല, ഞങ്ങളുടെ എല്ലാ സുഖ സൗകര്യങ്ങളും അവിടെ കൊണ്ട് കത്തിച്ചാമ്പലായി. $1 മുക്കാല് കത്തി. ഇന്ത്യൻ മണി എനിക്ക് തോന്നിക്കുന്നത് 10,000 ഇന്ത്യൻ മണി മാറിക്കൊണ്ട് വന്നു. അത് പകുതി മുക്കാലും കത്തി. ഗോൾഡ് ഒക്കെ അങ്ങ് മെൽറ്റായി. എനിക്ക് തോന്നുന്നു ഒരു 10, 15, 20 പവനോളം ഉണ്ടായിരുന്നു. അതെല്ലാം അങ്ങ് ഉരുകി ഒന്നിച്ചായി. അത് കഴിഞ്ഞിട്ട് വേറെ എന്റെ സഹോദരി അജി എന്ന് പറയുന്ന ഒരു സഹോദരിയുടെ $200 കത്തും. അത് കാണാനേ ഇല്ല. അങ്ങനെ രാത്രിയിൽ എനിക്ക് ഭയങ്കര സന്തോഷമായി. അന്നൊരു വെള്ളിയാഴ്ച രാത്രിയിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവ്, ഇതിന് കാരണക്കാരനായ വ്യക്തിയെ അടുത്ത വെള്ളിയാഴ്ചക്ക് മുൻപ് സ്വർഗം എനിക്ക് വെളിപ്പെടുത്തി തരാം. സ്വർഗം എനിക്ക് അടുത്ത വെള്ളിയാഴ്ചക്ക് മുൻപ്, അല്ല ഒരു വ്യാഴാഴ്ചയായി സംഭവം നടക്കുന്നത്, എനിക്ക് വ്യക്തിയെ വെളിപ്പെടുത്തി തരാം. അന്ന് രാത്രി കിടന്നുറങ്ങി. കൊടും തണുപ്പിന് ഈ നോർത്ത് ഇന്ത്യയിലെ റജായി എന്ന് പറയുമ്പോൾ 500 കിലോ ഉള്ളത്, ശ്വാസം മുട്ടുന്നത് വേഗത്ത് വലിച്ചു. എങ്ങനെ ഇദ്ദേഹത്തിന്റെ ഒരു കൂട്ടുകാരന്റെ ഭവനത്തിൽ കിടന്നുറങ്ങി. രാത്രി 2 മണിക്ക് ദൈവാത്മാവിന്റെ ദർശനത്തെ കൂടെ കാണിക്കുന്നു. അജിയുടെ $200 ആ ലെറ്ററും ആ കത്തിക്കരിഞ്ഞ് എന്റെ അടിക്ക് ഭദ്രമായി പോലെ എടുക്കാം. അവരുടെ കുറെ സാധനങ്ങൾ, മറ്റുള്ള സഹോദരങ്ങളെ 4-5 പേരുടെ സാധനങ്ങൾക്ക് ഒരു കേടും വരുത്തിയില്ല. ഞാൻ രാത്രി തന്നെ ഇദ്ദേഹത്തെ തട്ടി ഉണർത്തി. ഇദ്ദേഹത്തിന് ഉറക്കം പറഞ്ഞു, ഞാൻ ഇങ്ങനെ ഒരു ദർശനം ദൈവദാസനെ പോയി. രാവിലെ ദൈവദാസനെ എന്നല്ല, അച്ഛ പോയി, അനിയച്ചാന്നാ വിളിക്കുന്നത്, അനിയച്ച പോയി. അവര് എന്തുവാ ഇതെല്ലാം ലോക്ക് ചെയ്തു, അവര് സീലടിച്ചു, അവരുടെ അനുവാദമില്ല, ഇനി അത് തുറക്കാൻ പാടില്ല. ഭയങ്കര പ്രതികൂലങ്ങളായി. പോയി അവരെ വിളിച്ച് അറയിലാക്കി, താക്കോലെന്ന് വെച്ചാൽ കീയെന്ന് വെച്ചാൽ പോയി തുറന്നു. ഇദ്ദേഹം അതുപോലെ പോയി തുറന്നപ്പോ ഈ പൈസയും ഇതും അതിനകത്ത് ഇദ്ദേഹത്തിന് വിശ്വാസത്തിന് നാളം കത്താൻ തുടങ്ങി. കാരണം എനിക്കൊരു വിഷമവും ഇല്ല. ഇദ്ദേഹം വിചാരിക്കുന്നത് പെട്ടെന്ന് എനിക്ക് എന്തെങ്കിലും വരുന്നു. അങ്ങനെ പെട്ടെന്ന് പറയാം. ഈ ദൈവദാസൻ പിറ്റേ ദിവസം വന്ന് ഞങ്ങളോട് പറഞ്ഞു, വെള്ളി, ശനി, ഞായർ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥനയിൽ നിങ്ങൾ വരണം. അങ്ങനെ വെള്ളിയാഴ്ച രാവിലെ അവിടെ കിടന്ന കർത്താവിന്റെ ദാസിയുടെ പേരാണ് കുഞ്ഞമ്മ രാജൻ.
ഞാൻ ഒത്തിരി നീട്ടുന്നില്ല, കാരണം വേറെ ഒരുപാട് സാക്ഷ്യങ്ങൾ പറയാനുണ്ട്, ഒത്തിരി നീട്ടുന്നില്ല. അദ്ദേഹം എന്റെ ഫാദറിന്റെ കൂട്ടുകാരൻ, ഭാര്യ. കാരണം എന്റെ ഫാദറിന്റെ കൂട്ടുകാരന് ലൂക്കോസ് എന്നാ വിളിക്കുന്നത്. ഇവര് ബിസിനസ് ഭയങ്കര. ലൂക്കാച്ചായന്റെ മോളാണ് കുഞ്ഞമ്മരാജൻ എന്ന് പറയുന്ന അമ്മാമ്മ. ഇവർ ആ ചർച്ചിനകത്ത് വന്നിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇവര് കുഞ്ഞമ്മരാജനാണോ ആരാണെന്ന് അറിയത്തില്ല. ഞങ്ങൾ തമ്മിൽ കണ്ടിട്ട് പിതാക്കന്മാര് തമ്മിലുള്ള ബന്ധം. പെട്ടെന്ന് ആ സഹോദരി, ആ ദൈവദാസി വന്നു. 5 6 പേരും ആ ചർച്ചിലുള്ളൂ. ഈ ദൈവദാസി പറഞ്ഞു, എല്ലാരും പ്രാർത്ഥിക്കാം. എന്റെ പ്രിയപ്പെട്ടവന് പ്രാർത്ഥന എന്ന് പറയുന്ന അറിയത്തില്ല. ഞങ്ങൾ പണ്ടും പ്രാർത്ഥിക്കാനിരിക്കും പറയും, നീ ബൈബിള് വായില്ല. കാരണം ഈ കത്തോലിക്കരുടെ ബൈബിള് വായ ഒത്തിരി വ്യത്യാസമുണ്ട്. മലബാറിന്റെ, സീറോ മലബാറിന്റെ അല്ല, ലത്തീൻ കത്തോലിക്കിന്റെ അല്ല, സിറിയൻ കാത്തലിക്സ്, സിറിയൻ, അങ്ങനെ വ്യത്യാസമുണ്ട് ബൈബിൾ വായ. എന്റെ പ്രിയപ്പെട്ടവന് ഞാൻ ബൈബിൾ വായിക്കാൻ ചെയ്ത് ഭയങ്കര ഇഷ്ടം. പ്രാർത്ഥിക്കുന്നത് ഞാൻ, ആ ബൈബിൾ വായിക്കുന്നത് ഞാൻ. ഇദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു, പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ ഇദ്ദേഹത്തിന്റെ ആഴത്തിൽ കിടന്നു വേദന. ഇവരൊക്കെ സത്യം ഞാൻ പറഞ്ഞു, ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. എനിക്കറിയാം നിശ്ചയമായിട്ട് ഇദ്ദേഹത്തിന്റെ ഒരു വീണ്ടെടുപ്പ് ദിനമാണ്. ഇദ്ദേഹത്തോടെ പ്രാർത്ഥിക്കുമ്പോൾ ഇദ്ദേഹത്തിന്റെ സ്തോത്രം പറയാൻ ശരിക്കറിയത്തില്ല. ഇദ്ദേഹം അവിടെ നിന്ന് പറയുന്നത് സ്വസ്ത്രം സ്വസ്ത്രം സ്വസ്ത്രം. സത്യം പറയാൻ പ്രാർത്ഥിച്ചതുമല്ല, ഈ ദൈവദാസിയുടെ നാവിൽ കൂടെ ഞങ്ങൾ ആരും അറിയുന്നില്ല, ഒന്നും അറിയാത്ത ഒരു ദൈവദാസി, അവിടുത്തെ ഈ MM ജോൺ പാസ്റ്ററിനും അറിയത്തില്ല. പെട്ടെന്ന് ഇദ്ദേഹം പറയുന്നു, മകനെ, ഞാൻ അവൾ കണ്ണുനീർ കണ്ടു കണ്ടു കണ്ടു. ഇനിയെങ്കിലും നിനക്കൊരു മടങ്ങി വരാം, ഇല്ലെങ്കിൽ നീ ജാതികളുടെ മുൻപിൽ ഞാൻ നിന്നെ ഉഴലുന്നവനാണ്. എന്തൊക്കെയോ ഇദ്ദേഹത്തിന്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, നീ ശീതോഷ്ണവാനാകയാൽ ഞാൻ നിന്നെ എന്റെ വായിൽ നിന്ന് ഉമിഴ്ന്ന് കളയുന്ന നാൾ അതിവിദൂരം. എന്തൊക്കെയോ ഒന്ന് കത്തിക്കഴിഞ്ഞ ഉടനെ അന്നേരം അവിടെ 2 3 സഹോദരന്മാര് പ്രാർത്ഥിച്ചു കഴിഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി. എന്നോട് പറഞ്ഞു, മോളെ, ഇയ്യോബിന് വന്നതുപോലെ നിന്റെ ജീവിതത്തിൽ. അന്നേരം ഈ ദൈവദാസിക്ക് ഒന്നും അറിയത്തില്ല. ആക്ച്വലി എത്ര കൃത്യമായി പരിശുദ്ധാത്മാവ്, ഞാൻ നിനക്ക് അതിന്റെ ഇരട്ടി തരും. പെട്ടെന്ന് പറയാം. അവിടുന്ന് എനിക്ക് ഇപ്പൊ അവര് സോൾവേനിയയിലാണ്. രാം ബ്രദർ എന്ന് പറയുന്ന ഒരു രാം ബ്രദർ, അദ്ദേഹം തമിഴാണ്. സാലി ചേച്ചി, ഇവര് ഇന്റർനാഷണൽ സ്കൂളില് വർക്ക് ചെയ്യുന്നു. എത്ര ഡോളർ കത്തിയോ അത്ര ഡോളർ എനിക്ക് ഇവർ മടക്കിക്കൊണ്ട് തന്നു. ഇത് അവര് വിശ്വാസത്തിലാണ്. ഇവരുടെ വീണ്ടെടുപ്പ് ആയതുകൊണ്ട് അവരെന്ത് ചെയ്തു, കുറച്ച് ഡോളർ കൂടെ എനിക്ക് തന്നു. അത് കഴിഞ്ഞിട്ട് ഇന്ത്യൻ മണി കംപ്ലീറ്റ് ട്രിവാൻഡ്രത്ത് പോയി ഞങ്ങൾ അത് മുഴുവനും മാറ്റി. എനിക്ക് നഷ്ടമൊന്നും വന്നില്ല. കാര്യങ്ങളൊക്കെ എല്ലാം ദൈവം വേഗത്തിൽ ചെയ്തു. ഇതെല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹത്തോട് ആ കർത്തൃദാസൻ പാസ്റ്റർ രാജൻ ചാക്കോ എഴുന്നേറ്റ് നിന്ന് പ്രസംഗിച്ചു. ഇന്ന് ആര് ദൈവത്തെ കാണുമെന്ന് ചോദിച്ചു. ആകെ 5 6 പേരേ ഉള്ളൂ. ഞാനന്നേരം പെട്ടെന്ന് ഇങ്ങനെ അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കി, കർത്താവേ, എന്റെ ദൈവമേ, എന്നെ നീ ഒരു നാളും തള്ളിക്കളയരുത്. അവിടുന്ന് ഇദ്ദേഹം കൈപൊക്കി, കുറച്ച് ഹാഫ് കയ്യെ പൊക്കിയുള്ളൂ. കാരണം ഹാഫ് കർത്താവിനെ കണ്ടു. കാരണം ഒന്നും അറിയുന്നില്ലല്ലോ. അത് കഴിഞ്ഞു. അതിന്റെ പിറ്റേ ദിവസം ഇദ്ദേഹം എന്ത് ചെയ്തു, രാവിലെ എണ്ണിച്ചു. നല്ലുടുപ്പുകളെല്ലാം പോയല്ലോ, ഉള്ളുടുപ്പും പാൻറ്റും എല്ലാം. ഏതോ ഒരു പഴയ ഉടുപ്പ്, 1 2 ഉടുപ്പ്, 1 2 പാൻറ്റും ഒക്കെ കണ്ടു. എനിക്കെന്നെ ചിരി വന്നു. എന്തോ എന്റെ ഹൃദയത്തിൽ ആത്മാവിന്റെ ഇതേക്ക് എനിക്കൊന്ന് ചിരി വരും. ഞാൻ ചോദിച്ചു, ഹലോ, നീ ഒന്നും മിണ്ടായി, പാവപ്പെട്ടവർ എന്തെങ്കിലും ചെയ്യട്ടെ എന്ന് പറഞ്ഞപ്പോൾ ഇതങ്ങ് കഴിയൊക്കെ. അന്ന് ആ കർത്തൃദാസൻ ചോദിച്ചു, ആരാ സ്നാനപ്പെടാൻ വരാനുള്ള ആര്? ഇദ്ദേഹം ഒന്ന് കൈപൊക്കി. ഞാൻ പറഞ്ഞു, എന്റെ ജീവിതത്തിൽ പറ്റിയ അബദ്ധം ഉണ്ടല്ലോ, ബൈബിൾ ക്ലാസ് ഇല്ലാതെ പോയി 3 ദിവസം കൊണ്ട് സ്നാനപ്പെട്ട ഞാൻ പറഞ്ഞു, കർത്താവിന്റെ ദാസൻ, ബൈബിൾ ക്ലാസ് എടുക്കണം. കാരണം എന്റെ വീണ്ടെടുപ്പിന് വേണ്ടിയായിരിക്കും അന്ന് ഞാൻ കർത്താവ് എനിക്ക് തന്നത്. ഇദ്ദേഹത്തിന്റെ വീണ്ടെടുപ്പിന് ദൈവം കാരണമാക്കണമെങ്കിൽ ദൈവവചനവും കൂടെ അറിഞ്ഞില്ലെങ്കിൽ പിന്നെ വേർപാടും വിശുദ്ധിയില്ലാതെ പോകും, ആർമയില്ല. അങ്ങനെ അവര് ബൈബിൾ ക്ലാസ് ഒക്കെ എടുത്തു. പിറ്റേ ദിവസം സ്നാനപ്പെടാൻ പോയപ്പോ പിന്നെയും എനിക്കൊരു ഭയം, ദൈവമേ, എന്റെ അവസ്ഥ വരുമോ? ആർമിയാ. ബാക്കിയൊക്കെ ഇദ്ദേഹത്തിന്റെ സാക്ഷ്യത്തിൽ കൂടി പറയാൻ സ്നാനപ്പെട്ടു. എല്ലാ കാര്യങ്ങളും കർത്താവ് കൃത്യമായി ചെയ്തെടുത്തു. എനിക്ക് പോയതെല്ലാം കർത്താവ് മടക്കി തന്നു. ഇവിടെ കേരളത്തിൽ വന്ന് കുഞ്ഞുങ്ങളെയൊക്കെ കണ്ട് സന്തോഷമായി ഞാൻ കടന്നുപോയി. ഇദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ ആത്മാവ് സംസാരിച്ചു.
പെൻഷൻ പാടേണ്ട റിട്ടയർമെന്റ് എഴുതി പറഞ്ഞു. ഇദ്ദേഹം പെട്ടെന്ന് എഴുതി കൊടുത്ത് ഇദ്ദേഹത്തിന് കിട്ടുന്നില്ല. ഞാൻ എമനിച്ചെന്നു. ഞാൻ കർത്താവിനോടൊരു കണ്ടീഷൻ, കർത്താവെ എനിക്ക് കിട്ടുന്ന സാലറിയിൽ എല്ലാ വർഷത്തെയും സാലറി ജനുവരി മാസത്തെ ദശാംശമല്ല ഫുള്ള് ദൈവനാമത്തിന് ഞാൻ കൊടുക്കും. എനിക്ക് സാലറി കൂട്ടിക്കിട്ടണം. കാരണം ജോഷുവ പറഞ്ഞു, ഞാനും എന്റെ കുടുംബവും ഞങ്ങളെയൊക്കെ ഉപയോഗിച്ച് സേവിക്കും. എനിക്ക് കുടുംബമായി കുഞ്ഞുങ്ങളായി ഈ ദേശത്ത് പാർക്കണം. അന്നേരം ആ അമ്മാമ ദൈവാലോചന ഇദ്ദേഹത്തോടെ പറഞ്ഞു, മോനെ പൗലോസിനെ അയച്ചുപോലെ ഞാൻ നേരെ നിന്നെ അറേബ്യയിലേക്ക് അങ്ങനെ കർത്താവ് സാലറിയുടെ വ്യവസ്ഥ എനിക്ക് വെച്ചു. എനിക്ക് തോന്നുന്നത് എന്റെ ഊഹം ശരിയാണെങ്കിൽ ഞാൻ വന്ന് മടങ്ങിപ്പോയി. ഒരു 6 മാസം കഴിഞ്ഞപ്പോഴത്തേക്ക് ഇദ്ദേഹം 2-3 പേപ്പറൊക്കെ കൊടുത്തു. ഒരു ഇതിന് ഇദ്ദേഹത്തിന് അനുവാദം കിട്ടിയില്ല, ഇദ്ദേഹത്തിന് പെർമിഷൻ കിട്ടിയില്ല. അവസാനം ഇന്ന് കർത്തൃദാസനുണ്ടോന്ന് എനിക്കറിയില്ല, ഒരു മണിപ്പാസ്റ്റ് ട്രിവാൻഡ്രത്തുകാരൻ പ്രാർത്ഥിച്ചു, ഈ പെൻഷന്റെ പേപ്പർ ഫോർവേഡ് ചെയ്തു, ഇദ്ദേഹത്തിന് പെൻഷൻ കിട്ടി. ഇദ്ദേഹം അപ്പോഴത്തേക്ക് ഞാൻ പെട്ടെന്ന് അടുത്ത ലീവിന് എമർജൻസി അവധിക്ക് നാട്ടിൽ വന്നു. അങ്ങനെ ഞങ്ങൾ നാട്ടിൽ വന്നു. കർത്താവ് ഞങ്ങൾക്ക് ഭയങ്കര പ്രതികൂലം. എന്റെ പ്രിയപ്പെട്ടവന്റെ ഭവനത്തിൽ നിന്ന് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന നാൾ മുതൽ എനിക്ക് കിട്ടാൻ തുടങ്ങി. ഞാൻ കള്ളപ്പന്തക്കോസുകാരിയ. അന്നേരം എന്റെ ഫാദറിലോ പെട്ടെന്ന് അച്ഛന്മാരോട് പറയും, എന്റെ അച്ഛോ ഞങ്ങളുടെ വീട്ടിലെ മരുമോളും നല്ല മനുഷ്യനായിരുന്നു. എന്റെ ഫാദറിലോയും മദറിലോ പ്രൈസറുടെ അമ്മായിപ്പനും അമ്മായിമ്മയും ഒത്തിരി ഒരു പ്രാർത്ഥനാ വീരനായിരുന്നു അദ്ദേഹം. പക്ഷെ കത്തോലിക്ക പാരമ്പര്യം ഒരു പ്രാർത്ഥനയുള്ള വീടായിരുന്നു. അച്ഛോ എന്റെ മരുമോള് പെന്തക്കോസുകാരിയ. എന്നോട് ചോദിക്കുന്നതിനൊന്നും എനിക്ക് മറുപടി പറയാൻ ഒക്കത്തില്ല. ഉടനെ ഇദ്ദേഹം എന്ത് ചെയ്തു, പെന്തക്കോസുകാർ ദുഷ്പ്രചാരണം എന്ന് പറഞ്ഞു ഒരു ബുക്ക് അച്ഛൻ കൊടുത്തു, മോളെ ഇതൊന്ന് വായിര്, എന്നിട്ട് എന്റെ കുഞ്ഞു മടങ്ങി വരും, എന്റെ മോള് മടങ്ങി വരും. ഞാൻ പറഞ്ഞു, അപ്പച്ച ഇതില് ദൈവവചനപ്രകാരമുണ്ടോ? ഞാൻ ഇന്ന് മടങ്ങി വരാം. ഞാൻ നോക്കുമ്പോ വചനത്തിൽ കൂടെ ഒന്നുമില്ല. പെന്തക്കോസുകാര് കമ്പ് നാട്ടി വെച്ച് പ്രാർത്ഥിക്കുന്നു, അവർ ഓല കെട്ടുന്നു, അവരവിടെ ഇരിക്കുന്നു, ഇവിടെ ഇരിക്കുന്നു. അതിനൊക്കെ തക്ക ആൻസർ കൊടുക്കാൻ ദൈവം കൂടെ ഇടയാക്കി. അങ്ങനെ നല്ല ഒരമ്മയപ്പനും അമ്മയമ്മയായിരുന്നു. എന്റെ മാതാപിതാക്കളെ പോലെ തന്നെ എന്നെ സ്നേഹിക്കുന്നവരായിരുന്നു. അവിടുന്ന് ഞാൻ പെട്ടെന്ന് ഞങ്ങളിവിടെ, എനിക്ക് കുറച്ച് വസ്തു അവിടെ താമസിക്കാൻ ഒക്കത്തില്ല, കുടുംബ വീട് താമസിക്കാൻ ഒക്കത്തില്ല, ഭയങ്കര പ്രതികൂലമാണ്. അവിടുന്ന് ഞാൻ കർത്താവേ എനിക്ക് 2 സെന്റ് സ്ഥലം മതി. ആ 2 സെന്റ് സ്ഥലത്ത് ഒരു ചെറിയ കുടില്, ഒരു ഷീറ്റിട്ട് ഒരു ചെറിയ കുടിലിട്ട്, ഒന്നുമല്ലെങ്കിൽ ദൈവത്തെ വിളിക്കാവുന്ന, ദൈവത്തെ ആരാധിക്കാവുന്ന, പെന്തക്കോസുകാർ വരുന്നതിന് പ്രശ്നം വരുത്തില്ലല്ലോ. അങ്ങനെ ആകുമ്പോ പിന്നെ പലയിടത്തുനിന്നും എനിക്ക് വിളികളും കാര്യങ്ങളൊക്കെ വന്നു. എന്റെ പ്രിയപ്പെട്ടവന് ദൈവസന്നിധി വരുന്നതിന് മുൻപ് ദൈവം എന്ത് ചെയ്തു, ഈ വസ്തുവിന്റെ ക്രമീകരണങ്ങൾ, പ്രിയപ്പെട്ടവൻ ദൈവസന്നിധി വരുന്നതിന് മുമ്പ് ഞാൻ കരയാൻ തുടങ്ങി. വസ്തുവിന്റെ ക്രമീകരണങ്ങൾ നടന്നു. കർത്താവ് വലിയവ ചെയ്തു. എന്റെ ഫാദറിലോ ജീവിച്ചിരിപ്പുണ്ട്. ഞങ്ങൾ ഇപ്പൊ ഈ പാർക്കുന്ന ഭവനത്തില് ഈ വസ്തു വാങ്ങിക്കുമ്പോൾ എന്റെ ഫാദറിലോ ജീവിച്ചിരിപ്പുണ്ട്. എന്നൊക്കെ എന്റെ ഫാദറിലോ എപ്പോഴും പറയും, അന്നൊക്കെ ഭയങ്കര വില കൊടുത്ത ഈ വസ്തു വാങ്ങിച്ചത്. ഒരിക്കലും അതിനൊന്നും ഒരു യോഗ്യത ഇല്ല. കാരണം ഒരു ആർമിക്കാർക്ക് അന്ന് കിട്ടുന്ന ശമ്പളമൊക്കെ തുച്ഛമായ ശമ്പളമാണ്. അന്നേരം എപ്പോഴും ഇവിടെ ആൾക്കാർ കളിയാക്കി പാടുന്ന ഒരു പാട്ടുണ്ട് അന്നത്തെ കാലത്ത്, പട്ടാളം പരമാനന്ദം പട്ടിണിയാണ് ഇതിലും ഭേദം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ഒരു സമയം. കാരണം ഇദ്ദേഹം ദൈവത്തെ കണ്ടു. അടുത്ത വർഷം നമ്മുടെ മന്ത്രി ആന്റണി കയറി. ഈ പട്ടാളക്കാരുടെ ശമ്പളം ഡേ ആൻഡ് നൈറ്റ് എന്ന് പറഞ്ഞതിന്റെ താഴെ ഒരു ഒറ്റ ഉയർച്ചയായിരുന്നു. ആ സമയത്തൊന്നും നമുക്ക് ഇതിനൊന്നും നമ്മൾ നിന്നില്ല. ഇതെല്ലാം ദൈവത്തിന്റെ ഒരു വലിയ പദ്ധതിയായിരുന്നു എന്ന് വിശ്വസിക്കുന്നു. വസ്തു കഴിച്ചപ്പോ എന്റെ ഫാദറിലോ പറഞ്ഞു, മോളെ നാട്ടുകാരുടെ മുന്നേ എനിക്ക് ഇച്ചിരി വില നിലയുണ്ട്. കാരണം ഇദ്ദേഹം ഭയങ്കര എന്നും പ്രാർത്ഥനയ്ക്ക് പോകുന്ന വ്യക്തിയാണ്. അവിടുന്ന് സർവകൃപാലുവായ സ്വർഗത്തിലെ ദൈവം ഈ വസ്തു ആ സമയത്ത്, എനിക്ക് തോന്നിക്കുന്നത് 2000 മുൻപ് തന്നെ ഈ വസ്തു വാങ്ങിക്കാൻ കർത്താവ് സഹായിച്ചു. വസ്തു വാങ്ങിച്ചതൊക്കെ കണ്ട് എന്റെ പ്രിയ അമ്മയ്യപ്പന് അപ്പച്ചൻ കണ്ടു. അത് കഴിഞ്ഞ് വീട് വെക്കാൻ അപ്പച്ചനില്ലായിരുന്നു. അപ്പച്ചൻ മരിച്ചു. അപ്പച്ചനും 75 വയസ്സായപ്പോ അപ്പച്ചൻ മരിച്ചു. അത് കഴിഞ്ഞ് എന്റെ അമ്മച്ചി ജീവനോടുണ്ടായിരുന്നു സമയത്ത് ഇവിടെ. അന്നേരം അമ്മച്ചിക്കോ ഞാനത് പറയത്തില്ല വാക്ക്, ഒരു ദേഷ്യം, അമ്മച്ചിയെ വിട്ട് വേറെ ഒരു വീട് വെച്ച് പോകരുത്, അമ്മച്ചിയുടെ കൂടെ നിന്നോണം. എങ്കിലും എന്റെ അമ്മച്ചിക്ക് ഈ വീട്ടിൽ പാർക്കുവാനൊക്കെ ദൈവം സഹായിച്ചു. അവിടുന്ന് ഇദ്ദേഹം എന്ത് ചെയ്തു, ഞങ്ങൾ വീടിന്റെ ഫൗണ്ടേഷൻ ഇട്ടു. കാര്യങ്ങളൊക്കെ പെൻഷനായി കർത്തൃദാസം വന്ന് വീടിന്റെ ഫൗണ്ടേഷൻ ഇട്ടു. അതിന് മുമ്പ് കിണർ കുത്തി ഈ വീടിന്റെ ബൗണ്ടറി എന്ന് വെച്ചാൽ 4 വശവും മതില് കെട്ടി, ഗേറ്റ് ഇട്ടു, അടിത്തറയും ഇട്ടു, കിണറും കുത്തി. അത്ര സമയപ്പോഴത്തേക്ക് പ്രിയപ്പെട്ടവന് ഞാൻ ഇവിടെ വന്നിട്ട് വിസയ്ക്കെല്ലാം റെഡിയായി.
2003 ഒക്ടോബർ മാസം 16 ഇദ്ദേഹം യമനിലേക്ക് കടന്നു വന്നു. യമനിൽ കടന്നു വന്നു. ഞാനും ഇദ്ദേഹവും കൂടെ അവിടെ ഒരു ചർച്ചിൽ പോയി. അപ്പോഴത്തേക്ക് ഭയങ്കര പ്രതികൂലം ഇവിടെയും അവിടെയും. അവിടെ ചർച്ച വന്നപ്പോ ഞങ്ങളുടെ ആ കർത്തൃദാസൻ പറഞ്ഞു, ഇദ്ദേഹത്തെ അവിടെ നിർത്തത്തില്ല. കാരണം മേ ബി അദ്ദേഹത്തിന് അറിയായിരിക്കും ഇദ്ദേഹവും കൂടെ വന്നുകൊണ്ട് ഇനി ആത്മാക്കളെ നേടാൻ പോകത്തില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അറിയായിരിക്കും. അതിനു മുമ്പൊക്കെ മീറ്റിംഗ് ഒക്കെ എടുക്കുമ്പോൾ ഒരു മീറ്റിങ്ങിൽ ഇതുപോലെ 250 പേര് ഹോസ്റ്റലിൽ നിന്നുണ്ട്. ഒരു വലിയ മീറ്റിംഗ് കിട്ടി. അവിടെ ദൈവവചനം പ്രഘോഷണത്തിന് മീറ്റിംഗ് ലീഡ് ചെയ്യാൻ എന്നെ കിട്ടിയപ്പോൾ ഈ കർത്തൃദാസൻ ഒത്തിരി സഭയുടെ മധ്യത്തിൽ എന്നെ ഒത്തിരി കളിയാക്കി. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഞാൻ അതൊന്നും മെൻഷൻ ചെയ്യുന്നില്ല. കാരണം എന്റെ സാക്ഷ്യം മറ്റാർക്കും അരോചകമാകുവാനല്ല. ഏതെങ്കിലും ഒരു വ്യക്തികള് നിന്നെയും അപമാനവും സഹിക്കുന്നെങ്കിൽ ഇതെല്ലാം കർത്താവിന്റെ നാമത്തിൽ ഇതിനൊരു പ്രതിഫലമുണ്ടെന്ന് അവരൊക്കെ, കാരണം ഇന്ന് അനേകർക്ക് അങ്ങനെയൊക്കെ കിട്ടി ദൈവസ്ഥാനത്തിൽ നിന്ന് വിട്ടുപോകുന്നവരുണ്ട്. പക്ഷെ അങ്ങനെയൊക്കെ നിന്ദകളൊക്കെ കിട്ടിയപ്പോഴും ഞാൻ മിണ്ടിയില്ല. സന്തോഷത്തോടെ മനുഷ്യരുടെ മുമ്പിൽ വെച്ച് നിന്ദിക്കുമ്പോഴും ഒരു വാക്ക് എതിർവാക്ക് പറയാം, സന്തോഷത്തോടെ നിന്നു. അതൊക്കെ ക്രിസ്തുവിൽ ഞങ്ങൾക്ക് ലാഭമായി തീർന്നു. എന്റെ പ്രിയപ്പെട്ട വന്നപ്പോ ഒരു നിമിഷം അദ്ദേഹത്തെ അവിടെ നിർത്തത്തില്ല. നാട്ടിൽ പോ, പോലീസിൽ കിട്ടും, പിന്നെ പട്ടാളത്തിൽ തന്നെ അല്ലാതെ കിട്ടും, ഇല്ലാതെ കിട്ടും, 100 കാര്യങ്ങൾ. ദൈവം പറഞ്ഞ എന്താ, ഞാൻ നിന്നെ നേരെ അറേബ്യയിലേക്ക് അയക്കും, എന്റെ വേല ഞാൻ നിന്നെ കൊണ്ട് ചെയ്യും. ദൈവ ആലോചനയ്ക്ക് കീഴ്പ്പെടണോ, ദൈവദാസന് കീഴ്പ്പെടണോ? ഞങ്ങൾ വിചാരിച്ചു സ്വർഗത്തിലെ ദൈവത്തിന് തന്നെ കീഴ്പ്പെടും. ഞങ്ങൾ കുറച്ച് ദിവസം കൂടെ ആ ചർച്ചയിൽ പോയപ്പോ തന്നെ പെട്ടെന്ന് തന്നെ കുഞ്ഞുങ്ങൾ, ഇദ്ദേഹം വന്ന ഉടനെ തന്നെ കുഞ്ഞുങ്ങളെയും കൊണ്ടുവരാൻ സ്വന്തമായി ദൈവം സഹായിച്ചു. കുഞ്ഞുങ്ങളെയൊക്കെ വരുന്നതിന് മുമ്പാണ് ഞാൻ ഇവന്റെ കുടുംബവും ഞങ്ങൾ യഹോവയെ സേവിക്കുമെന്ന് പറഞ്ഞത്. അങ്ങനെ സാലറി ഞങ്ങൾക്ക് ഇൻക്രിമെന്റ് ആയി. ഭയങ്കര സന്തോഷം. പ്രതികൂലങ്ങൾ ഏറി വരുമ്പോഴും ദൈവസന്നിധി ഭയങ്കര സന്തോഷം. ഞങ്ങൾക്ക് അവിടെ വീടെടുത്തു. അന്നേരം ഞങ്ങൾ എന്ത് ചെയ്യും, ആരാധനയുള്ള സമയത്ത് ഫ്രൈഡേ ആരാധനയ്ക്ക് പോകും. വൈകിട്ടാണ് ആരാധന, ഈവനിങ് ആരാധനയ്ക്ക് പോകും. മോർണിംഗിൽ ഒരു ലൈറ്റ് പ്രയർ. ആ ചർച്ചിൽ പോകുന്നതല്ല, ഞങ്ങൾ സ്വന്തമായി കുറെ ആത്മാക്കളോടൊക്കെ സുവിശേഷം പറഞ്ഞു. ഞങ്ങൾ ഒരു മീറ്റിംഗ് അവിടെ തുടങ്ങി. അപ്പോഴത്തേക്ക് നമ്മുടെ കർത്താവിന്റെ ദാസൻ കറസ്പോണ്ടൻസ് ആയിട്ട് PTH കുമ്പനാട് എടുത്ത് പഠിക്കാൻ ദൈവം സഹായിച്ചു. അതിനു മുൻപ് ഒരു ഹിന്ദി കോളേജിലൊക്കെ പോയി ഇങ്ങനെ കാര്യങ്ങളൊക്കെ എല്ലാം ക്രമപ്പെടുത്താൻ ദൈവം സഹായിച്ചു. അങ്ങനെ 2006 ഇവിടെ വന്നപ്പോൾ നമ്മുടെ KM ജോൺ അപ്പച്ചൻ എന്ന ഭൂമിയിലില്ല, അദ്ദേഹം മരിച്ചുപോയി. അങ്ങനെ ഞങ്ങളുടെ ഭവനത്തിൽ 2006 ഒരു ആരാധന ചെങ്ങന്നൂർ സെന്ററിന്റെ തുടങ്ങുവാനിടയായി. അന്ന് കർത്താവിന്റെ ദാസന് പ്രാർത്ഥിച്ച് കയ്യൊപ്പ് ശുശ്രൂഷ കൊടുത്തിട്ട് പറഞ്ഞു, സ്നാനപ്പെടുത്താം, കർത്തൃമേശ നടത്താം, കല്യാണത്തിന് വിവാഹമോ മരണമോ നടത്തരുത് എന്ന് പറഞ്ഞ് ഒരു ID കാർഡും ഒക്കെ കുമ്പനാട്ട് വന്ന് കൊടുത്ത് ഒരു സുവിശേഷകനായി ആ KM ജോൺ അപ്പച്ചൻ ഇദ്ദേഹത്തിന് വേണ്ടി എല്ലാ കാര്യങ്ങളും ചെയ്തു. ഞങ്ങള് വളരെ സ്നേഹിക്കുകയും ആദരിക്കുകയും ചെയ്ത ഒരു അപ്പച്ചനായിരുന്നു. ഇവിടുന്ന് വേഗത്തില് പ്രൈസലോട് അവിടുത്തെ ആരാധന തുടങ്ങി. ഞങ്ങൾ ഒരു 10-60 ആത്മാക്കളെ അന്ന് നേടി സ്നാനപ്പെടുത്തി ഏൽപ്പിച്ചിട്ട് പോയി. പ്രൈസലോട് ഞങ്ങൾ അടുത്ത ട്രിപ്പ് വന്നപ്പം ആത്മാക്കൾ വലിയ ആരാധനയില്ല. പിന്നത്തെ ട്രിപ്പ് വന്നപ്പോഴും അതുപോലൊക്കെ കേൾപ്പാന്ന് ദൈവദാസന്മാർ വന്നു. അന്ന് ഞങ്ങളുടെ കുടുംബ വീട്ടിലായിരുന്നു പ്രാർത്ഥന. അത് കഴിഞ്ഞപ്പോ ഇവിടെ അങ്ങനെ ഞങ്ങളുടെ കുടുംബ വീട്ടിൽ ഒരു പ്രാർത്ഥന വെച്ചപ്പോൾ ഇദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരി ഭയങ്കര എതിർപ്പ് വന്ന് പറഞ്ഞ ഇതാണ്, ഇവിടെ ബന്ധക്കോസുകാർ വരാൻ പറ്റില്ല, അവരുടെ വണ്ടിയില് പിന്നെ കാറ്റഴിച്ച് വിടുകയും അതും ഇതൊക്കെ ഒത്തിരി പ്രതികൂലങ്ങൾ ഇവരുടെ വീട്ടിൽ നിന്നും ഈ കർത്തൃദാസന്റെ കുടുംബത്തിൽ നിന്ന് ഞങ്ങൾക്ക് ദൈവമല്ലാതെ ആരുമില്ല. പ്രതികൂലങ്ങളേറി എന്റെ മാതാപിതാക്കളുടെ വീട്ടുകാരും എല്ലാവരും എന്നെ തള്ളിക്കളഞ്ഞു. വിവാഹമുണ്ടെങ്കില് മരണമുണ്ടെങ്കില് ഒന്നും ഈ വൈദികരെല്ലാം ഞങ്ങൾക്കെതിരായി തീർന്നു. സ്വന്തം പെങ്ങളെ പോലെ കൊണ്ടു നടന്നവരെല്ലാം എന്റെ അപ്പനും അമ്മയും എന്നെ ഉപേക്ഷിച്ചു. എങ്കിലും യഹോവ എന്നെ താങ്ങി, യഹോവ എന്നെ നടത്തി. അത് കഴിഞ്ഞിട്ട് വേഗത്തിൽ ഇവിടെ എന്റെ പ്രിയപ്പെട്ടവന്റെ വീട്ടുകാർ ഞങ്ങളെ വെറുത്തു. ആ വെറുത്തത് ഇന്നും അവരുടെ സമൂഹത്തിൽ ഞങ്ങളെ നിന്നെയാണ് ഞങ്ങൾ ഇന്നും. അത് 100% ഞങ്ങൾക്കറിയാം. കാര്യങ്ങളെല്ലാം അവര് വിളിക്കും, പക്ഷെ അവിടെയും നമ്മളെ കളിയാക്കും, നിന്നയുമാണ്. അങ്ങനെ ആ ജ്യേഷ്ഠ സഹോദരന്റെ ഒരു മോൻ അച്ഛൻ പട്ടത്തിന് പോയി. അദ്ദേഹം 10 വർഷമായപ്പോഴത്തേക്ക് അച്ഛൻ പട്ടത്തിൽ നിന്ന് വന്നു. അദ്ദേഹം ആ കുഞ്ഞു പിന്നെ ആർമിയിൽ കയറി. അങ്ങനെയൊക്കെ പലവിധ എവിടൊക്കെ ഞങ്ങൾക്ക് പ്രതികൂലങ്ങൾ അഴിച്ചു വിട്ടോ അവിടെയൊക്കെയും സ്വർഗത്തിന്റെ കാറ്റ് ദൈവം അയച്ചു. ഞങ്ങൾ അതിൽ സന്തോഷിക്കുകയല്ല. ദൈവമേ, ഇവർക്കൊക്കെ ഒരു മാനസാന്തരം ദൈവം കൊടുക്കണം. പക്ഷെ എന്റെ കുടുംബങ്ങളിൽ അനേകര് കർത്താവിനെ കണ്ടു. എന്റെ പിതാക്കൻ എല്ലാ കുടുംബങ്ങളിലും വൈദികരോടൊപ്പം തന്നെ പെന്തക്കോസ്തിലും ആത്മാക്കളുണ്ട്, ആൾക്കാരുണ്ട്, സഹോദരങ്ങളുണ്ട്. പക്ഷെ എന്റെ പ്രിയപ്പെട്ടവരുടെ കുടുംബത്തില് ഇന്ന് വരെയും സഹോദരന്മാരോ മാതാപിതാക്കളോ ആരും ഇന്ന് വരെയും അവർ ദൈവത്തെ കണ്ടിട്ടില്ല. അങ്ങനെ ഞാനും എന്റെ പ്രിയപ്പെട്ടവർ എന്റെ കുഞ്ഞുങ്ങളും യമൻ ദേശത്ത് പോയി.
2006 ഇദ്ദേഹം യമനിയിൽ വന്നു കഴിഞ്ഞ് 2003 വന്നു. ഇദ്ദേഹം യമനി വന്നത് ആരോടും പറഞ്ഞില്ല. പറയാത്തത് മറ്റൊന്നുമല്ല, കാരണം അതുപോലെ ഞങ്ങൾക്ക് പ്രതികൂലമായി ഇദ്ദേഹം പെൻഷൻ ആയത് ഒന്നും ആരോടും പറഞ്ഞില്ല. പറയാതാണ് നേരിട്ട് അവിടെ വന്നത്. ഇദ്ദേഹം വന്ന 1-2-5-6 ആഴ്ച കഴിഞ്ഞ ഇദ്ദേഹത്തിന് മഞ്ഞപ്പിത്തമായിട്ട് ഇദ്ദേഹം അത്യാസന്ന നിലയിൽ മരണാവസ്ഥയിലേക്ക് കടന്നുപോയി. 2-3 ആഴ്ച തൊട്ട് 1 വർഷം വരെ അവിടെ ട്രീറ്റ്മെന്റ് ചെയ്തു. മോനും മഞ്ഞപ്പിത്തം പിടിച്ചു. അപ്പോഴത്തേക്ക് ഇവര് വന്നിട്ട് എനിക്ക് തോന്നിക്കുന്നു കുറച്ച് ദിവസങ്ങൾ, എനിക്ക് തോന്നുന്നു 2005 മോൻ സ്നാനപ്പെട്ട് 2-3 വർഷമായി. മോന് 1 വർഷത്തോളം അങ്ങ് മഞ്ഞപ്പിത്തമായി. മോനപ്പോഴത്തേക്ക് വയസ്സ് 9 കഴിഞ്ഞ് 10 തുടങ്ങുന്നതേ ഉള്ളൂ. ഭയങ്കര അപ്പനും മോനും മഞ്ഞപ്പിത്തം. കുഞ്ഞ് അവളെ സ്കൂളിൽ വിടണം. ഇവൻ മോനെ പല ദിവസങ്ങളിൽ സ്കൂളിൽ വിടാൻ ഒക്കുന്നില്ല. ഇദ്ദേഹത്തിന് ഒന്നും ചെയ്യാനൊക്കത്തില്ല. ഞാൻ ഈ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിട്ട് 2 കരം നിറച്ച് തൈരും തണ്ണിമത്തനും ഫ്രൂട്ട്സും, കാരണം ഞാൻ ദൈവസന്നിധി ദൈവത്തോടെ പെറുക്കും. അങ്ങനെയുള്ള ഒന്നും തന്നെ ഞാൻ ദൈവസന്നിധി ചെയ്തിട്ടില്ല. അത് ദൈവസാക്ഷി. എന്നിട്ട് ദൈവത്തോടെ ഒരു കാര്യം മാത്രം, കർത്താവേ, അനേകർ ഈ കൈകൊണ്ട് സൗഖ്യമാകുന്നു, എന്റെ കുഞ്ഞിന് എന്തുകൊണ്ട് ഈ സൗഖ്യം വരുന്നില്ല? അങ്ങനെ എന്റെ പ്രിയപ്പെട്ടവനോട് കർത്താവിനോട് പറഞ്ഞു, വേഗത്തിൽ ദേശത്ത് അയക്കാൻ പറഞ്ഞു. എന്നോട് വളരെ ഭാരത്വം എന്റെ പ്രിയപ്പെട്ടവൻ ചോദിക്കുക, ഞാൻ എന്തോ ചെന്ന് പറയും? ദൈവത്തോട് പറഞ്ഞ ഇത് മാത്രമല്ല, കർത്താവേ, എന്റെ അടുത്ത് വന്നേ ആർക്കും അറിയത്തില്ല. അദ്ദേഹത്തിന് എന്തെങ്കിലും സംഭവിച്ചു പോയെങ്കിൽ എന്നെ നാട്ടുകാരും വീട്ടുകാരും ഞാൻ കൊണ്ടുപോയി കൊന്നേ പറയത്തുള്ളൂ. വളരെ ഭാരത്തോട് ഇദ്ദേഹം നെടുവിൽ പെട്ടെന്നോട് ചോദിക്കും. ഇദ്ദേഹം അന്നേരം ഒരുവിധം വിശ്വാസത്തിൽ നല്ലോണം വന്നു, ആത്മാഭിഷേകമൊക്കെ പ്രാപിച്ച് കർത്താവിന്റെ വേല ചെയ്തുകൊണ്ടിരിക്കും. പറഞ്ഞല്ലോ, ഇവിടെ നാട്ടിൽ വന്നപ്പോഴത്തേക്ക് എല്ലാ കാര്യങ്ങളും KM ജോണപ്പച്ചന് സ്നാനപ്പെട്ട് കഴിഞ്ഞ് 2002 സ്നാനപ്പെട്ട് കഴിഞ്ഞ് എല്ലാ കാര്യത്തിലും മുമ്പത്തി KM ജോണപ്പച്ചൻ നിൽക്കും. എല്ലാ കാര്യത്തിലും നിന്നു. അവിടുന്ന് ഇദ്ദേഹത്തിന് വേണ്ടി ദൈവം വൻ കാര്യം ചെയ്തു. ഇദ്ദേഹത്തോടെ ഞാൻ പറഞ്ഞു, ഒരു കാര്യം ചെയ്യുക, നാട്ടിൽ ചെന്നിട്ട് അവരോട് പറ, ഞാൻ ഒരു മനുഷ്യർക്ക് കിട്ടാത്ത ജോലിയാ ദൈവം എനിക്ക് തന്നത്. അത് നിങ്ങൾ അവിടെ ആരോട് പറഞ്ഞാൽ ഒക്കത്തില്ല. അങ്ങനെ പറഞ്ഞു. ഇദ്ദേഹം നാട്ടിൽ വന്നു. ഇവിടെ വന്ന് 3 ദിവസം ഉപവാസം എടുത്തു. കർത്താവ് വിടുവിച്ചു. വലിയ ദൈവപ്രവൃത്തി മോന്റെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി വെളിപ്പെട്ടു. ആ മഞ്ഞപ്പിത്ത സമയത്ത് മോന് മരിക്കുന്നതിന് തുല്യമായി പെട്ടെന്ന് ഞങ്ങളന്ന് ആരാധനയ്ക്ക് പോകുന്നത്, ഞങ്ങൾ പോകുന്ന ആ ചർച്ചിലാണ്. ഞങ്ങൾ സെപ്പറേറ്റ് ആരാധന ഇവിടെ തുടങ്ങിയില്ല. നേരം അന്ന് ഞങ്ങൾ ആദ്യത്തെ ഒരു കൺവെൻഷൻ അവിടെ നടന്നു. എന്റെ സ്നാനം 3 ദിവസം കൊണ്ട്, പാസ്റ്റർ സ്നാനം 3 ദിവസം കൊണ്ട്, അടുത്തത് മോന്റെ സ്നാനത്തിന് മോൻ അങ്ങ് മരണത്തിന് തുല്യമായി. 9 വയസ്സുണ്ടെങ്കിലും ഒരു 5 വയസ്സിന്റെ ആള് പോലും ഇല്ല. തലമുടിയൊക്കെ മൊട്ടയടിച്ച് മരണം മുന്നേ കണ്ട. ആ ദിവസം പറഞ്ഞു, പൊന്നും മോൻ വരണ്ട, മോൻ ഇന്ന് വരണ്ട, കുഞ്ഞു വിടിരുന്നു. കാരണം അതുപോലെ ഒരു അവസ്ഥയില്. എന്നിട്ട് പെട്ടെന്ന് മോൻ പറഞ്ഞു, അമ്മേ ഞാനും വരുക. അടുത്ത ദിവസം മോനെ കൊണ്ടുപോയി. മോൻ വന്നു. നോവൽ പാസ്റ്റ് ചോദിച്ചു, മോനെ നല്ല ഞങ്ങളുടെ കൂടെ പുറകിൽ അറ്റം ഇരിക്കുക, കാരണം സുഖമില്ലാത്തതുകൊണ്ട് പുറകിൽ അറ്റം ഇരിക്കുക. എന്നിട്ട് മോനോട് പറഞ്ഞു, മോൻ പറഞ്ഞു, ഇന്ന് ആര് കർത്താവിനെ കാണുമെന്ന് നോവൽ പാസ്റ്റ് ചോദിച്ചപ്പോൾ പറഞ്ഞു, ഓടി അങ്ങ് ചെന്നു. കുഞ്ഞ് സ്റ്റേജിലോട്ട് ഓടി വരും. ഒറ്റ ഓട്ടമായിരുന്നു. അന്നേരം അവിടെ ഇരുന്നവർ പിന്നെയും ഞങ്ങളെ നിന്നയ്ക്കായി തീർത്തു. എല്ലാം കഴിഞ്ഞു വന്നപ്പോൾ പറഞ്ഞു, ഞാൻ മാതാപിതാക്കൾ അവനെ തെള്ളി വിട്ടതാ, ഉന്തി വിട്ടതാ. സത്യം പറയാം, ഞങ്ങൾ ആരും ഉന്തിയും വിട്ടില്ല, തെള്ളിയും വിട്ടില്ല. അന്നേരം ഒരു 65 വയസ്സുള്ള ഒരു അപ്പച്ചൻ എന്നോട് പറയാം, മോളെ അവനെ സ്നാനപ്പെടുത്തരുത്. ഞങ്ങൾ നടന്നു വരുന്ന വഴി പറയും, അവനെ സ്നാനപ്പെടുത്തരുത്. കാരണം പിന്നെ അവൻ അവന് വചനം അറിയത്തില്ല, അതറിയത്തില്ല, ഇതറിയത്തില്ല. ഇങ്ങനെ പറഞ്ഞപ്പം ഞാൻ പറഞ്ഞു, ഞാൻ അപ്പച്ചൻ എന്നാ വിളിക്കുന്ന അദ്ദേഹത്തെ. അപ്പച്ചൻ ഇവൻ മരിച്ച ഇവന്റെ ആത്മാവിന് കണക്ക് കൊടുക്കും. അയ്യോ, എനിക്കതൊക്കത്തില്ല. എന്നാ ഓക്കെ, ദൈവഹിതം നടക്കട്ടെ എന്ന് പറഞ്ഞ് ഈ കുഞ്ഞ് വന്നു. ഒരു ടേബിളിന്റെ അടിക്കിരുന്ന് ഇവൻ അങ്ങ് ആത്മീക പാട്ട് പാടും. പ്രൈസ് ലോർഡ്. ആത്മീക പാട്ട് തന്നെ. കാരണം എന്റെ കുഞ്ഞുങ്ങൾ 2-3 വർഷം എന്റെ മൂത്ത സഹോദരിയുടെ കൂടെ ആയിരുന്നു താമസം. അവര് പത്യോപദേശത്തിലും ദൈവകൃപയിലും. ഇന്ന് ബന്ധക്കോസുകാർക്ക് പലർക്കും ഈ പുസ്തകക്രമം അറിയത്തില്ല. ഇവര് വന്നപ്പോൾ 38 വെളിപ്പാട് വരെയുള്ള 66 പുസ്തകങ്ങൾ പടപടെ എടുക്കാനും പുസ്തകം വായിക്കാനും പ്രാർത്ഥിക്കാനും ഒക്കെ എന്റെ ചേച്ചി കാത്തലിക്സ് ബാക്ക്ഗ്രൗണ്ട് ആണെങ്കിലും ഇവരെ പഠിപ്പിച്ചുകൊണ്ട് ഇവര് നല്ല മിടുക്ക കുഞ്ഞുങ്ങളായിട്ടാണ് വന്നത്. വേഗത്തില് എന്ത് ചെയ്തു ഇവര്? പ്രൈസ് ലോർഡ്. ഈ കുഞ്ഞ് പറഞ്ഞു, ഞാൻ സ്നാനപ്പെടുവാന്ന് പറഞ്ഞു. അടുത്ത ദിവസത്തെ കൺവെൻഷനിൽ കർത്താവിന്റെ ദാസൻ OVP തോമസ് പറഞ്ഞു, നാളെ സ്നാനമാണ്, ആര് സ്നാനപ്പെടുവാൻ ചോദിച്ചു. ഈ കുഞ്ഞ് അതുപോലെ തന്നെ സ്നാനത്തിനായി ഓടി അങ്ങ് ചെന്നു. അതും സഭയിൽ വളരെ പ്രതികൂലമായി. കാരണം കുഞ്ഞിനെക്കാട്ടിലും 10-15 വയസ്സ്, 10, 16, 17, 18 വയസ്സൊക്കെയുള്ള പിന്നെ കുഞ്ഞുങ്ങളുടെ മാതാപിതാക്കള് അവരെ വിളിച്ച് ക്ലാസ് മുറേ ചെയ്യാൻ തുടങ്ങി. കണ്ടോ, സഭാസ്യം ബ്രദറിന്റെ കുഞ്ഞ് സ്നാനപ്പെടുന്നു, നിനക്കൊക്കെ ഇത്രയായില്ല. ഭയങ്കര പ്രതികൂലങ്ങൾ.
ഇവന്റെ സ്നാനത്തോടു കൂടി അവിടായി. അവിടുന്ന് പെട്ടെന്ന് മോൻ എന്ത് ചെയ്തു? സ്നാനപ്പെടാൻ നോബൽ പി തോമസ് പാസ്റ്റർ പ്രാർത്ഥിച്ചു. അന്ന് 10-18 പേര് സ്നാനപ്പെട്ടു. സ്നാനപ്പെട്ടവർ കർത്തമേശ എടുക്കുന്നതിന് മുമ്പ് പലരും മരിച്ചു. ഇവന്റെ കൂടെ സ്നാനപ്പെട്ടവർ പലരും അവിടെ ജയിലിലായി. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് കുഞ്ഞെന്ത് ചെയ്തു? സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോഴത്തെ തൊട്ട് ഇവനിൽ ഒത്തിരി വ്യത്യാസം ഈ മഞ്ഞപ്പെട്ടതിന് നോബൽ തോമസ് പ്രാർത്ഥിച്ചിട്ട് ഇവന്റെ തലയെ കൈവച്ചിട്ട് ഇവനോട് ദൈവാലോചന പറഞ്ഞു, മുളയിൽ വെച്ച് തന്നെ നിന്നെ തകർത്ത് കളയാൻ, നമ്മുടെ ഉദരത്തിൽ വെച്ച് തന്നെ ദുഷ്ടപിശാചിട്ട പദ്ധതി അത് നിന്നെ തകർക്കാനായിരുന്നു എങ്കിൽ ഈ സ്നാനത്തോടുകൂടി കർത്താവ് നിന്റെ മരണത്തിന്റെ കെട്ടിനെ പൊട്ടിച്ചെന്ന് വേഗത്തിൽ പറഞ്ഞു. അങ്ങനെ ഇവനോട് പറഞ്ഞു, നീ രാജാക്കന്മാർ അരമനകളിലും അവിടെ ഇവിടെയൊക്കെ കയറി ചെല്ലും. അങ്ങനെ ഒത്തിരി ദൈവാലോചന കുഞ്ഞിനോട് പറഞ്ഞു. അങ്ങനെ കുഞ്ഞ് അന്ന് തൊട്ട് ദൈവസന്നിധി വന്നു. അത് കഴിഞ്ഞ് വേഗത്തിൽ ഞങ്ങള് ഒരു ആരാധനയ്ക്കായിട്ട് ഞങ്ങൾ വേഗത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കി. ഞങ്ങൾ നിന്ന് പാസ്റ്ററോട് പറഞ്ഞു, പാസ്റ്ററെ ഞങ്ങളൊരു പുതിയ ആരാധന തുടങ്ങുക. ഇവിടുന്ന് ആത്മാക്കളെ ഒന്നും ഞങ്ങൾ വിളിക്കുന്നില്ല, ഞങ്ങൾക്ക് ഇവിടുത്തെ ആത്മാക്കളെയോട്ട് വേണ്ടാതാനും. അങ്ങനെ പറഞ്ഞു ഞങ്ങൾ ആരാധന തുടങ്ങി. ആദ്യത്തെ ഒരു വർഷം കർത്താവിന്റെ മേശ നടത്തിയില്ല. കാരണം രണ്ടാമത് വീണ്ടും കർത്തൃദാസൻ നാട്ടിൽ വന്ന് വീണ്ടും ഒരു ഒരുക്കവും ക്രമീകരണവും ഒക്കെ വേണമല്ലോ. പിന്നെ ഇദ്ദേഹം ഉണ്ടല്ലോ, അന്ന് തൊട്ട് ശക്തിയോടെ ദൈവവചനം വായിക്കുവാനും ഇദ്ദേഹത്തിന് കൊടുത്ത കറസ്പോണ്ടൻസ് BTHന്റെ ബുക്കുകളെല്ലാം വായിക്കാനും അങ്ങനെ ഒത്തിരി ഇദ്ദേഹം ഉപവാസ മലയിലോട്ട് ഇദ്ദേഹം അങ്ങ് കയറി ചെന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ ദൈവത്തിന്റെ കൃപയാല് 2014 ഞങ്ങൾ വീണ്ടും നാട്ടിൽ വന്ന് കുഞ്ഞുങ്ങളൊക്കെ അവിടെ പഠിച്ചു. 2012 അവിടെ ഒരു യുദ്ധം, 2010 ഒരു യുദ്ധം വന്നു. കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും നാട്ടി വിട്ടു. കുഞ്ഞുങ്ങളെല്ലാം പോയി. വളരെ പ്രതികൂലമുള്ള ഒരു രാജ്യമാണ്, എല്ലാവർക്കും അറിയാവുന്നതാണ്. അങ്ങനെ മോനെ കൊണ്ട് +1 +2 മാവേലിക്കര സെന്റ് മേരീസ് വിട്ടു. മോളെയും അവിടെ കൊണ്ട് വിട്ടു. മോന് +2 നല്ല മാർക്കോട് കൂടി കർത്താവ് പാസ്സാകുവാൻ കഴിഞ്ഞു. മോക്ക് 10th കഴിഞ്ഞപ്പോഴത്തേക്ക് അവളെ ഹോസ്റ്റലിൽ വിട്ടു. കാരണം +2 കഴിഞ്ഞാൽ പിന്നെ മോൻ അടുത്ത പദവിയിലേക്കാണല്ലോ. ആ സമയം ഞങ്ങൾ സാമ്പത്തികമായിട്ട് വളരെ കഷ്ടം അനുഭവിക്കുന്ന സമയമായിരുന്നു. 2012 വളരെ വിഷമിച്ചു. എന്റെ കുഞ്ഞിനെ ഒരു വീട്ടില് ഞാൻ വിചാരിച്ചു എന്റെ ചേച്ചിയുടെ വീട്ടിൽ തന്നെ ഒരു വർഷം നിൽക്കട്ടെ, അവനെ എൻട്രൻസ് പഠിപ്പിച്ചിട്ട് എൻട്രൻസ് വഴി ഇവനെ കയറ്റാമെന്നൊക്കെയുള്ള പദ്ധതിയിലായിരുന്നു. എങ്കിൽ എന്റെ കുഞ്ഞിനെ ഭയങ്കര ഇഷ്ടം. കുഞ്ഞുങ്ങളെ ഇവന് ആ ചേച്ചിയുടെ മോടെ കുഞ്ഞിനെ ചെന്ന് പിടിക്കുമ്പോ ഇവൻ അങ്ങ് കുഞ്ഞങ്ങ് താഴെ വീഴും. ഇവനെ ചെയ്തതുപോലുള്ള ഇതാണ്. അങ്ങനെ എന്റെ ചേച്ചിയുടെ മരുമോൻ പറഞ്ഞു, ആന്റി സ്റ്റാനിമോളെ ഇവിടെ നിർത്താം, ക്രിസ്റ്റിമോനെ ഇവിടെ നിന്ന് നിങ്ങൾ കൊണ്ടുപോകണം. ഞങ്ങൾ വളരെ കഷ്ടത്തിലായിരിക്കുന്ന ഒരു സമയമാണ്. കാരണം 2014 അപ്പോഴത്തേക്ക് +2 കഴിഞ്ഞു. ഒരു വർഷം വിടുന്നില്ലെന്ന് പറഞ്ഞിട്ട് നിർത്തിയതാ. 2014 ഞാൻ കയറിപ്പോയ ഫ്ലൈറ്റ് പോയി. കർത്തൃദാസൻ കയറി വന്ന ഫ്ലൈറ്റ് എത്തികാതായിരുന്നു. എത്തികാതെ അവിടെ ബോംബിട്ടത് കാരണം കർത്തൃദാസൻ കയറി വരാൻ കഴിഞ്ഞില്ല. അങ്ങനെ ഭയങ്കര പ്രശ്നങ്ങൾ 2014 ഒക്കെ നടന്നുകൊണ്ടിരിക്കുക. ഈ പ്രശ്നങ്ങളുടെ മധ്യത്തിൽ തന്നെ മോനെ 2012 ഇവൻ പാസ്സായി കഴിഞ്ഞപ്പോൾ കൊണ്ടുവന്നു. കാരണം ഒരു 2 ദിവസം കൊണ്ട് എല്ലാം നിർത്തരുതെന്ന് പറഞ്ഞപ്പോഴേ എൻ്റെ ഒരു പൈസ പോലും ഇല്ല. നാട്ടിൽ വന്ന് കാര്യങ്ങളൊക്കെ ഇങ്ങനെ വീട് പണി നടക്കുന്നു, കുഞ്ഞുങ്ങളുടെ പഠനം നടക്കുന്നു, ഭയങ്കര പ്രതികൂലത്തിൽ. അന്നേരം ചെറുപ്പത്തിൽ തൊട്ട് ഇവനൊരു പൈലറ്റ് ആകാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു. ഞാൻ അന്നേരം വിചാരിച്ചു, പൈലറ്റ് ആയാൽ അത്ര പേരോട് സുവിശേഷം പറയാൻ ബുദ്ധിമുട്ടാണ്. മെഡിക്കൽ ഫീൽഡ് ആണെങ്കിൽ പെട്ടെന്ന് ഇവന് ഒരുപാട് പേരോട് സുവിശേഷം പറയും, ഇവനോടുള്ള ദൈവത്തിന്റെ ആലോചനകൾ നടക്കുകയും ചെയ്യുമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു വഴിത്തിരിവിന് വേണ്ടി MBBS വേണമെന്ന് വളരെ ആഗ്രഹിച്ചു. ആ ഒരു സമയമാണ് ഞങ്ങളുടെ ഈ കാശില്ല, പെട്ടെന്ന് എന്ത് ചെയ്യുമെന്ന് കാശില്ല. അങ്ങനെ വളരെ ഭാരപ്പെട്ട ഒരു വർഷം പോട്ടെ എന്നൊക്കെ വിചാരിച്ചു. പെട്ടെന്ന് കുഞ്ഞിനെ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നേ $10,000-3000 കൂടുതലാകും. കാരണം ഒരു വർഷത്തെ വിസ എടുക്കും, എല്ലാം റെഡിയായി. ഇപ്പം വന്നു. കുഞ്ഞ് ഇവിടെ കയറി വന്നപ്പോ നാട്ടിൽ നിന്ന് വരുന്നതിന് $10,000 ചെലവ്. ഇതെല്ലാം കഴിഞ്ഞ് കുഞ്ഞ് കയറി വന്നു. അത് ദൈവത്തിന്റെ ഹിതമായിരുന്നു. എനിക്ക് ആരോടും ഒന്നുമില്ല, ഇപ്പോഴും സന്തോഷമേ ഉള്ളൂ. കാരണം ഇവന്റെ പദ്ധതിയും പ്ലാനും ദൈവകരങ്ങളിലാണ്. അതിന് വേണമെങ്കിൽ എന്റെ ചേച്ചിയുടെ മോൻ തന്നെ വേണമെന്ന്, മരുമോൻ തന്നെ വേണമെന്ന് എന്നെ പുതിയ ദൈവാത്മാവ് പറഞ്ഞു. അടുത്തോട്ട് ഒരാഴ്ച പോലും ആയില്ല, പെട്ടെന്ന് തന്നെ കുഞ്ഞിനെ കയറ്റിക്കൊണ്ട് വന്ന് ഇവിടെ വിസ എല്ലാം അടിച്ച് ഞങ്ങൾ 21 ദിവസമാണ് ഫുൾ ഫാസ്റ്റിംഗ് ആയിരുന്നു. ഞാനും കർത്താവിന്റെ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവെ ഞങ്ങൾക്ക് ഇവനെ മെഡിസിൻ വേണം, വിദേശത്തെങ്ങും വിടാനെ കൊണ്ട് ഞങ്ങളെ കൊണ്ട് നിവൃത്തിയില്ല, ഒരു വർഷം കഴിഞ്ഞ് എൻട്രൻസ് എഴുതിക്കാമല്ലോ എന്ന് പറഞ്ഞു. ഈ കുഞ്ഞ് 7 ദിവസം ഫുൾ ഫാസ്റ്റിംഗിലോട്ട് കയറി. എന്നിട്ട് എപ്പോഴും നെറ്റിൽ പോയി നോക്കും, നെറ്റിൽ പോയി എപ്പോഴും സെർച്ച് ചെയ്യും. പിന്നെ എവിടോട്ടേലും വേക്കൻസി ഉള്ള പെട്ടെന്ന് ഇവന് ജോർജിയയിൽ നിന്നും ജോർദാനിയിൽ നിന്നും ഈജിപ്ഷ്യൻ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പെട്ടെന്ന് മെഡിക്കലിന്റെ അഡ്മിഷൻ ഒക്കെ വന്നു. റഷ്യ, സെന്റ് പീറ്റർ സ്കൂളിൽ നിന്ന് അവിടെ നിന്ന് വന്നു. അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളിൽ നിന്ന് വന്നു. എന്റെ കൂടെ ജോലി ചെയ്ത ഡോക്ടർ അലക്സാണ്ടർ എന്ന് പറയുന്ന ഒരു ഡോക്ടർ ഉക്രൈൻകാരനുണ്ടായിരുന്നു. അവിടുന്ന് ആ ഉക്രൈൻകാരൻ ആ ഡോക്ടർ എന്ത് ചെയ്തു, അവിടെ ഖാർക്കിവ് നാഷണൽ മെഡിക്കൽ യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞ യൂണിവേഴ്സിറ്റി നല്ലൊരു യൂണിവേഴ്സിറ്റിയാണ്.
ഇംഗ്ലീഷ് മീഡിയത്തിലേക്കുള്ള എല്ലാ ക്രമീകരണങ്ങളും അദ്ദേഹം തന്നെ ഒപ്പിച്ചു തന്നു. അദ്ദേഹം പറഞ്ഞു, റഷ്യ വിടണ്ട, അവിടെ ഒത്തിരി പിള്ളേർക്ക് പോയ ഒത്തിരി ബുദ്ധിമുട്ടുകളുണ്ട്, റാഗിങ് ഉണ്ട്, അതുണ്ട്, അതുകൊണ്ട് ഉക്രൈൻ നല്ല യൂണിവേഴ്സിറ്റിയാണ്, ഞങ്ങളുടെ അടുത്താണെന്ന് പറഞ്ഞ് കുഞ്ഞിനെല്ലാം റെഡിയായി. പക്ഷെ ഇവൻ അപ്പോഴത്തേക്ക് ഇവന്റെ പേപ്പറുകളെല്ലാം അയച്ചു, എല്ലാ കാര്യങ്ങളും കുഞ്ഞിന് അഡ്മിഷൻ കൺഫർമേഷൻ ലെറ്റർ വന്നു. ഞങ്ങളുടെ കയ്യിൽ ഒരു പൈസ പോലും ഇല്ല. ഇതിന് $500 നമ്മൾ അവിടെ ഈ അഡ്മിഷന് കൊടുക്കേണ്ടത്. പേപ്പർ ഒന്നും ഒരു പൈസയും ഇല്ല. ഞങ്ങൾ റിസീവ് ചെയ്തിട്ട് മോൻ എന്നോട് ചോദിച്ചു, അമ്മ നമുക്കതിന് പറ്റും? പാസ്റ്റർ എന്നോട് ചോദിച്ചു, കുഞ്ഞെ നമുക്ക് കാരണം യമനി വളരെ സാലറി കുറവുള്ള ഒരു രാജ്യം. ഞാൻ പറഞ്ഞു, കരുതുന്നവൻ ദൈവമല്ലേ, നമുക്ക് സ്റ്റെപ്പ് വെക്കാവുന്നു. അങ്ങനെ എന്റെ ഒരു സാലറി മേടിച്ചു. ആ സാലറി മുഴുവൻ ദശാംശം എത്ര ഉണ്ടോ അത് കൊടുത്തതിന്റെ ബാക്കി $500, $550 അന്നത്തെ സാലറി. $500 കൊടുത്ത് അഡ്മിഷൻ എടുത്തു. കുഞ്ഞിന് ഏകദേശം കാര്യങ്ങളെല്ലാം കൂടെ ഫസ്റ്റ് ടൈം ശരിയായി വന്നപ്പോഴത്തേക്ക് ഇവനെ അവിടുന്ന് കൊണ്ടുവന്നത്, അവിടുന്ന് പിന്നെ ഡൽഹിക്ക് വിടണം. ഡൽഹിയിൽ നിന്ന് വീണ്ടും അവിടെ ഇന്റർവ്യൂവും അവിടെ ടെസ്റ്റ് എക്സാം ഒക്കെ ഉണ്ട്. ഇതൊക്കെ കഴിഞ്ഞിട്ടേ അന്ന് പിള്ളേരെ കൊണ്ട് ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു ഇതിന് പോയ ബാച്ച്. അങ്ങനെ എന്തായാലും കൊള്ളാം, കാര്യങ്ങളൊക്കെ ക്രമപ്പെടാൻ ഒരുപാട് പൈസ ചെലവ്. എന്റെ ഫ്രണ്ട്സ് എന്നെ ഒത്തിരി, അവരെല്ലാം എനിക്ക് കടം തന്നു. ആന്റി വീട്, ആന്റി ഞങ്ങളെല്ലാം തരാം, എപ്പോഴേലും ആന്റിയുടെ കയ്യിലുള്ളപ്പം തന്നാ മതി എന്നൊക്കെ പറഞ്ഞു എല്ലാവരും എന്നെ ഹെൽപ്പ് ചെയ്തു. സത്യം പറയും, എനിക്ക് നല്ല ഫ്രണ്ട്സും നല്ല കൂട്ടായ്മയും നല്ല ജനവുമായിരുന്നു. ഒരു ശ്രദ്ധയോടെ പ്രാർത്ഥിക്കുന്ന കുഞ്ഞുങ്ങളായിരുന്നു കൂടെ ഉള്ളവരെല്ലാം. നമ്മുടെ ചർച്ചില് അങ്ങനെ വിട്ടു കാര്യങ്ങളെല്ലാം. ഏകദേശം ഒരു 10 ലക്ഷം രൂപ ഫസ്റ്റ് ടൈം 10 കൂടുതൽ ചെലവായിട്ടുണ്ട്. കാരണം ഡൽഹി പോകാനും നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരാനും അവിടുന്ന് ഒരു 1 ഇയർ വിസ ഞാൻ അടുപ്പിച്ചു. അത് കഴിഞ്ഞ് അവർ ഡൽഹിയിലോട്ട് പോകാനും ഡൽഹി ചെന്ന് താമസിക്കാനോ സൗകര്യങ്ങൾ, ഒത്തിരി കർത്തൃദാസന്മാരും ഒത്തിരി ദൈവമക്കളും ഞങ്ങളെ എന്നുവെച്ചാൽ സഹായിച്ചെന്ന് വെച്ചാൽ ധനപരമായിട്ടല്ല, ഇവന് മുൻപോട്ട് അവിടെ നിൽക്കാനും നിർത്താനും ആത്മീയമായിട്ടൊക്കെ കൊടുത്തു. അവിടെ വളരെ കഷ്ടപ്പെട്ടു. കാരണം 2-3 മാസം ഇവരുടെ പിന്നിട്ടു. ഇവർക്ക് വിസ വരുന്നില്ല. അന്ന് ഉക്രൈനിൽ എന്തൊക്കെയോ വിഷയങ്ങൾ നടക്കുക. എങ്കിലും സർവശക്തനായ ദൈവം അടുത്ത ഒരു 40 ദിവസം കർത്തൃദാസനും ഞാൻ 40 എടുത്തില്ല, 21 ഫുള്ളും ബാക്കി ഭാഗികമായി ഇരുന്നു. ഞങ്ങൾ ആ ഉപവാസം തീരുന്നതിന് മുമ്പ് ഈ കുഞ്ഞിനെല്ലാം റെഡിയായി ഇവൻ ഉക്രൈനിൽ ഈ കോളേജിലേക്ക് കടന്നുപോയി. അവിടെയും കുഞ്ഞിനെ വിട്ടില്ല. കുഞ്ഞിന് വളരെ പ്രതികൂലങ്ങളായിരുന്നു. പ്രതികൂലം എന്ന് വെച്ചാലെ കൊണ്ട് ഈ കുഞ്ഞ് ചെന്ന അടുത്ത സമയത്ത് തന്നെ അത് യൂറോപ്യൻ യൂണിയനോട് ഇവർ ചേർക്കും. കർത്താവ് അത്ഭുതങ്ങളെ ചെയ്തു. ഈ ഉക്രൈൻ യൂറോപ്യൻ യൂണിയനോട് ചേർക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു. അത് കഴിഞ്ഞിട്ട് കുഞ്ഞിന്, ഇവൻ ഹോസ്റ്റലിലായിരുന്നു. ഹോസ്റ്റലിൽ ഇവന് ഭയങ്കര ഇവന് അവിടെ നടക്കുന്ന അനാശ്വാസ പ്രവർത്തനങ്ങളിൽ ഇവൻ കൂട്ടുനിന്നില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇവന് അന്യായമായി ഇവന് നേരെ കാര്യങ്ങളൊക്കെ ചെയ്തു. എങ്കിലും ഞങ്ങൾ എപ്പോഴും ആശ്വാസ വാക്കുകളും പറഞ്ഞു. ഇവനെല്ലാം മുമ്പ് പറഞ്ഞ പോലെ ന്യായവിധി നീതിയിലേക്ക് കുഞ്ഞിന് തിരിഞ്ഞു വന്നു. കർത്താവിന്റെ കൃപയാൽ അവൻ MBBS കഴിഞ്ഞു, നാട്ടിൽ വന്നു കഴിഞ്ഞ് വന്നിറങ്ങിയത് അവൻ ജോലിയിലോട്ട് കയറും. അതിന് മുമ്പ് കുറച്ചുകൂടെ കാര്യങ്ങൾ പറയാനുണ്ട്. അവൻ ജോലിയിലോട്ട് കയറി. ദൈവം അവനൊരു കുടുംബജീവിതം കൊടുത്തു. അവന് നമ്മുടെ ബട്ടിൻഡയിൽ നിന്നാണ്. ബട്ടിൻഡയിലുള്ള ഒരു AG കർത്തൃദാസന്റെ മോളെയാണ്. മോടെ പേര് ഏഞ്ചൽ ജോസ് എന്നാണ് അവിടെ പേര്. കർത്താവിന്റെ കൃപയാൽ ഞങ്ങൾ സന്തോഷമായിട്ട് അവര് കുടുംബം ഡെറാഡൂണില് മോന് അവിടെ ഹോസ്പിറ്റലിൽ അവര് ആറുമായിട്ട് 2 പേരോട് ജോലി ചെയ്യുന്നു. കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നു. കഴിഞ്ഞ ഈ ഫെബ്രുവരിയിൽ, അതിന് മുമ്പത്തെ ഫെബ്രുവരിയിൽ അവർ വിവാഹം കഴിഞ്ഞു. ഒരു സന്തോഷമായി കഴിയുന്നു. അത് കഴിഞ്ഞിട്ട് മോടെ സമയം വന്നപ്പോഴത്തേക്ക് ഇവിടെ ഭയങ്കര യുദ്ധം. അതിനിപ്പുറം ഈ 2012 ഒരിക്കലും മറക്കാനാകാത്ത ഒരു പ്രതികൂലം എന്റെ ജീവിതത്തിൽ ആഞ്ഞടിച്ചു. 2012 ഞാൻ ഈ കർത്താവുമായിട്ട് അടുത്ത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, ഇനി ഞാൻ മരുന്ന് എടുക്കാൻ ആഗ്രഹമൊന്നുമില്ല, പിന്നെ എടുക്കേണ്ടി വന്നാൽ എടുക്കും. അങ്ങനെ ഒരുപാട് വർഷങ്ങൾ ഒരു വിക്സ് ആട്ടോ ഒരു അമൃതാഞ്ജനാട്ടോ ഒന്നും ഞാൻ ഒരു മരുന്ന് പോലും എടുക്കത്തില്ലായിരുന്നു. അടിക്കടി എന്റെ ഉച്ചി തൊട്ടുള്ള കാൽ വരെ രോഗങ്ങളാൽ ഞാൻ ഭാരപ്പെട്ടു. വിശ്വാസത്തിൽ ഓരോ ദിനവും നടത്തി. എല്ലാ മാസത്തിലും 3 ദിവസം എനിക്ക് നടക്കാൻ വയ്യ, ഇരിക്കാൻ വയ്യ. ഞാൻ കുത്തിക്കൂടി കൂനിയാണ്. എന്റെ വയറിന്റെ 2 വശവും ഈ പഞ്ച് ചെയ്യുന്ന പോലെ, സൂചി ഇട്ട് കുത്തുന്നത് പോലുള്ള അതിഭയങ്കരമായ വേദനകളാണ്. അൾട്രാസൗണ്ടിലോ സ്കാനിലോ ഒന്നും തെളിഞ്ഞില്ല. 2012 കർത്താവിന്റെ ദാസന് ഡേ പ്രോഗ്രാമിന് കുമ്പനാട്ട് വെച്ച് 2012 ഡേ പ്രോഗ്രാം ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ മരുന്നുകൾ എടുക്കത്തില്ല. ഞാൻ ഒന്ന് പാമ്പ് കടിച്ചു, മരണം മുഖാമുഖം കണ്ടു. അത് കഴിഞ്ഞ് അടുത്തത് മരണത്തോട് മല്ലടിക്കുന്ന ഒരു സമയമാണ്. അന്നേരം ഈ കർത്താവിന്റെ ദാസൻ രാത്രിയുടെ യാമത്തില് എനിക്ക് അസഹ്യമായ വേദന. അപ്പോഴെന്റെ ഒത്തിരി വിശ്വാസി കുഞ്ഞുങ്ങളെ കുടുംബങ്ങളൊക്കെ ഞങ്ങളുടെ റൂമുകളിൽ വന്ന് താമസിക്കും.
അവരെല്ലാം എന്നോട് വളരെ സന്തോഷത്തിലും സമാധാനത്തിലും അവരെല്ലാം ഞങ്ങൾ ഒന്നിച്ച് പാസ്റ്ററുടെ നാട്ടിൽ വരുമ്പോൾ ഞങ്ങളാകും എനിക്ക് സഹിക്കാൻ വയ്യാത്ത വേദനയുണ്ട്. പ്രാർത്ഥനാ സമയമാണ് 2 മണി. 2 മണിക്ക് ഞാൻ ആരോടും പറയാതെ പോയി പ്രാർത്ഥിച്ചിട്ട് കർത്താവിന്റെ ദാസനെ 2 മണിയുടെ യാമത്ത് വിളിച്ചു. എനിക്ക് അസഹ്യമായ അൺസഹിക്കബിൾ പെയിൻ ആണ്, മരണത്തോട് ഞാൻ മല്ലടിക്കുകയാണ്, കർത്തദാസനെ ഞാൻ എന്ത് ചെയ്യും? ദേവാസം പറഞ്ഞു, ലിസി പ്രാർത്ഥിച്ചിട്ട് പെട്ടെന്ന് പറഞ്ഞു, കുഞ്ഞെ മരുന്നെടുക്ക്, ഈ രോഗം ദൈവം സൗഖ്യമാക്കും, നീ മരുന്നെടുക്ക്, കാണീര്. ഞാൻ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു കുഴപ്പവും, അൾട്രാസൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു ഒരു കുഴപ്പവും ഇല്ല. അതിന്റെ പിറ്റേന്ന് ഒരു അൾട്രാസൗണ്ട് ചെയ്തിട്ട് പറഞ്ഞു ഇത് പോളിപ്പാ, പക്ഷെ ഇത് വലിയ ഓപ്പറേഷൻ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞു. പ്രൈസ് ലോർഡ്. അവരെ എന്ത് പെട്ടെന്ന് ഞാൻ പറഞ്ഞു, ഞാൻ ഒരു GA കൊടുത്തുള്ള ഒരു കേസിന് ഞാനില്ല, ഞാൻ നെക്സ്റ്റ് ഡേ ഞാൻ ട്രാവൽ ചെയ്യാതിരിക്കുവാണ്, GAക്ക് അതിൻ്റെതായിട്ടുള്ള എഫക്റ്റുകളും കാര്യങ്ങളും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ മെഡിക്കലല്ലേ ജോലി ചെയ്യുന്നത്. അങ്ങനെ ഞാൻ പിറ്റേ ദിവസം ഞാൻ നാട്ടിൽ വന്നു. നാട്ടിൽ വളരെ സന്തോഷം. ആ സമയത്ത് ജമ്മു കാശ്മീരിലും ഹിമാചലിലും പട്ടാൻകോടും ഒക്കെ, ജമ്മുവിലും ഹിമാചൽ സൈഡിലൊക്കെ ഒത്തിരി കൺവെൻഷൻ പ്രോഗ്രാം എനിക്ക് കർത്താവിന്റെ നാമത്തിനും ഡേറ്റ് ഫുള്ള് ഫിക്സ് ചെയ്ത് വന്നേക്കുവാണ്. കർത്തദാസനോട് അവരെല്ലാം വിളിച്ചു ചോദിച്ചു എപ്പോഴാണ് അവര് വരുന്നത്, നിങ്ങൾ വരുന്നത് എന്ന് ചോദിച്ചു. ആ സമയം നാട്ടിൽ പ്രൈസ് ദി ലോർഡ് കടന്നു വരുവാൻ കർത്താവിനെ ആ വേദനയിലും കർത്താവിന്റെ കൂട്ടി നാട്ടിൽ സന്തോഷത്തോടെ എത്തിച്ചു കഴിഞ്ഞ് എനിക്ക് നാട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് ഈ വേദന സഹിക്കാൻ വയ്യ. വീടിന്റെ കുറച്ച് പണിയുണ്ട്, ഭയങ്കരമായിട്ട് സഹിക്കാൻ വയ്യ. അൾട്രാസൗണ്ട് ചെയ്തപ്പോൾ പറഞ്ഞു എമർജൻസി ഓപ്പറേഷൻ ചെയ്യണം, ആകെ കോംപ്ലിക്കേറ്റഡ് ആണ്, പെട്ടെന്ന് ഇത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞു. നേരം കർത്തദാസൻ പറഞ്ഞു ഇദ്ദേഹം ആർമിയിൽ നിന്ന് ഇറങ്ങിയെങ്കിലും ആർമിയിലെ ECHSന്റെ ഒരു പേപ്പറുകളോ ആർമിയുടെ ഒരു പേപ്പറുകളോ ഞങ്ങൾക്ക് ആകെ കൂടി പെൻഷൻ ബുക്കും അങ്ങനെയുള്ള ഒരു ID കാർഡും അങ്ങനെയൊക്കെയുള്ള കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ. ഞങ്ങൾ ബോട്ടിലൊന്നും മേടിക്കാറില്ല, കുപ്പി മേടിക്കുക, അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങൾക്കും ആർമിയുമായിട്ട് ഒരു ബന്ധവുമില്ല. പെട്ടെന്ന് ഇദ്ദേഹം പറഞ്ഞു ഈ ഫ്ലോറിനിടാനുള്ള ആ സമയത്ത് 2012 ഒരു 5 ലക്ഷം രൂപ ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇദ്ദേഹം പെട്ടെന്ന് പറഞ്ഞു ഏതെങ്കിലും നല്ലൊരു ഹോസ്പിറ്റലിൽ പോയി ലിസി നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം, കാരണം ഞങ്ങൾക്ക് എല്ലായിടത്തും എന്തെങ്കിലും ഞങ്ങൾക്ക് രണ്ടുപേർക്കും വന്ന ഈ സമയങ്ങളിലൊക്കെ നിന്നയുടെ അങ്ങേറ്റിയിരിക്കുന്ന കാലയളവാ. പറയും നീ ബന്ധക്കോസിൽ പോയത് കൊണ്ടാണ് നിനക്ക് നിന്റെ ഭാര്യ പോയെന്ന് തന്നെ പറയും. അവിടുന്ന് പെട്ടെന്ന് എന്ത് ചെയ്തു, എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ട് അൾട്രാസൗണ്ട് കൊണ്ടുവന്ന് കഴിഞ്ഞ് ഇവിടെ ഇദ്ദേഹം പറഞ്ഞു ഹോസ്പിറ്റലിൽ പോകാന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പോകണ്ട, ഹോസ്പിറ്റലിൽ നമുക്കത് ദൈവാത്മാവ് പ്രാർത്ഥിക്കാമെന്ന് പറഞ്ഞു. പ്രാർത്ഥിച്ചു. കർത്താവ് പറഞ്ഞു MHലോട്ട് പോകാൻ പറഞ്ഞു. MHലോട്ട് പോയി. MHലോട്ട് ചെന്നപ്പോഴത്തേക്ക് ഞങ്ങളെ ആ ജവാന്മാരൊന്നും കയറ്റി വിടത്തില്ല, കാരണം 1-ാം കാവലും 2-ാം കാവലും 3-ാം കാവലും 4-ാം കാവലാണ്, ഇവര് കയറ്റി വിടത്തില്ല. അവസാനം എന്തോ ഭാഗ്യവശാൽ ഞങ്ങൾക്ക് അകത്തളങ്ങളിൽ പോകാൻ കഴിഞ്ഞു. ഓപ്പറേഷന് മാഡം പറഞ്ഞു വേഗത്തിൽ ഓപ്പറേഷൻ ചെയ്യണം, ഇത് കോംപ്ലിക്കേറ്റഡ് ആണ് എന്ന് പറഞ്ഞു. അവര് ഡേറ്റ് തന്നു. ആ ഡേറ്റ് അവർക്ക് ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് അടുത്ത ഒരു ദിവസം പറഞ്ഞു. എങ്കിലും ആ ദിവസം മാഡം എന്നെ വിളിച്ചു. ഓപ്പറേഷന് 3 ദിവസം മുൻപ് പരിശുദ്ധാത്മാവ് എന്നോട് രാത്രിയുടെ യാമത്തിൽ ദർശനത്തിൽ പറഞ്ഞു, മോളെ മരിച്ചു പോകും, നിന്റെ വീട്ടുകാര്യം ക്രമപ്പെടുത്തിക്കും. ഞാൻ രാത്രി 2 മണിയുടെ യാമത്തിൽ ഞങ്ങൾ 4 പേരും ഫാമിലി കൂട്ടി കിടക്കുകയാണ്, മോളും മോനും ഞാനും പാസ്റ്ററും. 2012 അവരെ വിളിച്ചു പ്രാർത്ഥിച്ചു. നല്ല ഗുരുതരാവസ്ഥയിലോട്ട് കാര്യങ്ങൾ നീങ്ങി. അവസാനം ഓപ്പറേഷന് സമയം വരുന്നതിന് മുമ്പ് ഞാൻ ദൈവസന്നിധി പറഞ്ഞു, ഇത് മാത്രമല്ല കർത്താവെ എനിക്കൊരായുസ് തന്നാൽ കർത്താവിന്റെ വേലയ്ക്കായി പൂർണ്ണമായി ഞാൻ ഏൽപ്പിക്കുന്നെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവസന്നിധിയിൽ ഓപ്പറേഷന് പോയി. ഓപ്പറേഷൻ അവര് തീരുമാനിച്ചത് ഹിസ്റ്റക്ടമിക്കാണ്. എന്നെ ഹിസ്റ്റക്ടമി ചെയ്യാൻ അവർക്ക് കഴിഞ്ഞില്ല. എന്റെ ഓവറിയും പൈലോപ്പൻ ട്യൂബുകൾ കംപ്ലീറ്റ് അതിന്റെ പേപ്പറുകൾ എൻ്റെ കയ്യിലുണ്ട്. ഇവരിതെല്ലാം ചെയ്തു, ലാപ്രോട്ടമി ചെയ്തു, എന്നെ പുറത്തു വിട്ടു. അതിനു മുമ്പ് വലിയ വയറൊരു സൈഡിൽ നിന്ന് ഒരു സൈഡ് വരെ ഓപ്പറേഷൻ കഴിഞ്ഞു. ഇവർ പുറത്തു വിട്ടു, ഇവർക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ആ സമയങ്ങളിൽ MN സഭയിൽ ഒത്തിരി പ്രവാചകന്മാരുണ്ട്. ഞാൻ അറിയുന്ന കർത്തൃദാസന്മാരോടൊക്കെ വിളിച്ചു. കാരണം ഇവിടെ കർത്തൃദാസനോട് പറയാനൊക്കാത്ത ഒരു സമയമാണ്. കാരണം അദ്ദേഹമൊക്കെ ആകെ 2 പറക്കമുറ്റാത്ത കുഞ്ഞുങ്ങളെല്ലാം കൊണ്ടും ആകെ അങ്ങ് തകർന്ന ഒരു അവസ്ഥയിൽ ഞാൻ ഇവർക്കൊക്കെ ബലം പകർന്നു കൊടുത്തു. അവസാനം ദൈവം ഒന്നും ഞങ്ങളോട് സംസാരിക്കുന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു, എന്നെ കൊണ്ട് കിടത്തി. ഞാൻ ആ ഓപ്പറേഷൻ സമയത്ത് ഈ ഓപ്പറേഷൻ തിയേറ്ററിൽ ട്രോളിയിൽ കയറി എന്നെ ക്ലീനൊക്കെ ഡ്രസ്സിംഗ് ഒക്കെ ചെയ്തു. എനിക്ക് സ്പൈനലാണ്, ഈ ഇഞ്ചക്ഷൻ തന്നാണ് ഓപ്പറേഷൻ തുടങ്ങിയത്. എനിക്ക് ഇവര് ക്ലീൻ ചെയ്തതറിയാം, കത്തി വെച്ചതറിയാം. ഞാൻ അറിയാത്ത ഒരു സ്ഥലത്തേക്ക് എന്റെ ആത്മാവ് യാത്രയായി. അതിമനോഹരമായ ഒരു ഗാർഡൻ, ഞാൻ കണ്ടിട്ടില്ലാത്ത പ്രകാശം. ഞാൻ അവിടെ പരിശുദ്ധാത്മാവില് അന്യഭാഷയിൽ ആരാധിച്ചു തുടങ്ങി. ചെറിയ ആരാധനയല്ലായിരുന്നു,
വളരെ ഹാപ്പിയോടെ ഞാൻ ആരാധിച്ചു. എത്ര മണിക്കൂർ ഓപ്പറേഷൻ നീണ്ടു നിന്നെന്ന് ഓർമ്മയില്ല. ഓപ്പറേഷൻ കഴിഞ്ഞു. എന്നെ ആ ടേബിളിലേക്ക് കൊണ്ടുപോകുവാൻ മാറ്റി കിടത്തിയപ്പോഴത്തേക്ക് ഭയങ്കര ഒരു ഡാർക്ക്നെസ്. ഞാൻ നിന്ന സ്ഥലമല്ല. ഞാൻ പെട്ടെന്ന് ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, എനിക്ക് ഇവിടെ വേണം. ഈ ഒരു അന്ധകാര നിബിഡമായ ഈ ലോകത്ത് എനിക്ക് ജീവിക്കാൻ, ഞാൻ എവിടെയായിരുന്നോ എനിക്ക് അവിടെ ദൈവത്തെ ആരാധിക്കാം. ഇങ്ങനെ പറഞ്ഞു. ഞാൻ പിന്നെയും കണ്ണടച്ചിരുന്ന് ആരാധിക്കാം. പക്ഷേ ഡാർക്ക്നെസ്, എനിക്ക് കണ്ണു തുറക്കാൻ ആഗ്രഹമില്ല. പെട്ടെന്ന് കർത്താവിന്റെ ദാസൻ എന്നെ തട്ടി വിളിച്ചു. ലിസി എന്ന് പറഞ്ഞു. ഞാൻ കണ്ണു തുറന്ന് നോക്കി. ബൈസ്റ്റാൻഡറെ അവിടെ നിർത്തത്തില്ല. ഞാൻ പോവാ, കുഞ്ഞുങ്ങൾ തന്നെ വീട്ടിലുള്ളൂ. പെട്ടെന്ന് ഇദ്ദേഹം പോയി. ആർമിയിൽ 24 hours വരെ പിന്നെ സഡേഷൻ തന്ന് കിടത്തു. എനിക്കൊന്നും ഓർമ്മയില്ല. ചില ദിവസങ്ങൾ കർത്താവ് സംസാരിച്ചിട്ടില്ല. മുന്നോട്ടുള്ള ഒന്നും അറിയത്തില്ല. പെട്ടെന്ന് പിറ്റേ ദിവസം കറക്റ്റ് 3 മണി സമയമായ ഡോക്ടർ എൻ്റെ അടുത്ത് വരുന്നതിന് മുൻപ്, ഏകദേശം ഒരു അരമണിക്കൂർ മുൻപ്, ദൈവാത്മാവ് എന്നോട് 116 സങ്കീർത്തനത്തിൽ കൂടെ പറഞ്ഞു, മരണവാസങ്ങൾ എന്നെ ചുറ്റി, അതാളവേദനകൾ എന്നെ പിടിച്ചു. അയ്യോ, ഞാൻ കഷ്ടവും സങ്കടവും അനുഭവിച്ചു. ഈ ദൈവവചനത്തിലൂടെ പരിശുദ്ധാത്മാവ് ഇടപെട്ടു. അത് കഴിഞ്ഞ ഉടനെ കർത്താവ് എനിക്ക് തന്ന വചനമാണ് 91 സങ്കീർത്തനം 14, 15, 16. അവരെന്നോട് പറ്റിയിരിക്കുക, ഞാൻ അവനെ വിടുവിക്കും. അവനെന്റെ നാമത്തെ അറിയുക, ഞാൻ അവനെ ഉയർത്തും. അവിടുന്ന് കർത്താവ് വിടുവിച്ചു. ദൈവത്തിന് വലിയ അത്ഭുതം കാണുവാനിടയായി. അടുത്ത സാക്ഷ്യം 2015 തൊട്ട് യുദ്ധം തുടങ്ങി. നീണ്ട 4-5 വർഷക്കാലം കൂടി യമനിൽ കണ്ടിന്യൂ ചെയ്യുവാൻ കർത്താവ് സഹായിച്ചു. യുദ്ധത്തിന്റെ നടുവിലും ഞങ്ങൾ അവിടെ നിന്നു. ദൈവത്തിന്റെ കൃപയാല് ദൈവത്തിന്റെ ശബ്ദം കേട്ടു. തിരിച്ച് 2019 നാട്ടിൽ വന്നു. നാട്ടിൽ വരുന്നതിന് മുൻപ് കർത്താവ് പറഞ്ഞു, ഇവിടുത്തെ സമയം കഴിഞ്ഞ് യുദ്ധത്തിന് എല്ലാവരും നാട്ടിൽ പോയി. ഏകദേശം 5 വർഷക്കാലം കർത്താവ് അവിടെ നിർത്തി. നാട്ടിൽ വന്നു. വീണ്ടും മിനിസ്ട്രിയിലേക്ക് ഞങ്ങൾ ജോയിൻ ചെയ്തു. അങ്ങനെ കർത്താവിന്റെ വയൽ പ്രദേശത്ത് മോള് വിവാഹം കഴിഞ്ഞു. മോക്കൊരു കുഞ്ഞുണ്ട്. 2 മക്കളും കർത്താവിന്റെ കൃപയാൽ അവരിപ്പം ജോലി ചെയ്യുന്നു. കുടുംബമായിട്ട് ഞങ്ങളെ കർത്താവിന്റെ വേലയോടനുബന്ധിച്ച് ഇപ്പോഴ് നമ്മള് ഉളുന്തി എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ചർച്ച് മിനിസ്ട്രി ഉണ്ട്. കൂടാതെ ഞങ്ങള് കൊച്ചാലുമൂട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഹാൾ എടുത്തിട്ടുണ്ട്. ഒരു പവർ മീറ്റിങ്ങിന് വേണ്ടി കർത്താവ് അനുവദിച്ചാൽ ജൂലൈ 2 അത് സ്റ്റാർട്ട് ചെയ്യും. ഈ കർത്താവിന്റെ വചനം ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരെയും, വിശേഷാൽ ഞങ്ങളെ ഈ ടിവിയിലേക്ക് ക്ഷണിച്ച കർത്താവിന്റെ ദാസനെയും കുടുംബമായി കർത്താവ് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ഒരു വാക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധ ദൈവമേ, തിരുനാമത്തിന് മഹത്വം. ഇത്രത്തോളം സമയം സാക്ഷ്യം പറയുവാൻ കർത്താവ് സഹായിച്ച പൊന്നുകൃപയ്ക്കായി സ്തോത്രം. കർത്താവെ, ഈ ദൈവവചനം ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാവരുടെ ജീവിതത്തിൽ വലിയ അനുഗ്രഹത്തിനും വിടുതലിനുമായി സ്വർഗം തീർക്കണം. അനേകരുടെ ജീവിതത്തിൽ ദൈവപ്രവൃത്തി ഈ ദിവസങ്ങളിൽ കാണുവാൻ ദൈവാത്മാവ് സഹായിച്ചാട്ട് എല്ലാ മേഖലകളിലും കർത്താവിന്റെ അത്ഭുതം ചെയ്യണം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. ആമേൻ. താങ്ക് യു കർത്താവിൻ്റെ സിസ്റ്റർ ലിസി സെബാസ്റ്റ്യൻ. എത്രത്തോളം സമയം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം, ദൈവം നടത്തിയ അത്ഭുതകരമായ വിജയകരമായ ജീവിതയാത്രയെക്കുറിച്ച് ദൈവനാമ മഹത്വത്തിന് വേണ്ടി പങ്കുവയ്ക്കുവാൻ സമയം വേർതിരിച്ചതിന് കർത്താവിൻ്റെ ദാസിയോടും കുടുംബാംഗങ്ങളുള്ളതായ നന്ദി സ്നേഹം അറിയിക്കുന്നു. കർത്താവ് ധാരാളം അനുഗ്രഹിക്കട്ടെ. ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ച് വളർത്തപ്പെട്ടു എങ്കിലും കർത്താവിൻ്റെ സമയമായപ്പോൾ കർത്താവിൻ്റെ കൽപ്പന അനുസരിക്കുവാൻ, കർത്താവിൻ്റെ ശരീരത്തിൻ്റെ ഒരു ഭാഗമായി ചേർത്ത് കൊള്ളപ്പെടുവാൻ, കർത്താവിന് വേണ്ടി സാക്ഷ്യം വഹിക്കുവാൻ, കർത്താവിന് വേണ്ടി വിശ്വസ്തയോടെ വിശുദ്ധ ജീവിതം നയിക്കുവാൻ ജീവിതത്തിൽ കർത്താവ് അവസരങ്ങൾ ഒരുക്കി എന്നുള്ളത് കേൾക്കുവാൻ തക്കവണ്ണം കഴിഞ്ഞു. ഇന്ന് കർത്താവിന് വേണ്ടി നല്ല സാക്ഷ്യങ്ങളെ വഹിക്കുന്നല്ലോ, കുടുംബമായ ദൈവം മാനിക്കുന്നല്ലോ. ഈ സാക്ഷ്യം പ്രേക്ഷകർക്ക് അനുഗ്രഹമായി തീർന്നുവെങ്കിൽ തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ, നിങ്ങൾ അനേക പ്രിയപ്പെട്ടവർ ഷെയർ ചെയ്ത് കൊടുക്കും. അവരും കേട്ട് അനുഗ്രഹിക്കട്ടെ. അതിലൂടെ ദൈവനാമം മഹിപ്പെടുക മുഖാന്തരമായി തീരും. മാത്രമല്ല, നിങ്ങളുടെ വലിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താവുന്നതാണ്. നിങ്ങൾക്കൊരു പ്രാർത്ഥനാ വിഷയമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ഞങ്ങളെ വിവരം അറിയിക്കൂ. ഞങ്ങൾ നിങ്ങൾക്ക് പ്രാർത്ഥിക്കാം. അടുത്ത അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യം വചനചിന്തയുമായി വീണ്ടും കൂടി കാണുമ്പോഴേയും എല്ലാ പ്രിയപ്പെട്ടവർക്കും ഗുഡ് ബൈ. ഗോഡ് ബ്ലസ് യു ഓൾ. ആമേൻ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം. ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം.
അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.